നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം എന്ന ഈ പുസ്തകം സുവിശേഷകന്മാരായ ജോൺ സെബാസ്റ്റ്യനും കുഞ്ഞുമോൻ തോട്ടപ്പള്ളിയും ചേർന്ന് രചിച്ചിട്ടുള്ളതാകുന്നു. ഇതിൽ മനുഷ്യനാര്, ദൈവമുണ്ടോ, മതം മനുഷ്യനെ നയിക്കുന്ന കറുപ്പാണോ, ബൈബിൾ ദൈവവചനമോ, യേശുക്രിസ്തു ദൈവമാണോ, ആദിമ മനുഷ്യനെ ദൈവം കെണിയിൽ വീഴ്ത്തിയോ, അല്പം മദ്യം ആപത്താണെന്നുണ്ടോ, ആർക്കും അനുഭവിക്കാവുന്ന അത്ഭുതമാണോ ഇത്, ബൈബിൾ സന്ദേശത്തിന് നിസ്തുല്യതയോ, ക്രിസ്തീയ രക്ഷാമാർഗം യുക്തിക്ക് ചേരാത്തതോ, ക്രിസ്തു വീണ്ടും വരുമോ, പരിണാമവാദത്തിന് ശാസ്ത്രീയ പിന്തുണയോ, സൃഷ്ടിവിവരണങ്ങൾ വിശ്വാസയോഗ്യമോ, സ്വർഗവും നരകവും ഇവിടെ തന്നെയല്ലേ, തൃത്വോപദേശം വചനാനുസരണമോ, സോഷ്യലിസവും കമ്മ്യൂണിസവും വചന വെളിച്ചത്തിൽ എന്നിത്യാദി വിഷയങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ പുസ്തകത്തിൽ കൂടെ കേൾവിക്കാർക്ക് ലഭ്യമാക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ആര് എന്നുള്ള വിഷയം സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും അതിന്റെ മറുപടികളുമാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. മനുഷ്യൻ പരിണാമ പ്രക്രിയ വഴി വികാസം പ്രാപിച്ച മൃഗമാണെന്നാണല്ലോ പരിണാമവാദം പറയുന്നത്. അതിൽ വല്ല കഴമ്പുമുണ്ടോ? വാസ്തവത്തിൽ മനുഷ്യൻ ആരാണ്? പരിണാമവാദം തെളിയിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു സിദ്ധാന്തം മാത്രമാണ്. ഒരു തരത്തിൽപ്പെട്ട മൃഗങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു തരമാകുവാൻ കഴിയുകയില്ല. അതുപോലെ ഒരു തരത്തിൽപ്പെട്ട സസ്യജാലങ്ങൾക്ക് മറ്റൊരു തരമാകുവാൻ സാധിക്കുകയില്ല. ദൈവം അതാതുതരം ജീവജന്തുക്കളെയും അതാതുതരം ഫലവൃക്ഷങ്ങളെയും സൃഷ്ടിച്ചു എന്നുള്ള ബൈബിൾ പ്രസ്താവന തികച്ചും ശാസ്ത്രീയമാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന മൃഗമാണ്, ചിരിക്കുന്ന മൃഗമാണ്, വസ്ത്രം ധരിക്കുന്ന മൃഗമാണ്, ആയുധമുണ്ടാക്കുന്ന മൃഗമാണ്, കുറ്റബോധമുള്ള മൃഗമാണ്, കുടുംബബന്ധം പുലർത്തുന്ന മൃഗമാണ്, ദൈവബോധമുള്ള മൃഗമാണ് എന്നൊക്കെ നിർവചിച്ചിട്ടുള്ളവരുണ്ട്. മനുഷ്യനിലെ മൃഗീയ വാസനകൾ കാണുന്നവർ മനുഷ്യൻ മൃഗമാണെന്നും മനുഷ്യനിലെ ദിവ്യവാസനകൾ കാണുന്നവർ മനുഷ്യൻ ദൈവമാണെന്നും പറയുന്നു. മനുഷ്യൻ പണ്ട് മൃഗമായിരുന്നുവെന്ന് ചില ശാസ്ത്രശാഖകൾ പറയുമ്പോൾ മനുഷ്യൻ ഭാവിയിൽ മൃഗമായി തീരുമെന്ന് ചിലർ പറയുന്നു. മനുഷ്യൻ ഒരു നിത്യ വൈരുദ്ധ്യമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ അനുസരിച്ച് ഈ നിർവചനത്തിൽ കഴമ്പുണ്ട്. മനുഷ്യൻ ഒരു നിത്യ വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? മൃഗങ്ങളിൽ ഒന്നിനോടും താരതമ്യപ്പെടുത്തുവാനോ മൃഗത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായി എന്ന് ചിന്തിക്കുവാനോ പാടില്ലാത്ത തരത്തിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങൾ മനുഷ്യനിലുണ്ട്. അപ്പോൾ തന്നെ മൃഗത്തേക്കാൾ അധപ്പതിച്ച മറ്റൊരു സ്ഥിതിയുമുണ്ട്. ഒരേ സമയത്ത് രണ്ടു വിഭിന്ന സ്ഥിതിവിശേഷങ്ങൾ സമന്വയപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ ഒരു നിത്യവൈരുദ്ധ്യമെന്ന് പറയുന്നത്. മൃഗത്തോട് താരതമ്യപ്പെടുത്തുവാൻ പാടില്ലാത്ത തരത്തിൽ മനുഷ്യനുള്ള ഗുണവിശേഷങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് ബുദ്ധിശക്തി, ഇച്ഛാശക്തി, വികാരം, ഇവ മൂന്നും മനുഷ്യന് വ്യക്തിത്വം നൽകുമ്പോൾ മൃഗങ്ങൾക്ക് കേവലം ജന്മവാസനകൾ മാത്രമാണുള്ളത്. ബുദ്ധിശക്തി കൊണ്ട് മനുഷ്യനും പ്രകൃതിയിൽ പലതിനെയും കീഴടക്കുവാൻ കഴിഞ്ഞു. വ്യത്യസ്ത ഇച്ഛാശക്തിയാണ് ഓരോ മനുഷ്യനും ഉള്ളത്. അതാണ് ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കുന്നത്. മനുഷ്യന് ദുഃഖിക്കുവാനും കരയുവാനും ചിരിക്കുവാനും ചിന്തിക്കുവാനും സന്തോഷിക്കുവാനും വാമൊഴി, വരമൊഴി, ആംഗ്യം ഇവ കൊണ്ട് ആശയവിനിമയം നടത്തുവാനും കഴിയുമ്പോൾ മൃഗം പിറക്കുന്നത് മുതൽ ചാകുന്നതുവരെ അതിന് ജന്മവാസനകൾ മാത്രമേയുള്ളൂ. മൃഗങ്ങൾക്ക് നഗ്നത തോന്നാറില്ല, എന്നാൽ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു. അപരിഷ്കൃതർക്കും നാമമാത്രമായെങ്കിലും നഗ്നത മറയ്ക്കണമെന്നുണ്ട്. മനുഷ്യന് കുറ്റബോധമുണ്ട്. മനുഷ്യന്റെ മനസാക്ഷി തെറ്റിനെക്കുറിച്ച് അവനെ ബോധവാനാക്കുന്നു. അങ്ങനെ ഒരു മനസാക്ഷിയും കുറ്റബോധവും മൃഗങ്ങൾക്കില്ല. സർവോപരി മനുഷ്യനുള്ള ഈശ്വരബോധമാണ് മൃഗത്തോട് താരതമ്യപ്പെടുത്തുവാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ഗുണവിശേഷം. എല്ലാ മൃഗങ്ങളിലും വെച്ച് മനുഷ്യൻ അതുല്യനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുവാൻ ഞാൻ അശക്തനാണെന്ന് പരിണാമവാദ ശാസ്ത്രജ്ഞനായ ഡോക്ടർ TH ഹക്സ്ലി പ്രസ്താവിക്കുന്നു. മൃഗത്തേക്കാൾ അധംപതിച്ച ഒരു മറുവശം മനുഷ്യനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് മനുഷ്യന്റെ പാപസ്വഭാവമാണ്. മൃഗങ്ങളിൽ ചിലത് ക്രൂരമൃഗങ്ങളാണ്. എന്നാൽ അവ പൊതുവെ ഇണയെ കൊല്ലാറില്ല. മനുഷ്യനോ ഭാര്യയെയോ ഭർത്താവിനെയോ അപ്പനമ്മമാരെയോ മക്കളെയോ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കൊല്ലുവാൻ അവന് മടിയില്ല. മൃഗങ്ങളിൽ പലതും ഇണയെ വിട്ട് ഇണ ചേരാറില്ല. ഇണ ചത്താൽ ഒറ്റയ്ക്ക് ജീവിക്കുകയോ തിന്നാതിരുന്ന് ചാവുകയോ ചെയ്യും. മനുഷ്യരിൽ പലതും ഈ വക ധാർമ്മിക പ്രമാണങ്ങളിൽ മൃഗത്തേക്കാൾ അധപ്പതിച്ചവരല്ലേ. മറ്റ് ജീവികളെ കൊന്നു തിന്നുന്ന മൃഗങ്ങളുമുണ്ട്. എന്നാൽ അവ കൂട്ടക്കൊല ചെയ്യാറില്ല. സംസ്കാര സമ്പന്നൻ എന്നഭിമാനിക്കുന്ന ആധുനിക മനുഷ്യന് കൂട്ടക്കൊലയ്ക്ക് വല്ല ശങ്കയുമുണ്ടോ? എന്തുകൊണ്ടാണ് വിവേകബുദ്ധിയും കുറ്റബോധവും ദൈവബോധവും ഒക്കെയുള്ള മനുഷ്യൻ ചിലപ്പോൾ മൃഗത്തേക്കാൾ അധംപതിച്ച ധാർമ്മിക സ്ഥിതി പുലർത്തുന്നത്? ധാർമ്മിക ഗുണലക്ഷണങ്ങളുടെ കാര്യത്തിൽ ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ട ആദിമനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചു, പാപിയായി.
അവന്റെ സന്തതി പരമ്പരകൾക്ക് ദൈവബോധം ഉണ്ടെന്നേ ഉള്ളൂ. ദൈവത്തോട് സജീവ ബന്ധമില്ല. അതുകൊണ്ടാണ് അവരുടെ ആദ്യ പിതാവ് ദൈവത്തോട് സജീവ ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ മനുഷ്യർക്ക് കഴിയാതിരുന്നത്. ഉൽപ്പത്തി 1:24 മുതൽ 26 വരെയും റോമർ 3:10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കുക. മനുഷ്യനിലെ ഈ വൈരുദ്ധ്യസ്ഥിതി മാറ്റുവാൻ മനുഷ്യന് എന്ത് ചെയ്യുവാൻ കഴിയും? മനുഷ്യന്റെ ജന്മത്തിലുള്ള ഈ വൈരുദ്ധ്യസ്ഥിതി മാറ്റുവാൻ മനുഷ്യന്റെ യാതൊരു ശ്രമങ്ങൾക്കും കഴിയുകയില്ല. മാറ്റം എന്നതിന്റെ മറ്റൊരു പേരാണല്ലോ വിപ്ലവം. വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടോ, സംസ്കാര വിപ്ലവം കൊണ്ടോ, ശാസ്ത്രീയ വിപ്ലവം കൊണ്ടോ, സാമ്പത്തിക വിപ്ലവം കൊണ്ടോ, പട്ടാള വിപ്ലവം കൊണ്ടോ ഒന്നും മനുഷ്യൻ സമൂലം വ്യത്യാസപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യന്റെ വൈരുദ്ധ്യ സ്ഥിതി മാറ്റുവാൻ ആഗ്രഹിച്ച മഹാത്മാക്കളെല്ലാം മൂലകാരണം കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി. വിദ്യാഭ്യാസമില്ലായ്മയാണ് മനുഷ്യന്റെ പ്രശ്നമെന്ന് വിചാരിച്ചവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. പാപിയായ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള പാപിയായി മാറി. പരിഷ്കാരമില്ലായ്മയാണ് പ്രശ്നമെന്ന് ചിന്തിച്ചവർ മനുഷ്യനെ പരിഷ്കാരിയാക്കുവാൻ ശ്രമിച്ചു. പാപിയായ മനുഷ്യൻ പരിഷ്കാരിയായ പാപിയായി മാറി. മതമില്ലായ്മയാണ് മനുഷ്യന്റെ പ്രശ്നമെന്ന് കണ്ടവർ മതപദ്ധതികൾ ആവിഷ്കരിച്ചു. പാപിയായ മനുഷ്യൻ മതമുള്ള പാപിയായി. ഈശ്വരവിശ്വാസവും അന്ധവിശ്വാസങ്ങളുമാണ് മനുഷ്യന്റെ പ്രശ്നമെന്ന് ചിന്തിച്ചവർ നിരീശ്വരവാദം പ്രചരിപ്പിച്ചു. പാപിയായ മനുഷ്യൻ മതമുള്ള പാപിയായി. ഈശ്വരവിശ്വാസവും അന്ധവിശ്വാസങ്ങളുമാണ് മനുഷ്യന്റെ പ്രശ്നമെന്ന് ചിന്തിച്ചവർ നിരീശ്വരവാദം പ്രചരിപ്പിച്ചു. പാപിയായ മനുഷ്യൻ നിരീശ്വരവാദിയായ പാപിയായി. നിയമരാഹിത്യമാണ് പ്രശ്നമെന്ന് കണ്ടവർ കർക്കശമായ നിയമങ്ങൾ കൊണ്ടുവന്നു. പാപിയായ മനുഷ്യൻ നിയമം പഠിച്ച പാപിയായി. ശിക്ഷയുടെ കുറവാണ് മനുഷ്യന്റെ പ്രശ്നമെന്ന് കണ്ടവർ ശിക്ഷണ നടപടികൾ നടപ്പിലാക്കി. പാപിയായ മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുന്ന പാപിയായി. മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് ബാഹ്യതലത്തിൽ നിസ്സാര വ്യത്യാസങ്ങൾ വരുത്തുവാനല്ലാതെ മനുഷ്യനെ സമൂലമായ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുകയില്ല. മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ മൂലകാരണം ദൈവമില്ലായ്മയാണ്. മനുഷ്യന്റെ ദൈവമില്ലായ്മയ്ക്ക് പരിഹാരം വരുത്തി മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിച്ച് പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിക്കുവാൻ ക്രിസ്തുവിന് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. റോമർ 5:12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞത് എങ്ങനെയാണ്? ദൈവത്തിന് മനുഷ്യനോട് ബന്ധപ്പെടുവാൻ തടസ്സമായിരുന്നത് മനുഷ്യനിലെ പാപം ആയിരുന്നുവല്ലോ. പാപമില്ലാത്ത ക്രിസ്തു മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് അതിന്റെ ശിക്ഷ ഭരിക്കുവാൻ തയ്യാറായി. അതാണ് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം. മനുഷ്യവർഗത്തിനു വേണ്ടി ക്രിസ്തു നിർവഹിച്ച ഈ പ്രായശ്ചിത്ത കർമ്മത്തെ ആര് വിശ്വാസത്താൽ സ്വായത്തമാക്കുമോ അവർക്ക് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാനും ദിവ്യ സ്വഭാവമുള്ളവരായി മാറുവാനും കഴിയും. ദൈവത്തോട് ബന്ധപ്പെടുവാൻ മാനുഷികവും ഭൗമികവുമായ ഉപാധികൾ തേടുകയല്ല, മറിച്ച് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാകുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ അംഗീകരിക്കുകയാണ് വേണ്ടത്. 1 തിമോത്തിയോസ് 2:5, 2 കൊരിന്ത്യർ 5:17 എന്നീ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായി ദൈവം ഉണ്ടോ എന്നുള്ള വിഷയം സംബന്ധിച്ച് ചില ചോദ്യങ്ങളും അതിന്റെ മറുപടിയുമാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. ദൈവം ഇല്ലെന്നുള്ള വാദം ഉണ്ടാകാൻ കാരണം എന്താണ്? കാരണം കാര്യങ്ങൾ വിശ്വസിക്കുന്നത് യുക്തിയല്ലെന്ന് ചിലർ ധരിക്കുന്നതാണ് ദൈവം ഇല്ലെന്നുള്ള വാദം ഉണ്ടാകുവാൻ ഒരു കാരണം. ദൈവം ഉണ്ടെന്ന് ബോധ്യം വന്നാൽ ദൈവം അനുശാസിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിന് തയ്യാറാകേണ്ടതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ മടിക്കുന്ന ചിലർ ദൈവം ഇല്ലെന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇങ്ങനെ പറയുന്നു: ദൈവം തന്നെ നമ്മുടെ ദുർബലവും ക്ഷീണിച്ചതുമായ മനസ്സിന് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന രീതിയിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർണമായ പ്രപഞ്ചം ദൈവത്തെക്കുറിച്ചുള്ള ആശയത്തിന് എന്റെ മനസ്സ് രൂപം നൽകുന്നു. ദൈവമുണ്ടെന്ന് യുക്തിപൂർവം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ദൈവം തന്റെ ആസ്തിക്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്പം യുക്തി ഉപയോഗിച്ചാൽ അത് നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്, ഈ പ്രപഞ്ചം തന്നെ അതിന്റെ സൃഷ്ടാവിനെ വിളിച്ചറിയിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ കാരണം കൂടാതെ കാര്യമില്ല എന്നുള്ള ന്യായം പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അടിസ്ഥാന തത്വമാണ്. ഈ പ്രപഞ്ചത്തിന് ഉത്ഭവമുണ്ട്, അത് നിത്യമല്ല എന്ന് ഇതിലെ വ്യതിയാനങ്ങൾ കൊണ്ടും ഇതര ന്യായങ്ങൾ കൊണ്ടും ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന് ഉത്ഭവമുണ്ടെങ്കിൽ ആ ഉത്ഭവം ഒരു ആദി കാരണത്തിൽ നിന്ന്, അതായത് ഉത്ഭവമില്ലാത്തതും മാറ്റമില്ലാത്തതുമായ ഒരു മൂലകാരണത്തിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് യുക്തിയുള്ളവർക്ക് ഉത്ഭവമില്ലാത്തതും നിത്യമായതും മാറ്റമില്ലാത്തതുമായ ദൈവത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുവാനേ തരമുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളും ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണ് കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം അതതിന്റെ ജോലികളുണ്ട്.
ഉപയോഗമില്ലാത്ത അവയവങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നവയ്ക്കും പ്രത്യേക ഉദ്ദേശമുണ്ടെന്നുള്ളത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷിജാലങ്ങളുടെയും ശരീരഘടന പഠിച്ചാൽ അവയൊന്നും യാദൃശ്ചികമായി ഇങ്ങനെ ആയി തീർന്നതല്ല എന്നും വളരെ ബുദ്ധിവൈഭവവും കലാബോധവുമുള്ള ഒരു സൃഷ്ടാവിന്റെ കരവിരുതാണവ എന്നും സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവം അവയുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്നും ശ്രദ്ധയുള്ളവനാണെന്നും കാണാം. ഭൂമി മനുഷ്യാധിവാസ യോഗ്യമായിരിക്കുന്നതും ഒരു പരമാധികാര ശക്തിയുടെ നിയന്ത്രണം കൊണ്ടും സംവിധാനം കൊണ്ടുമാണ്. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഇതര ഗോളങ്ങളിൽ നിന്നും ഭൂമിക്കുള്ള അകലം, ഭൂമിയുടെ ചരിവ്, ഭൂമിയിലെ വാതകങ്ങളുടെയും ഊഷ്മാവിന്റെയും മർദ്ദത്തിന്റെയും നില തുടങ്ങിയവ പഠിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവും പരിപാലകനും ഉണ്ടെന്നുള്ളത് സമ്മതിക്കാതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്ത നിരീശ്വരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രൊഫസർ ആന്റണി ഫ്ലൂ നാസ്തികവാദം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു. ലോകത്തിന്റെ സൃഷ്ടിക്ക് പിറകിൽ ഒരു ബുദ്ധികേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അംഗീകരിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിലെ വിശ്വാസങ്ങളാണെന്ന് പ്രൊഫസർ ഫ്ലൂ വ്യക്തമാക്കി. DNA ഗവേഷണത്തിന്റെ ഫലങ്ങളാണ് തന്റെ ഈ നിഗമനത്തെ കൂടുതൽ സ്വാധീനിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. അസാധാരണമായ വിധത്തിൽ അതീവ സങ്കീർണമായ രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന DNA ഏതോ ഒരു ബുദ്ധിയുടെ പ്രവർത്തന ഫലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ മതശാസ്ത്രീയ സിംപോസിയത്തിലാണ് പ്രൊഫസർ ഫ്ലൂ തന്റെ പുതിയ നിലപാട് പ്രഖ്യാപിച്ചത്. ഇത്രയും പ്രബലങ്ങളായ ന്യായങ്ങൾ ഉണ്ടായിട്ടും വളരെ ആളുകൾ നിരീശ്വരവാദം പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്താണ്? നിരീശ്വരവാദം പ്രബലപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒരു പങ്ക് ഈശ്വരവാദികൾക്കുമുണ്ട്. പ്രപഞ്ചത്തിലൂടെ മാത്രം ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവാരാധന ചെയ്യുവാൻ ആളുകൾ തയ്യാറായാൽ അസത്യജടിലമായ പലതിലും ചെന്നുപെടുവാൻ ഇടയായി. ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണമായ വെളിപ്പാടുകളിലൂടെ ദൈവത്തെ പരിജ്ഞാനത്തോടുകൂടെ ഗ്രഹിക്കുവാൻ കഴിയണം. പ്രകൃതിയിലൂടെ ദൈവം തന്നെക്കുറിച്ച് വളരെ മങ്ങിയ വെളിപ്പാട് മാത്രമേ നൽകിയിട്ടുള്ളൂ. യുക്തി ഉപയോഗിച്ച് വേണം അത് ഗ്രഹിക്കുവാൻ. എന്നാൽ ബൈബിളിലൂടെ ദൈവം തന്നെക്കുറിച്ച് കൂടുതൽ വെളിപ്പാടുകൾ രേഖയാക്കി നൽകി. ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് ചരിത്രത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ സംഭവങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തുവാണ് ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാട്. അദൃശ്യനായ ദൈവം നമുക്ക് ദൃശ്യനായി ഭവിക്കുവാൻ മനുഷ്യനായി തീർന്നതാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാ പ്രകൃതി ശക്തികളെയും നിയന്ത്രിച്ച് തന്റെ ദൈവത്വം തെളിയിച്ചത്. മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വന്ന ക്രിസ്തു മനുഷ്യന്റെ പാപമില്ലാത്ത തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതിന്റെ ശിക്ഷയേറ്റ് മരിച്ചു. മനുഷ്യന് പാപപരിഹാരം വരുത്തിയ ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അദൃശ്യനായി ഭൂമിയിൽ എവിടെയും ജീവിക്കുന്ന ക്രിസ്തുവിനോട് വിശ്വാസത്താൽ ബന്ധപ്പെടുമ്പോൾ ദൈവം നമ്മെ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം യാഥാർത്ഥ്യമായി തീരുന്നു. അവർക്ക് ദൈവത്തെ അനുഭവിച്ചറിയാം. പ്രകൃതിയിലൂടെ മാത്രം ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കേട്ടുകേൾവി അനുസരിച്ച് ദൈവത്തെ ഭജിക്കുന്ന കേവല ദൈവവിശ്വാസികളുടെ ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ധാരണ ആളുകളെ നിരീശ്വരവാദത്തിലേക്ക് തിരിച്ചില്ലെങ്കിലേ അത്ഭുതത്തിന് അവകാശമുള്ളൂ. കേവല ദൈവവിശ്വാസികളെ യഥാർത്ഥ ദൈവവിശ്വാസികളായി പരിഗണിക്കുന്നതാണ് നിരീശ്വരവാദികളുടെ പ്രമാദം. ദൈവത്തെ സംബന്ധിച്ച് ബൈബിൾ നൽകുന്ന വിശദീകരണം എന്താണ്? ദൈവത്തിന് വ്യക്തിത്വം ഉണ്ടെങ്കിലും മനുഷ്യന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാതെ വണ്ണം ദൈവം അദൃശ്യനാണ്. ദൈവത്തിന് സ്വാഭാവികമായും ധാർമ്മികമായും ഉള്ള ഗുണലക്ഷണങ്ങളുണ്ട്. സ്വാഭാവിക ഗുണലക്ഷണങ്ങൾ സർവ്വവ്യാപി, സർവജ്ഞാനി, സർവശക്തൻ തുടങ്ങിയവയാണ്. അവ മനുഷ്യന് പ്രാപിക്കാവതല്ല. ധാർമ്മിക ഗുണലക്ഷണങ്ങൾ ശുദ്ധി, നീതി, സ്നേഹം, കരുണ, കൃപ, ക്ഷമ തുടങ്ങിയവയാണ്. അവ മനുഷ്യന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാവുന്നതാണ്. ദൈവം പരിശുദ്ധനും നീതിമാനുമാകിയാൽ പാപം ചെയ്ത മനുഷ്യനെ ശിക്ഷിച്ചു. എന്നാൽ സ്നേഹവും കരുണയും കൃപയും കൂടെ ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളാകിയാൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു മാർഗം ഒരുക്കി. ദൈവം തന്നെ മനുഷ്യനായി തീർന്ന മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ സഹിച്ചു. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണം. ക്രിസ്തു സർവ്വവ്യാപിയായ ദൈവമായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് സർവ്വവ്യാപിയായി ജീവിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്നു. ദൈവനിഷേധം നാശമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് തുടർന്ന് നിങ്ങളെ ഇതിനോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കുന്നത്. അമേരിക്കൻ നാസ്തിക പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലായിരുന്നു വില്യം ജെ മുറെ. ഓസ്റ്റിൻ ആസ്ഥാനമായുള്ള സൊസൈറ്റി ഓഫ് സെപ്പറേഷനിസ്റ്റിന്റെ ദൈവനിഷേധ മാസികയുടെ പത്രാധിപരുമായിരുന്നു. 1975 ടെക്സാസിലെ നാസ്തിക കേന്ദ്രത്തിലൂടെ നാസ്തികവാദ രംഗത്ത് വന്ന വില്യം ജെ മുറെ ഒടുവിൽ ഒരു സത്യം തുറന്നു പറഞ്ഞു. എന്റെ ജീവിതത്തെ തകർത്തത് നാസ്തികവാദമാണ്. ദൈവനിഷേധം എന്റെ ജീവിതത്തെ നശിപ്പിച്ചു. ദൈവം എന്നോട് ഇടപെട്ടു. വളരെ വൈകിയെങ്കിലും ഞാൻ ദൈവത്തെ അനുസരിച്ചു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ഇന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവമായി മാറിയിരിക്കുന്നു. ജീവിതത്തിൽ അർത്ഥവും സമാധാനവും നൽകിയത് ക്രിസ്തുവാണെന്ന് മുറെ സമർത്ഥിച്ചു. 1982 മൈ ലൈഫ് വിത്തൌട്ട് ഗോഡ് എന്ന ആത്മകഥയിലൂടെ
മുറേ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സകലരും വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണിത്. വില്യം ജെ മുറേ, മൈ ലൈഫ് വിത്തൗട്ട് ഗോഡ്, 1982, നാഷ്വില്ല, USA. നിരീശ്വരൻ നിസ്സഹായൻ ആണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടെ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഈതർ അലൻ വലിയ നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ അയാളുടെ ഭാര്യ വലിയ ഭക്തമതിയായിരുന്നു. അവർക്ക് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൻ മകളെ നിരീശ്വരവാദം പഠിപ്പിച്ചപ്പോൾ അമ്മ അവളെ ഭക്തിമാർഗവും പ്രാർത്ഥനകളും പഠിപ്പിച്ചു. മകൾ ചെറുപ്പത്തിലെ രോഗിണിയായി, ക്യാൻസർ. അവൾ മരിക്കാറായപ്പോൾ അപ്പനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മരിക്കുവാൻ ഭയമാകുന്നു. അപ്പൻ്റെ കണ്ണു നിറഞ്ഞു. അവൾ വീണ്ടും പറഞ്ഞു, ഞാനിപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്, അപ്പനെയോ അതോ അമ്മയെയോ? നിരീശ്വരൻ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, അപ്പനെ വിശ്വസിക്കേണ്ട, മോളെ അമ്മയെ വിശ്വസിച്ചോളൂ. അപ്പോൾ നിനക്ക് മരിക്കുവാൻ ഭയമുണ്ടാകുകയില്ല. മകളുടെ ചോദ്യം അപ്പൻ്റെ നിരീശ്വരവാദത്തെ തകർത്തു കളഞ്ഞു. ഇന്ന് പരാമർശിക്കുന്നത് മതം, ബൈബിൾ എന്നീ വിഷയങ്ങളാണ്. പ്രാരംഭമായിട്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന അധ്യായത്തിൽ നിന്നുള്ള സംശയങ്ങളാണ് പരാമർശിക്കുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നത് ശരിയാണോ? മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് കൈപിടിച്ചാനയിക്കുവാൻ ഏതെങ്കിലും മതത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, മനുഷ്യന് വേണ്ട മൃതസഞ്ജീവനിയാണ്, അമൃതാണ്. മയങ്ങിക്കിടന്നിരുന്ന മനുഷ്യന്റെ മയക്കം മാറ്റുവാൻ അതിനെ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആളുകളെ സാക്ഷരരാക്കുവാനും ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി രോഗികളെ ശുശ്രൂഷിക്കുവാനും അനാഥരെയും ആലംബരെയും സംരക്ഷിക്കുവാൻ സാധു ജനപരിപാലനം നടത്തുവാനും മതത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വിസ്മരിക്കാവതല്ല. അതുകൊണ്ട് മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്നുള്ള നിർവചനം എല്ലാ മതത്തിനും യോജിച്ചതല്ല. കാണാത്ത ദൈവത്തെ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നവരാണെന്ന് പറയുമോ? കാണുന്നതേ വിശ്വസിക്കൂ എന്ന് പറയുന്ന യുക്തിവാദികളല്ലേ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നവർ? കൃത്യമായി സമയം അറിയുവാൻ ജ്യോതിശാസ്ത്രജ്ഞന്മാർ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ നിലയെയാണ് ആശ്രയിക്കാറുള്ളത്. മനുഷ്യനിർമ്മിതമായ ഏത് ഘടികാരത്തിനും നിസ്സാരമായിട്ടെങ്കിലും സമയഭേദമുണ്ടാകും. എന്നാൽ വാനഗോളങ്ങളുടെ നില സമയക്ലിപ്തത തെറ്റിക്കാറില്ല. ലോകത്തിലെ സകല വാച്ചുകൾക്കും ക്ലോക്കുകൾക്കും നിർമ്മാതാക്കളുണ്ടെന്ന് പറയുന്നവരിൽ പലരും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ കൂർമ്മബുദ്ധിയുള്ള നിർമ്മാതാവായ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കാറില്ല. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസികൾ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നു. സൃഷ്ടിയേക്കാൾ സൃഷ്ടാവ് ശ്രേഷ്ഠനായിരിക്കണം. സൃഷ്ടി സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടതും. മനുഷ്യൻ പലതും നിർമ്മിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം പ്രവർത്തിക്കുവാൻ മനുഷ്യ സഹായം വേണം. മനുഷ്യ ബുദ്ധിയേക്കാൾ കുറഞ്ഞ ബുദ്ധിക്ക് മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ കഴിയുകയില്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള സൃഷ്ടാവായ ദൈവത്തിനു മാത്രമേ ഇത്ര ബുദ്ധിയുള്ള മനുഷ്യനെ രൂപപ്പെടുത്താനാവൂ. അതുകൊണ്ടാണ് ദൈവവിശ്വാസികൾ മനുഷ്യൻ ഏകകോശ ജീവിയിൽ നിന്നോ കുരങ്ങിൽ നിന്നോ പരിണമിച്ചുണ്ടായി എന്ന് വിശ്വസിക്കാത്തത്. എന്നാൽ യുക്തി ഉപയോഗിക്കാത്ത പരിണാമവാദികൾ മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവവിശ്വാസികളല്ല യുക്തി ഉപയോഗിക്കാത്തവർ. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യമില്ലാത്ത ഭീരുക്കളല്ലേ ദൈവവിശ്വാസം എന്ന അന്ധവിശ്വാസത്തിൽ ആശ്രയിക്കുന്നത്? അല്ല, ദൈവവിശ്വാസികൾ ധീരന്മാരാണെന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. അനേക രാജ്യങ്ങൾക്കും ജനതകൾക്കും സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ധീരന്മാർ ദൈവവിശ്വാസികളായിരുന്നു. സാഹസികങ്ങളായ ശാസ്ത്രീയ പര്യവേക്ഷണങ്ങളിലൂടെ മനുഷ്യരാശിക്ക് വലിയ കണ്ടുപിടുത്തങ്ങൾ സമ്മാനിച്ച ശാസ്ത്രജ്ഞന്മാരിലധികവും ദൈവവിശ്വാസികളായിരുന്നു. ചന്ദ്രനെ കീഴടക്കിയവരും ശൂന്യാകാശ പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്നവരുമായ സാഹസികരായ ശാസ്ത്രജ്ഞന്മാരിൽ ധാരാളം ദൈവവിശ്വാസികളുമുണ്ട്. ഭീരുക്കളുടെ ആശ്രയ കേന്ദ്രമാണ് ദൈവവിശ്വാസം എന്നുള്ളത് ശരിയല്ല. എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാണ്. ശാസ്ത്രം വളരും തോറും എങ്ങനെയാണ് ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കപ്പെടുന്നത്? ആറ്റം വിഭജിക്കപ്പെടും അഥവാ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വാക്യം സത്യമാണെന്ന് ലോകം ഗ്രഹിക്കുവാൻ 19 നൂറ്റാണ്ടുകൾ വേണ്ടിവന്നു. ഭൂമി ഗോളമാണെന്ന് ബൈബിൾ പറയുന്നു. ആ സത്യം ശാസ്ത്രം ഗ്രഹിച്ചിട്ട് നാളുകളേറെ ആയിട്ടില്ല. മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ബൈബിളിലേത് രേഖപ്പെടുത്തപ്പെട്ടിരുന്നു.
ആധുനിക നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ പഠനവും പുരാവസ്തു ഗവേഷകന്മാരുടെ പഠനവും ശാസ്ത്രജ്ഞന്മാരുടെ പഠനവും എല്ലാം ബൈബിൾ എത്രയും സത്യമാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രം വളരും തോറും ബൈബിൾ സത്യമാണെന്ന് കൂടുതൽ തെളിയിക്കപ്പെടും. ബൈബിളിലെ ദൈവമാണ് സത്യദൈവമെന്നും ബൈബിളിലെ പ്രമാണങ്ങളായിരിക്കണം മനുഷ്യന് പ്രമാണങ്ങളായിരിക്കേണ്ടതെന്നും പറയുന്നത് യുക്തിയുണ്ടോ? ഉണ്ട്. ദൈവം അരുളി ചെയ്യുന്നു എന്നുള്ള പ്രയോഗങ്ങളാണ് ബൈബിളിൽ ഉടനീളം കാണുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിൾ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണകളല്ല എന്നും മറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുകളാണെന്നും മനസ്സിലാക്കാം. ബൈബിളിലെ സാൻമാർഗിക തത്വങ്ങളും ദൈവിക ഗുണലക്ഷണങ്ങളും മനുഷ്യ തത്വങ്ങളെയും മാനുഷ ഗുണലക്ഷണങ്ങളെയും കാൾ സമുന്നതമാണ്, അമാനുഷികവും ദിവ്യവുമാണ്. ബൈബിളിലെ ദൈവമാണ് സത്യദൈവമെന്നും ബൈബിളാണ് മനുഷ്യന്റെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടതെന്നും യുക്തിപൂർവ്വം വിശ്വസിക്കുവാൻ ഇവ ധാരാളം മതി. ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം ദുഷ്ടന്മാരെ ശിക്ഷിച്ച കാര്യങ്ങളും തന്റെ ഭക്തന്മാരെ അത്ഭുതകരമായി വിടുവിച്ച കാര്യങ്ങളും ബൈബിളിൽ കാണാം. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും അതിന് സത്യസന്ധതയുണ്ട്. സൃഷ്ടാവും രക്ഷിതാവും നീതിമാനും സ്നേഹവാനുമായ ദൈവം മനുഷ്യനായി അവതരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നൂറുകണക്കിന് പ്രവചനങ്ങൾ ബൈബിളിലെ പഴയ നിയമ ഭാഗമായ 39 പുസ്തകങ്ങളിലുണ്ടായിരുന്നു. അവയുടെ നിവൃത്തിക്കായി ഭൂമിയിൽ അവതരിച്ച ദൈവമത്രേ ക്രിസ്തു. പ്രവചന നിവർത്തിക്കായി കൃത്യമായ സ്ഥലത്ത് കന്യകയിൽ നിന്ന് പുരുഷബന്ധം കൂടാതെയുള്ള നിസ്തുല്യമായ ജനനം കൊണ്ടും സ്നേഹവും നീതിയും ശക്തിയും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം കൊണ്ടും നിസ്തുല്യമായ മരണ പുനരുത്ഥാന സ്വർഗാരോഹണം കൊണ്ടും ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഫടികസ്ഫുടമായി വ്യക്തമാക്കപ്പെട്ടു. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിത പരിവർത്തനം സംഭവിച്ച ലക്ഷോപലക്ഷങ്ങൾ ബൈബിളിലെ ദൈവമായ ക്രിസ്തുവാണ് സത്യദൈവം എന്നുള്ളതിന്റെ യുക്തിപൂർവമായ തെളിവ് നൽകുന്നതാണ്. ബൈബിളിലെ ദൈവമായ ക്രിസ്തു മരിച്ചു എന്നുള്ളത് എങ്ങനെ യുക്തിക്ക് ചേരും? അതും യുക്തിക്ക് ചേരുന്നതാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതിനാൽ മരിക്കുവാൻ കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിന്റെ മരണത്തെ വിലയുള്ളതാക്കി തീർക്കുന്നു. രണ്ടാമത്, ക്രിസ്തു മരിക്കണം എന്നുള്ളത് ദൈവനീതിയുടെ നിവൃത്തിക്കും ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിക്കും ആവശ്യമായിരുന്നു. പാപികളായ മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രതിപകരമായി മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തതാണ് ക്രിസ്തുവിന്റെ മരണം. ഇനി ആരും പാപനിമിത്തം ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ ദൈവം ക്രിസ്തുവിലൂടെ മാർഗമൊരുക്കി. ആ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിക്കുന്നവർക്കും പാപമോചനവും ശിക്ഷാവിമുക്തിയും അനുഭവവേദ്യമാകും. ഈ വിഷയം സംബന്ധിച്ച് അല്പം ചില വിശദീകരണങ്ങൾ കൂടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, മനുഷ്യന്റെ മനംമാറ്റം എന്ന വിഷയം. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അവനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ നമുക്ക് പാപമോചനം നൽകുന്നു. ഈ പാപമോചന ഫലം നമ്മുടെ ബാഹ്യ ആഭ്യന്തര ജീവിതത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. പാപമോചനം ലഭിച്ചിരിക്കുന്നുവെന്ന് അന്ധക്കരണ സാക്ഷ്യം ഉണ്ടാകുന്നു. റോമർ 8:16. 2, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടാകുന്നു. 1 കൊരിന്ത്യർ 5:17. ഈ മാറ്റം പ്രത്യക്ഷമാണ്. ഇത് മതം മാറ്റമല്ല, മനം മാറ്റവും പാപങ്ങളിലും തെറ്റുകളിലും നിന്നുള്ള മാറ്റവുമാണ്. പവിത്ര ജീവിതത്തിനുള്ള ഉദ്ബോധനം ഇത് മുഖാന്തരം ലഭിക്കുന്നു. 1 യോഹന്നാൻ 2:27, യോഹന്നാൻ 16:13. കൂടാതെ രക്ഷ അഥവാ നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. റോമർ 8:16, 1 യോഹന്നാൻ 5:13, 3:14, റോമർ 10:9-10 എന്നീ വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തുവിനെ ഒരു മതസ്ഥാപകനോ മറ്റോ ആയി കാണുവാനുള്ള ശ്രമം അവനെ അറിയാതിരിക്കുവാനുള്ള ശ്രമമാണ്. ഒരു മതസ്ഥാപകനോ രാഷ്ട്രസ്ഥാപകനോ തത്വചിന്തകനോ അല്ലാത്ത യേശുക്രിസ്തു, ഒരു സത്യാന്വേഷകനോ തീർത്ഥാടകനോ അല്ലാത്ത യേശുക്രിസ്തു, മതത്തിന്റെ പ്രതീക്ഷയായ രക്ഷകനും തത്വചിന്ത തേടുന്ന ജ്ഞാനവും സത്യാന്വേഷകനെ തൃപ്തിപ്പെടുത്തുന്ന സത്യവും തീർത്ഥാടകന് പുണ്യം നൽകുന്ന പുണ്യതീർത്ഥവുമായ യേശുക്രിസ്തു, മനുഷ്യവർഗത്തിനും ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ജഡം ധരിച്ചു വന്ന ദൈവവും മനുഷ്യരെ പാപപരിഹാരം നൽകി രക്ഷിക്കുന്ന രക്ഷകനും ആകുന്നുവെന്ന് ബൈബിൾ തറപ്പിച്ച് പറയുന്നു. അടുത്തതായി, ബൈബിൾ ദൈവവചനമോ എന്ന വിഷയം സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ബൈബിളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടി വിവരം സത്യമാണെന്നുള്ളതിന്റെ ബാഹ്യ തെളിവുകൾ വല്ലതുമുണ്ടോ?
ബൈബിളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യവും കെട്ടുകഥയല്ലെന്ന് തെളിയിക്കത്തക്ക പുരാവസ്തു ഗവേഷണ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ബൈബിളിലെ സൃഷ്ടി വിവരത്തോട് യോജിക്കുന്ന വിശ്വാസമായിരുന്നു BC 4000 ജീവിച്ചിരുന്ന സുമേറിയരുടെ വിശ്വാസമെന്ന് പുരാവസ്തു ഗവേഷണം തെളിയിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ആദ്യത്തെ സംസ്കാരം സുമേറിയൻ സംസ്കാരമായിരുന്നുവല്ലോ. BC 700 ജീവിച്ചിരുന്ന ഹമ്മുറാബിയുടെ കാലത്ത് എഴുതപ്പെട്ട സൃഷ്ടി വൃത്താന്തമാണ് ബാബിലോണ്യരുടെ വിശ്വാസമായിരുന്നത്. 7 കളിമൺ പലകകളിൽ 1000 വരികളിലായി രേഖപ്പെടുത്തിയിരുന്ന സൃഷ്ടി വൃത്താന്തം 7 ദിവസത്തെ സൃഷ്ടികർമ്മ വിശദീകരണത്തോട് സമാന്തരമാണ്. ബാബിലോണ്യ വിശ്വാസം ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതവും കെട്ടുകഥകൾ നിറഞ്ഞതുമാണ്. വിവിധ ജനവിഭാഗങ്ങൾക്ക് വിവിധ നിലയിലുള്ള വെളിപ്പാടുകൾ ദൈവം നൽകിയതല്ല, മറിച്ച് ആദിമകാലത്ത് ജനം ഒരു കൂട്ടം മാത്രമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അടിസ്ഥാന വിശ്വാസത്തോട് കെട്ടുകഥകൾ കൂട്ടിച്ചേർത്ത് ഓരോ മതവിശ്വാസങ്ങൾ, ഓരോ ജനപദങ്ങൾ ക്രോഡീകരിച്ച് കാലങ്ങൾ കൊണ്ട് അവയ്ക്ക് രൂപഭേദങ്ങൾ വന്നു. മിക്കവാറും എല്ലാവരും ബൈബിളിലെ സൃഷ്ടി വൃത്താന്തത്തിന് സമാന്തരമായ വിശ്വാസം പുലർത്തുന്നതുകൊണ്ട് ബൈബിളാണ് മൂല്യമെന്ന് സമർത്ഥിക്കാം. മറ്റേതൊരു കാലത്തേക്കാളും വായനാശീലം വളർന്നിട്ടുള്ള ഈ കാലത്ത് അശ്ലീല സാഹിത്യങ്ങളും പൈങ്കിളി സാഹിത്യങ്ങളും വളരെ പെരുകുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന സാഹിത്യം ഏതാണ്? സമൂഹത്തെ ദോഷത്തിലേക്ക് തിരിപ്പിക്കുന്ന സാഹിത്യങ്ങൾ പെരുകുന്നുണ്ടെങ്കിലും ബൈബിൾ തന്നെയാണ് ഏറ്റവും വിറ്റഴിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും. ബൈബിളും അതിനോട് ബന്ധപ്പെട്ട സാഹിത്യമാണ് കൂടുതൽ പ്രചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ബൈബിൾ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്? ലോകത്തിലെ എല്ലാ തരത്തിലുംപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾക്കും ബൈബിൾ പരിഹാരി ആയതുകൊണ്ടാണ് ഇത്രയേറെ വായനക്കാർ ബൈബിളിനുണ്ടായത്. ഒരു ലോക വീക്ഷണമാണ് ബൈബിളിനുള്ളത്. ബൈബിൾ ആർക്കും വായിക്കുവാൻ തക്കവണ്ണം ലളിതമാണത്. 2000-ലധികം ഭാഷകളിൽ ബൈബിൾ ലഭ്യവുമാണ്. ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയവർ അവരുടെ ആശയങ്ങളല്ല എഴുതിയത് എന്നുള്ളതിന് എന്താണ് തെളിവ്? ദൈവം അരുളി ചെയ്യുന്നതാണ് ബൈബിളിലെ എല്ലാ പുസ്തകത്തിലെയും പ്രതിപാദ്യം. എനിക്ക് തോന്നുന്നതെന്നോ എൻ്റെ അഭിപ്രായമെന്നോ അല്ല ദൈവം അരുളി ചെയ്യുന്നത് എന്നാണ് എഴുത്തുകാർ എഴുതിയത്. മനുഷ്യനാണ് ബൈബിളിന് രൂപം നൽകിയിരുന്നെങ്കിൽ എഴുത്തുകാർ തങ്ങളുടെ തെറ്റുകളെ മൂടി വയ്ക്കുമായിരുന്നു. എന്നാൽ എഴുത്തുകാരുടെ തെറ്റുകളും ബൈബിൾ തുറന്ന് കാട്ടുന്നതുകൊണ്ട് ബൈബിൾ കേവലം മനുഷ്യ കൃതിയല്ലെന്ന് മനസ്സിലാക്കാം. ശാസ്ത്രീയമായ ജ്ഞാനം തീരെ ഇല്ലാതിരുന്ന പൂർവ്വകാലങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ബൈബിളിൽ ആധുനിക ശാസ്ത്രത്തെ പോലും അമ്പരപ്പെടുത്തുന്ന ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ടെന്നുള്ളതും സർവജ്ഞാനിയായ ദൈവത്തിന്റെ വെളിപ്പാടുകളാണ് ബൈബിൾ എന്ന് ഉള്ളതിന്റെ തെളിവാണ്. ആദ്യ പുസ്തകം എഴുതുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന മനുഷ്യോൽപത്തി, പ്രപഞ്ചോൽപത്തി തുടങ്ങിയവയും അവസാന പുസ്തകം എഴുതുന്നതിന് ശേഷം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് സംഭവിക്കേണ്ട ക്രിസ്തുവിന്റെ പുനരാഗമനം, ലോകാവസാനം, ദൈവരാജ്യം തുടങ്ങിയവയും കേവലം മനുഷ്യർ എഴുതിയത് അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവവചനം ആയതുകൊണ്ടാണ്. ബൈബിൾ മാത്രമാണ് ദൈവവചനം എന്നെങ്ങനെ സമർത്ഥിക്കാം? ഇത്രമാത്രം ശാസ്ത്രത്തോടും ചരിത്രത്തോടും നിരക്കുന്ന ബൈബിൾ പഠിച്ചാൽ നാം അത്ഭുതപ്പെടും. പൂർവാപര വിരുദ്ധമായ പ്രസ്താവനകൾ ബൈബിളിലില്ല. ദിവ്യമായ ഗുണലക്ഷണങ്ങളോടുകൂടി ദൈവത്തെ കണ്ടെത്തിയവർക്കുണ്ടാകുന്ന ജീവിത പരിവർത്തനം ബൈബിളിന്റെ ദൈവിക ആധികാരിത്വത്തിന് തെളിവാണ്. ബൈബിളിലെ ധാർമ്മിക പ്രമാണങ്ങൾ നിസ്തുല്യമാണ്. ലോക സംസ്കാരത്തിനുമേൽ മറ്റേതൊരു ഗ്രന്ഥത്തെക്കാളും സ്വാധീനം ചെലുത്തുവാൻ ബൈബിളിന് കഴിഞ്ഞിട്ടുള്ളതും നോക്കിയാൽ ബൈബിൾ ദൈവവചനമെന്ന് കാണുവാൻ കഴിയും. അവസാനമായി ദൈവം മനുഷ്യാവതാരം ചെയ്യുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനമായും ചരിത്രമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ മാത്രമാണ്. ബൈബിൾ പൂർണ്ണമാണോ? അതിലിനി ഒന്നും ചേർക്കുവാനില്ലേ? 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ പൂർണ്ണമാണ്. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ലാത്ത തരത്തിൽ അത് പൂർണ്ണമാണെന്ന് ബൈബിൾ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ബൈബിൾ മനുഷ്യജീവിതത്തിന്റെ പ്രമാണമാണ്, അടിസ്ഥാനമാണ്. കാലാകാലങ്ങളിൽ അടിസ്ഥാനം വ്യത്യാസപ്പെടുത്താവുന്നതല്ല. യേശുക്രിസ്തു മൂലമുള്ള രക്ഷാമാർഗത്തിന്റെ പശ്ചാത്തലമാണ് പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ 39 പുസ്തകങ്ങൾ. രക്ഷാമാർഗം ആവിർഭവിച്ചതിന്റെ ചരിത്രമാണ് പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ. രക്ഷാസന്ദേശത്തിന്റെ പ്രചരണവും അപ്പോസ്തലന്മാരുടെ ജീവിത മാതൃകയുമാണ് അപ്പോസ്തല പ്രവർത്തികൾ. ക്രിസ്തു വിശ്വാസികൾ അനുസരിക്കേണ്ട ഉപദേശങ്ങളും ആചാരങ്ങളും
21 ലേഖനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിശ്വാസികളുടെയും അല്ലാത്തവരുടെയും ഭാവി പ്രവചനങ്ങളാണ് വെളിപ്പാട് പുസ്തകം. ലോകാവസാനം വരെയുള്ള സകല വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ബൈബിൾ പൂർണ്ണമാണ്. ബൈബിളിന്റെ അതുല്യതയ്ക്ക് ശ്രദ്ധേയമായ കാരണങ്ങൾ ഏതൊക്കെയാണ്? ബൈബിളിന്റെ അതുല്യതയെ എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് ബൈബിളിനെ കുറിച്ച് അതിൽ കുറവായി താങ്കൾ വിചാരിക്കുന്നുവെങ്കിൽ അത് അപ്രസക്തമാണെന്നേ വരൂ. കാരണം ബൈബിളിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥമില്ല എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, രാജാക്കന്മാർ മുതൽ കൃഷിവലന്മാർ വരെ ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട തികച്ചും വ്യത്യസ്തരായ 40 എഴുത്തുകാരാൽ ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ട വിശിഷ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. രണ്ടാമതായി, പ്രധാനമായും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ചാണ് ബൈബിൾ എഴുതപ്പെട്ടിട്ടുള്ളത്. രാജകൊട്ടാരം, കാരാഗ്രഹം, മരുഭൂമികൾ, മലഞ്ചെരിവുകൾ എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ വെച്ചാണ് ഈ മഹത് ഗ്രന്ഥത്തിന്റെ വിവിധ ഭാഗങ്ങൾ എഴുതിയത്. മൂന്നാമതായി, യുദ്ധം, സങ്കടം, നിരാശ, ഉത്സവം, സന്തോഷം, സമാധാനം എന്നിങ്ങനെ ജീവിതത്തിന്റെ ആനുകൂലവും പ്രതികൂലവുമായ സന്ദർഭങ്ങളിൽ ആണ് എഴുത്തുകാർ ബൈബിൾ എഴുതിയത് എന്ന കാര്യം എത്രയും വിചിത്രമായി തോന്നാം. നാലാമതായി, എബ്രായ, ഗ്രീക്ക്, അരാമിക് എന്നീ വ്യത്യസ്തങ്ങളായ 3 ഭാഷകളിലാണ് ബൈബിളിന്റെ മൂലഗ്രന്ഥം എഴുതപ്പെട്ടിട്ടുള്ളത്. 5, പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിലും അനുവാചകരുടെ കാര്യത്തിലും ബൈബിൾ ഇതര ഗ്രന്ഥങ്ങളെ മുന്നിട്ട് നിൽക്കുന്നു. ആറാമതായി, ബൈബിളിനെ നശിപ്പിക്കുവാൻ പ്രത്യക്ഷമായും പരോക്ഷമായും പരിശ്രമിച്ചിട്ടുള്ളവർ വളരെയാണ്. റോമൻ ചക്രവർത്തിമാരുടെ കാലത്തും അടുത്ത കാലത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ബൈബിളിനെ തീയിലിട്ട് നശിപ്പിക്കുകയും നിയമം കൊണ്ട് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. എങ്കിലും എതിരാളികളുടെ ഇത്ര തീവ്രമായ ആക്രമണങ്ങളെ അതിജീവിക്കുവാൻ ബൈബിളിനെ പോലെ മറ്റൊരു ഗ്രന്ഥത്തിനും കഴിഞ്ഞിട്ടില്ല. ബൈബിൾ ദൈവനിശ്വസ്തമാണ് എന്ന് പറയാൻ കാരണമെന്ത്? അതിനർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു കൃതിയെക്കുറിച്ച് അത് വിശ്വാസയോഗ്യമാണ് എന്ന് പറയുവാൻ കഴിഞ്ഞാലും ആ കൃതി ദൈവനിശ്വസ്തമാണ് എന്ന് പറയാവതല്ല. പക്ഷേ ബൈബിൾ ദൈവനിശ്വസ്തമാണ്. കാരണം, 1, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിച്ചാൽ പല എഴുത്തുകാരാണെങ്കിലും വൈവിധ്യമുള്ള നൂറുകണക്കിന് വിഷയങ്ങൾ യാതൊരുവിധ വൈരുദ്ധ്യമോ പൊരുത്തക്കേടുകളോ ഇല്ലാതെ എഴുതിയിരിക്കുന്നത് കാണാം. പല എഴുത്തുകാരാൽ പല സ്ഥലങ്ങളിൽ വിവിധ കാലയളവിൽ എഴുതപ്പെട്ടതിനാൽ ആശയങ്ങളുടെ ഐകരൂപ്യം ക്ഷിപ്രസാധ്യമല്ല. എഴുത്തുകാർ പലരായിരുന്നിട്ടും പല കാലയളവിൽ പല സ്ഥലത്ത് വെച്ച് എഴുതപ്പെട്ടിട്ടും ആശയങ്ങൾ യഥോചിതം ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ഇത് സ്വാഭാവികമായിട്ടോ യാദൃശ്ചികമായിട്ടോ സംഭവിച്ച കാര്യമല്ല. സ്വർഗസ്ഥനായ ദൈവം മനുഷ്യരെ കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി എഴുതിച്ച ദൈവത്തിന്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ എന്നാണ് ഇക്കാര്യം തെളിയിക്കുന്നത്. രണ്ടാമതായി, ബൈബിൾ നിശ്വസ്തമാണെങ്കിൽ ബൈബിൾ തന്നെ അക്കാര്യം തെളിയിക്കട്ടെ. വെറുതെ ഒരു അവകാശവാദം മുഴക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇരമ്യാവിനുണ്ടായ ദൈവത്തിന്റെ അരുളപ്പാട്, ഇരമ്യാവ് 1:12, 13:1, 14:1 ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ബൈബിളിൽ ഉടനീളം കാണാം. 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 തിമോത്തിയോസ് 3:14-17 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ബൈബിളിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടെ ഇതിനോടനുബന്ധിച്ച് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബൈബിൾ ഗിന്നസ് ബുക്കിൽ മെഷീൻ ഉപയോഗിച്ച് അച്ചടിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ആണ് ബൈബിൾ. അങ്ങനെ അച്ചടിച്ച് ഇന്നും അവശേഷിക്കുന്ന 21 ഗുട്ടൻബർഗ് ബൈബിളുകളിൽ 1 വിറ്റഴിക്കപ്പെട്ടതിലേക്കും വിലയുള്ള ഗ്രന്ഥമാണ്. അതിന് 1978 ലേലത്തിൽ 12,65,000 പൗണ്ട് ലഭിക്കുകയുണ്ടായി. ലോകത്തിൽ ഏറ്റവും അധികം കോപ്പികൾ വിതരണം ചെയ്യപ്പെട്ട ബൈബിൾ 1815-നും 1975-നും ഇടയിൽ 250 കോടി കോപ്പികൾ വിതരണം ചെയ്തു. ബൈബിൾ ഒരു അത്ഭുത ഗ്രന്ഥം തന്നെ. 2000-ലധികം ഭാഷകളിലേക്ക് വേദപുസ്തകം തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൈബിളിനുള്ള അതുല്യ ബഹുമതികൾ അതിൻ്റെ പുരോഗതിക്ക് നിദർശനമാണ്. ബൈബിൾ ലോകത്തിൽ ആദ്യമായി തർജ്ജിമ ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ്. ബൈബിൾ ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ്.
ബൈബിൾ ചന്ദ്രനിൽ ആദ്യമായി കൊണ്ടുപോകപ്പെട്ട ഗ്രന്ഥമാണ്. ബൈബിൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥവുമാണ്. ബൈബിൾ ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. ബൈബിൾ ഏറ്റവും വിലക്കുറവിന് ലഭിക്കുന്ന ഗ്രന്ഥം. ബൈബിൾ ഏറ്റവും അധികം സംഖ്യയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഗ്രന്ഥം. ഗുട്ടൻബർഗ് ബൈബിൾ $1,65,00,000. ബൈബിൾ ഏറ്റവും വലിയതും ഏറ്റവും ചെറിയതുമായ ഗ്രന്ഥമാണ്. ബൈബിൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. ബൈബിൾ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഗ്രന്ഥമാണ്. ബൈബിളാണ് ലോകത്തിൽ എവിടെയും സുലഭമായിരിക്കുന്ന ഏക ഗ്രന്ഥം. ബൈബിൾ ഏറ്റവും കൂടുതൽ ആളുകളെ രൂപാന്തരപ്പെടുത്തിയ ഗ്രന്ഥവുമാണ്. മാത്രവുമല്ല, മിഷണറിമാരെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ മിഷണറിമാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അത്തരക്കാർ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ഭാരതത്തിലേക്ക് വരട്ടെ. ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ടുവരിക. അത് സമുദായ ഹൃദയത്തിൽ തന്നെ വ്യാപരിക്കട്ടെ. ഭാരതത്തിൻ്റെ ഏത് ഗ്രാമത്തിലും ഏത് കോണിലും അവിടുന്ന് ഉപദേശിക്കട്ടെ എന്ന് സ്വാമി വിവേകാനന്ദൻ വിദേശത്തെ ക്രൈസ്തവ സമൂഹത്തോട് ആവശ്യപ്പെട്ടു. ക്രിസ്തു ദർശനത്തോട് ഇന്ത്യ എതിരല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇരുളടഞ്ഞ രാജ്യമാണ് ഇന്ത്യ എന്ന് പ്രചരിപ്പിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. നിങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങുക എന്നാണ് അമേരിക്കയിലെ ക്രിസ്ത്യാനികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7ാം ഭാഗം 1963 പ്രിന്റ് ചെയ്തത്. പേജ് 439. യേശുക്രിസ്തു ദൈവമാണോ? ആദിമനുഷ്യനെ ദൈവം കെണിയിൽ വീഴ്ത്തിയോ? എന്നിത്യാദി സംശയങ്ങൾക്കുള്ള നിവാരണമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. പ്രാരംഭമായിട്ട് യേശുക്രിസ്തു ദൈവമാണോ എന്നുള്ള വിഷയം സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താം. യേശു മനുഷ്യാവതാരം ചെയ്തപ്പോൾ ദൈവമല്ലാതായി തീരുകയായിരുന്നു. അല്ല, തന്റെ ദൈവത്വം ഒരു മനുഷ്യത്വത്തിൽ ഒതുക്കുകയായിരുന്നു. ഒരു ശരീരത്തിൽ സമ്പൂർണ്ണ ദൈവത്വവും മനുഷ്യത്വവും അതായിരുന്നു യേശുക്രിസ്തു. പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലേ? അത് പുത്രന്റെയും പിതാവ് ആയതുകൊണ്ടല്ലേ? ഒരാൾക്ക് പിതൃത്വം മറ്റേയാൾക്ക് പുത്രത്വവുമല്ലേ ഉള്ളത്? അതുകൊണ്ട് അവർക്ക് എങ്ങനെ ഒരുപോലെ ദൈവത്വം ഉണ്ടായിരിക്കും? പുത്രൻ പിതാവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുള്ളതുപോലെ പിതാവ് പുത്രനെയും ദൈവം എന്ന് വിളിച്ചിട്ടുള്ളതായി കാണാം. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വ്യക്തമായ രേഖ ഉണ്ടുതാനും. ഒരേ നിലയിൽ ദൈവത്വമുള്ള 3 ആളത്വങ്ങളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവരുടെ ദൈവത്വത്തിന് വ്യത്യാസമുണ്ടായിരുന്നെങ്കിൽ 3 ദൈവങ്ങൾ ആകുമായിരുന്നു. ഒരേ ദൈവത്വവും ശക്തിയും ആയതുകൊണ്ടാണ് ഏക ദൈവത്തിലെ 3 ആളത്വങ്ങളായിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പേരുകൾ നമുക്ക് മനസ്സിലാക്കാവുന്ന പദപ്രയോഗങ്ങൾ എന്നേ ഉള്ളൂ. സ്നേഹത്തോടും കരുതലിനോടും ബന്ധപ്പെട്ട പേരാണ് പിതാവ് എന്നുള്ളത്. അനുസരണത്തോടും ശുശ്രൂഷയോടും ബന്ധപ്പെട്ട പേരാണ് പുത്രൻ എന്നുള്ളത്. പരിശുദ്ധിയോടും അദൃശ്യാവസ്ഥയോടും ബന്ധപ്പെട്ട പേരാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. മനുഷ്യരക്ഷയ്ക്കായി മനുഷ്യപുത്രനായി ജനിക്കുവാൻ ക്രിസ്തു തയ്യാറായതുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യേശുക്രിസ്തുവിന് ജാതൻ, ഏകജാതൻ, ആദിജാതൻ തുടങ്ങിയ വിശേഷണങ്ങളുണ്ട്. പുറപ്പെട്ടു പോന്നവൻ എന്ന അർത്ഥമാണ് ജാതൻ എന്നുള്ളതിനുള്ളത്. ഏകജാതൻ എന്നുള്ളത് സ്നേഹാധിക്യത്തിന്റെ പാത്രം എന്ന അർത്ഥത്തിലും, ആദ്യജാതൻ എന്നുള്ളത് ഇസ്രയേലിലെ ആദ്യജാതന്മാർക്ക് പൗരോഹിത്യം, രാജ്യത്വം, പ്രഭുത്വം, ഇരട്ടി സ്വത്ത്, വിശേഷ വസ്ത്രം തുടങ്ങിയ പദവികൾ ഉള്ളതുപോലെ പദവിയെയും അധികാരത്തെയും കാണിക്കുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തിന് എങ്ങനെ മനുഷ്യനായി ജീവിക്കാനാവൂ? മനുഷ്യത്വം പാപചിന്തയും പാപ സ്വഭാവവും പാപപ്രവൃത്തിയും ഉള്ളതല്ലേ? യഥാർത്ഥ മനുഷ്യത്വം പാപമുള്ളതല്ല. ആദിമനുഷ്യനായ ആദാമിനെ പാപിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഹൗവയിലും പാപം ഇല്ലായിരുന്നു. ആ അവസ്ഥയിൽ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവരിലും പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ആദാമിനും ഹൗവയ്ക്കും മക്കൾ ഉണ്ടാകും മുമ്പേ അവർ ദൈവകൽപ്പന ലംഘിച്ച് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നു. കൽപ്പനാ ലംഘനത്താൽ പാപികളായി. അവരുടെ സന്തതി പരമ്പരകളും പാപികളായി. പുരുഷബന്ധമുള്ള ഒരു ശരീരത്തിലായിരുന്നുവെങ്കിൽ പരിശുദ്ധ ദൈവമായ ക്രിസ്തുവിന് വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. ആദമിന്റെയും ഹൗവയുടെയും ശരീരം ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചതുപോലെ ക്രിസ്തുവിന് സ്വർഗീയമായ ഒരു ശരീരം പുരുഷബന്ധം കൂടാതെ ദൈവം ഒരുക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ ശരീരം ഏതെങ്കിലും പുരുഷന്റെയോ കന്യകാ മറിയത്തിന്റെയോ ഭാഗം ആയിരുന്നില്ല. തികച്ചും സ്വർഗീയം ആയിരുന്നു. അതുകൊണ്ട് അതിൽ പാപമില്ല. പാപമില്ലാത്ത മനുഷ്യത്വത്തിലാണ് ദൈവം വന്ന് വസിച്ചത്. ക്രിസ്തു സമ്പൂർണ്ണ ദൈവവും പാപമില്ലാത്ത മനുഷ്യനും കൂടെ ആയിരുന്നിട്ട് എന്തുകൊണ്ടാണ് മരിക്കുവാൻ ഇടയായത്? ക്രിസ്തു മരിക്കുവാനാണ് ഭൂമിയിൽ അവതരിച്ചത്.
മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. ക്രിസ്തു പരിശുദ്ധനാകിയാൽ നമുക്ക് പ്രായശ്ചിത്തത്തിനായി നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിന്മേൽ ഏറ്റെടുക്കുവാൻ കഴിയുമായിരുന്നു. നമ്മുടെ പാപങ്ങളെ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു അതിന്റെ ശിക്ഷയായ ശാരീരിക മരണവും ആത്മീയ മരണവും ക്രൂശിൽ വെച്ച് അനുഭവിച്ചു. ക്രിസ്തു തന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തി. ക്രിസ്തുവിന്റെ മരണമാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം. ക്രിസ്തു മരിക്കുവാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ദൈവത്തിന് ആരെയും ഒരു കാലത്തും രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. ക്രിസ്തുവിന്റെ മരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കാലത്തും ദൈവം ആളുകളെ തന്നോട് നിരപ്പിച്ച് പോരുന്നത്. ക്രിസ്തുവിന്റെ മരണത്തെ നമുക്ക് പകരം ദൈവം അംഗീകരിച്ചതിന് തെളിവായി മൂന്നാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു പാപമില്ലാത്ത വെറുമൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ സകല മനുഷ്യന്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ കഴിയുമായിരുന്നില്ല. പാപമില്ലാത്ത വെറുമൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ അവൻ മരിക്കുന്നതും ദൈവമുമ്പിൽ നീതിയാകുമായിരുന്നില്ല. എന്നാൽ ക്രിസ്തു പാപമില്ലാത്ത മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ആയതുകൊണ്ട് ഏത് കാലത്തും ജീവിച്ചിരുന്നവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ ആരുടെയും രക്ഷയ്ക്ക് തന്റെ മരണം പ്രായശ്ചിത്തമാണ്, അടിസ്ഥാനമാണ്. ക്രിസ്തുവിന്റെ മരണം ഒരു പരാജയ മരണമോ ത്യാഗമരണമോ രക്തസാക്ഷി മരണമോ അല്ല, പാപ പരിഹാര ബലി മരണമാണ്. യേശുക്രിസ്തു സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടിരുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിനുള്ള വിശേഷണങ്ങളെല്ലാം തന്റേതായി ക്രിസ്തു അവകാശപ്പെട്ടു. ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളായ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ മശിഹ ആകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു തുടങ്ങിയ അവകാശവാദങ്ങൾ ദൈവത്തിന് മാത്രം യോജിക്കുന്നവയാണ്. പഴയ നിയമത്തിൽ പുത്രനായ ദൈവത്തെക്കുറിച്ച് സൂചനയുള്ളതുകൊണ്ട് ദൈവപുത്രൻ എന്നാൽ ദൈവം തന്നെയാണെന്ന് യഹൂദന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു ദൈവപുത്രൻ എന്ന് അവകാശപ്പെട്ടപ്പോൾ അത് ദൈവദൂഷണമെന്ന് പറഞ്ഞ് മഹാപുരോഹിതൻ വസ്ത്രം കീറി. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പാപമോചനം നൽകൽ ക്രിസ്തു ചെയ്തതും ദൈവദൂഷണമായി യഹൂദന്മാർ കണക്കാക്കി. ക്രിസ്തു തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതുകൊണ്ടാണ് യഹൂദന്മാർ ക്രിസ്തുവിനെ കൊല്ലുവാൻ ഒരുങ്ങിയത്. യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വ്യക്തമായ പ്രസ്താവനകൾ ബൈബിളിലുണ്ടോ? ഉണ്ട്. വചനമായ ക്രിസ്തു ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ തന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ ലേഖനത്തിൽ യേശു സത്യദൈവവും നിത്യജീവനുമാണെന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തോമസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നാണ് സംബോധന ചെയ്തത്. പൗലോസ് അപ്പോസ്തലൻ സർവത്തിനും മീതെ ദൈവമെന്നും മഹാദൈവമെന്നും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. യേശുവിനെ പുതിയ നിയമത്തിൽ ഉടനീളം കർത്താവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവ് എന്നത് പഴയ നിയമത്തിലെ യഹോവയ്ക്ക് തത്തുല്യമാണ്. യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ ഒരാൾ വരും എന്നുള്ളത് ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ യോഹന്നാൻ വന്നതിലൂടെ നിറവേറി. പഴയ നിയമത്തിൽ യെശയ്യാവ് കണ്ട യഹോവയുടെ തേജസ് ക്രിസ്തുവിന്റെ തേജസ്സായിരുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ യഹോവയ്ക്ക് വേണ്ടി നിന്ന ചുമന്ന മോശയും മറ്റു പിതാക്കന്മാരും ക്രിസ്തുവിന്റെ നിന്നയാണ് ചുമന്നതെന്ന് എബ്രായ ലേഖനകാരൻ പറയുന്നു. പഴയ നിയമത്തിലെ യഹോവയുടെ വിശേഷണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെതാണെന്ന് പുതിയ നിയമം പറയുന്നു. യഹോവ സത്യദൈവമെന്ന് പഴയ നിയമം പറയുന്നു. യേശു സത്യദൈവമെന്ന് പുതിയ നിയമം പറയുന്നു. യഹോവ ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമെന്ന് പഴയ നിയമം പറയുന്നു. യേശു ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമെന്ന് പുതിയ നിയമം പറയുന്നു. യഹോവ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അടച്ചാൽ ആരും തുറക്കുകയില്ല എന്ന് പഴയ നിയമം പറയുന്നു. യേശു തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അടച്ചാൽ ആരും തുറക്കുകയില്ല എന്ന് പുതിയ നിയമം പറയുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം പുതിയ നിയമത്തിൽ പകൽ പോലെ വ്യക്തമാണ്. ദൈവനാമം പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്നായിരിക്കാൻ ദൈവത്വത്തിൽ 3 ആളത്തങ്ങളുണ്ടെന്നും എന്നാൽ അവ നാമങ്ങളല്ല, നാമം ആകിയാൽ ഏക ദൈവമാണെന്നും മനസ്സിലാക്കാം. ഇപ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ പഴയ സ്ഥിതിയിൽ ദൈവമായി മാത്രമാണോ ഇരിക്കുന്നത്, അതോ മനുഷ്യനും കൂടെ ആയിട്ടാണോ? എങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ത്? ക്രിസ്തു ഇപ്പോഴും ദൈവവും മനുഷ്യനുമായ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ക്രിസ്തു ശരീരത്തോടെയാണ് സ്വർഗാരോഹണം ചെയ്തത്. എന്നാൽ ആ ശരീരം ഐഹിക ജീവിതകാലത്തിലെ പോലെ പരിമിതിയുള്ള ശരീരമല്ല, തേജസ്കരിക്കപ്പെട്ടതാണ്. അടച്ചിട്ടിരിക്കുന്ന മുറി തുറക്കാതെ പ്രവേശിക്കുവാനും ഏത് സ്ഥലത്തും പ്രത്യക്ഷപ്പെടുവാനും കഴിവുള്ള ശരീരം. നമുക്ക് വേണ്ടി പിതൃസന്നിധിയിൽ മധ്യസ്ഥനായിരിക്കാനാണ് ക്രിസ്തു ദൈവവും മനുഷ്യനുമായിരിക്കുന്നത്. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്. ക്രിസ്തുവിന്റെ വീണ്ടും വരവിങ്കൽ വിശ്വാസികൾ ക്രിസ്തുവിൻ്റേതുപോലെയുള്ള ശരീരത്തിന്റെ ഉടമകളായി തേജസ്കരിക്കപ്പെടും. അവർ സ്വർഗത്തിലെ മനുഷ്യനായ ക്രിസ്തുവിനോട് കൂടെ നിത്യം കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട്
ജീവിക്കാൻ ഇടയാകേണ്ടതിനാണ് ക്രിസ്തു തന്റെ മനുഷ്യത്വം ഉപേക്ഷിക്കാതിരിക്കുന്നത്. അടുത്തതായി, ആദ്യ മനുഷ്യനെ ദൈവം കെണിയിൽ വീഴ്ത്തിയോ എന്നുള്ള വിഷയം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണ് തുടർന്ന് നൽകുന്നത്. ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്ന് ബൈബിൾ പറയുന്നത് ശാസ്ത്രീയമായി ശരിയാണോ? മണ്ണിലെ സുപ്രധാന ഘടകങ്ങളും ശരീരത്തിലെ സുപ്രധാന ഘടകങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയ നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു മണ്ണിലെ സുപ്രധാന ഘടകങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിലും ഉണ്ട് എന്ന്. അതുകൊണ്ട് ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ അശാസ്ത്രീയം ഒന്നുമില്ല. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നില്ലേ? ഒരിക്കലുമല്ല. ദൈവം നൽകിയ ഈ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ദൈവം മനുഷ്യന് നൽകുന്ന പരിപൂർണമായ സ്വാതന്ത്ര്യം, ദൈവം സൃഷ്ടാവെന്ന നിലയിൽ മനുഷ്യന്റെ മേലുള്ള പരിപൂർണ അധികാരം, മനുഷ്യന്റെ പുരോഗതിക്ക് തടസ്സം വരുത്തുവാൻ സാധ്യതയുള്ള കാര്യം പതിയിരിക്കുന്ന അപകടം മുൻകൂട്ടി അറിയുന്ന ദൈവം അക്കാര്യം സ്നേഹത്തോടെ മനുഷ്യനെ അറിയിക്കുന്നു. മനുഷ്യന് ഇച്ഛാസ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചിട്ടുണ്ട്. മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നു. മനുഷ്യൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് അവന്റെ തന്നെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. യന്ത്രം പോലെയല്ല. പിന്നെയോ യഥേഷ്ടം പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. തന്മൂലം അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ യഥേഷ്ട വിനിയോഗത്തിന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുതെന്ന് കൽപ്പന കൊടുത്ത ദൈവം മനുഷ്യനെ കുടുക്കിലാക്കുകയല്ലായിരുന്നു ചെയ്തത്. മനുഷ്യന് സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറന്നിടുകയായിരുന്നു. വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നല്ലേ ദൈവം പറഞ്ഞത്? എന്നിട്ട് ആദ്യ മനുഷ്യൻ തിന്ന നാളിൽ മരിച്ചില്ലല്ലോ. വൃക്ഷത്തിന്റെ ഫലം തിന്ന നാളിൽ മനുഷ്യൻ ശാരീരികമായി മരിച്ചില്ല, പക്ഷേ ആത്മീയമായി മരിച്ചു. മരണമെന്ന വാക്കിന് വേർപാട് അഥവാ അകൽച്ച എന്നാണ് അർത്ഥം. തിന്ന നാളിൽ ആത്മീയമായി തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവഭയത്താൽ ദൈവസന്നിധി വിട്ട് അകലുവാൻ ആദമും ഹവ്വയും ആഗ്രഹിച്ചത് തന്നെ തിന്ന നാളിൽ അവൻ ആത്മീയമായി മരിച്ചു എന്ന് വിളിച്ചറിയിക്കുന്നു. ശാരീരിക മരണവും ഏക മനുഷ്യന്റെ കൽപ്പനാലംഘനത്താൽ വന്നതാണ്. ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്ന സമയത്താണ് നമ്മുടെ ശാരീരിക മരണം. ആദാമിന് അതും സംഭവിച്ചു. 930 വയസ്സിൽ ആദാം മരിച്ചു. ഏക മനുഷ്യന്റെ കൽപ്പനാലംഘനം ആർക്കൊക്കെയാണ് ബാധകമായത്? ഏകൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് അഥവാ പാപം അവനിൽ നിന്ന് ഉത്ഭവിച്ച മനുഷ്യവർഗത്തെ മുഴുവൻ ബാധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് സർവ്വ മനുഷ്യരും ശിക്ഷായോഗ്യരാണ്. പ്രധാനമന്ത്രിയുടെ ഒരു തീരുമാനം മുഴുവനത്തെയും ബാധിക്കുന്നത് പോലെ ആദി മാതാപിതാക്കളുടെ പ്രവൃത്തി മാനവരാശിയെ മുഴുവൻ ബാധിച്ചു. ഏക മനുഷ്യൻ ചെയ്ത കൽപ്പനാ ലംഘനത്തിന് എന്നെ ശിക്ഷിക്കുന്നത് നീതിയാണോ? കുടുംബനാഥൻ ചെയ്യുന്ന തെറ്റ് കുടുംബാംഗങ്ങളെയും ബാധിക്കാറില്ലേ? അവർ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഏതു മനുഷ്യന്റെയും വാക്ക്, ചിന്ത, പ്രവൃത്തി എന്നീ മേഖലകളുടെ രഹസ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവം മുമ്പാകെ അവൻ ശിക്ഷായോഗ്യനാണ്. നമ്മുടെ ഹൃദയത്തിൽ കൂടി ഒരു പകൽ മുഴുവൻ കടന്നുപോയ ചിന്ത സത്യസന്ധമായി ഒന്ന് എഴുതി നാളത്തെ പേപ്പറിൽ നൽകുക. താങ്കൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് അപ്പോൾ അറിയാം. മനുഷ്യൻ പാപത്തിന് അടിമയാണ്. അവൻ ശിക്ഷായോഗ്യനാണ്. ഈ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിന് മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ടോ? ഉണ്ട്. പാപികളായ സർവ്വ മനുഷ്യർക്കും പാപശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ക്രിസ്തുവിലുണ്ട്. ബൈബിൾ നിങ്ങളോട് അറിയിക്കുന്ന ശബ്ദവർത്തമാനം ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 5:14, 15:21, റോമർ 5:18, 1 പത്രോസ് 2:24. ഏദൻ തോട്ടത്തിലെ ഏക മനുഷ്യന്റെ പാപം സകല മനുഷ്യവർഗത്തെയും ശിക്ഷായോഗ്യരാക്കി. എന്നാൽ സ്നേഹവാനായ ദൈവം മനുഷ്യനായി അവതരിച്ചു. ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യനെ രക്ഷിക്കുവാൻ വന്ന ക്രിസ്തു ഗത്സമന എന്ന തോട്ടത്തിൽ മരണവേദന പോലെ അതിദുഃഖിതമായ ഹൃദയവുമായി ക്രൂശിലെ മരണത്തിനായി മുൻപോട്ട് പോയി. പാപം ചെയ്ത ആദിമനുഷ്യൻ മരണത്തിന്റെ പിന്നിൽ ഒളിച്ചെങ്കിൽ ഇതാ പാപപരിഹാരം വരുത്തുവാൻ മരിക്കുന്ന ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങപ്പെട്ടു. ക്രൂശിന്മേൽ ക്രിസ്തു ഓരോ മനുഷ്യന്റെയും പാപപരിഹാരത്തിനായിട്ടാണ് മരിച്ചത്. താങ്കളെ സ്നേഹിച്ചാണ് താങ്കൾക്ക് വേണ്ടി ക്രിസ്തു മരണം അനുഭവിച്ചത്. ഏകന്റെ അഥവാ ആദാമിന്റെ അനുസരണക്കേടിന് ഏകന്റെ അഥവാ ക്രിസ്തുവിന്റെ അനുസരണം പരിഹാരം വരുത്തിയിരിക്കുന്നു. അല്പം മദ്യം ആപത്താണെന്നുണ്ടോ? ആർക്കും അനുഭവിക്കാവുന്ന അത്ഭുതമോ ആത്മരക്ഷ എന്നീ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന മറുപടിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. എന്റെ ചില കൂട്ടുകാർ മദ്യവും മയക്കുമരുന്നും രുചിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുകയുണ്ടായി. അമിതമായ ഉപയോഗമല്ലേ ആപത്ത്? അല്പം ഉപയോഗിച്ചാണ് അമിത ഉപയോഗത്തിൽ അവസാനിക്കുന്നത്. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ആദ്യം
അല്പം കഴിച്ചും രുചിച്ചുമാണ് പിന്നീട് കഴിക്കലിന്റെയും രുചിക്കലിന്റെയും ആഴമായ ഗർത്തത്തിൽ കിടന്ന് വിഷമിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. രുചി നോക്കുന്നതിനെ പറ്റി ബൈബിൾ പറയുന്നത് ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുന്നവർക്കും പോകുന്നവർക്കും തന്നെ. മഹാന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പൈതാഗോറസ്, സിസറോ, അശോക ചക്രവർത്തി, അലാവുദ്ദീൻ ഖിൽജി, ടിപ്പു സുൽത്താൻ, ഔറംഗസേബ്, അക്ബർ, ചന്ദ്രസേനൻ തുടങ്ങിയ മഹാന്മാരും മദ്യവിരോധികളായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. മദ്യത്തിന് ഗുണകരമായ പ്രവർത്തനം വല്ലതുമുണ്ടോ? വിശപ്പ് വർദ്ധിപ്പിക്കുക, ആമാശയത്തിലെയും കുടലിനുള്ളിലെയും സ്രവങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക, അതുപോലെ അണുനാശക പ്രവർത്തനം അഥവാ ആന്റിസെപ്റ്റിക് തുടങ്ങിയവകളെ മദ്യത്തിന്റെ ഭയാനകമായ ദോഷഫലങ്ങളുമായി താരതമ്യം ചെയ്യുന്നവർ ആരും ഇത് ഉപയോഗിക്കുകയില്ല. ഇതിൽ നിന്ന് അകലും. നാമമാത്ര ഗുണങ്ങൾ നോക്കി മദ്യം രുചിക്കുന്നവർ വെടിമരുന്ന് ശാലയിൽ ഇരുന്ന് ബീഡി വലിക്കുന്നതിന് തുല്യനാണ്. സർവനാശം തന്നെ ഫലം. മദ്യമയക്കുമരുന്നുകളുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? പണനഷ്ടം, മാനനഷ്ടം, ആരോഗ്യനഷ്ടം, കുടുംബ തകർച്ച, കലഹം, കത്തിക്കുത്ത്, സാൻമാർഗ ബോധനഷ്ടം, വിവാഹബന്ധം നഷ്ടപ്പെടുക തുടങ്ങിയ നഷ്ടപ്പെട്ടുക കണക്കുകൂട്ടി നോക്കുക. നാം ഏർപ്പെട്ടിരിക്കുന്ന നഷ്ടക്കച്ചവടം നിർത്തണമെന്നേ തീരുമാനിക്കുകയുള്ളൂ. രക്തത്തിലെ മദ്യത്തിന്റെ അളവനുസരിച്ച് വ്യക്തിയിൽ വരുന്ന സ്വഭാവമാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. 0.05% ആൾ ഉല്ലാസവാൻ, എന്തിനും പോന്നവൻ. 0.1% ആൾ അപകടകാരി, ഒരു കൊച്ചു പിശാച്. 0.2% സംഭ്രാന്തൻ, അസ്വസ്ഥൻ. 0.3% കപടവേഷക്കാരൻ, അലക്ഷ്യ സ്വഭാവമുള്ളവൻ. 0.4% ചിന്താക്കുഴപ്പം, സ്ഥലകാല നഷ്ടമുള്ളവൻ. ഇവയ്ക്കെല്ലാം അധീനനായവൻ. ഈ അനുപാതം 0.7% നീങ്ങുമ്പോൾ ആ വ്യക്തി മരണത്തിലേക്ക് അടുക്കുന്നു. മാത്രവുമല്ല, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്ന കുട്ടികളിൽ പലരും തകർന്ന കുടുംബങ്ങളിൽ നിന്നോ അച്ഛൻ മദ്യപാനിയായിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്നോ വരുന്നു എന്ന കണക്കുകൾ പറയുന്നു. 1970-75 വരെയുള്ള കാലങ്ങളിൽ സ്വീഡനിലും ഡെൻമാർക്കിലും ദത്തെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബ പശ്ചാത്തലവും പരിശോധിച്ചപ്പോൾ മദ്യാസക്തിയുടെ വിത്തുകൾ അപ്പനമ്മമാരുടെ ജീനുകളിലാണെന്ന ചിന്ത ശക്തിപ്പെട്ടു. കള്ള് നമ്മെ കൊള്ള ചെയ്യുന്നു, ചാരായമോ നമ്മുടെ ചോരയും നീരും ഊറ്റിയെടുക്കുന്നു. മദ്യത്തിന്റെ ഔഷധമൂല്യം ചോദ്യം ചെയ്യപ്പെടുന്നു. ചെറിയ തോതിൽ മദ്യം കഴിക്കുന്നത് ഹൃദ്രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകുമെന്ന് 70-കളിലും 80-കളിലും നടന്ന പഠനങ്ങളിൽ നിന്ന് തെളിഞ്ഞതായി ശാസ്ത്രം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ഊതി വീർപ്പിക്കപ്പെട്ട കഥയാണെന്നാണ് ബീജിംഗുകാരനായ ഡോക്ടർ റൊഡാ ജാക്സൺ പ്രസ്താവിക്കുന്നത്. മദ്യപന്മാർക്ക് ഇരുട്ടടിയാകുന്ന കണ്ടെത്തലാണിത്. ഹൃദയത്തിന് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, ദോഷമാണ് ഉണ്ടാകുന്നതെന്നും ജാക്സൺ സൂചിപ്പിക്കുകയുണ്ടായി. ലഹരി വീഞ്ഞ് അല്പം ഉപയോഗിച്ചുകൂടെ? അതിലുള്ള ആപത്ത് എന്തെന്നാണ് മനസ്സിലാകാത്തത്. നമ്മുടെ പെട്രോൾ ബങ്കുകൾക്ക് മുന്നിലോ വെടിമരുന്ന് ശാലകളിലോ ഒരല്പം പോലും പുകവലി അല്ലെങ്കിൽ തീ അനുവദനീയമല്ലല്ലോ. അല്പം അതിഭീകരാപത്തിന് നിദാനമാകും. അങ്ങനെ ഒരു പരീക്ഷണവും അനുവദനീയമല്ല. അതേ പ്രമാണം തന്നെയാ ലഹരി വസ്തുക്കളുടെ കാര്യത്തിലും അനുകരണീയം. ജനങ്ങൾ മാത്രമല്ല, ദൈവവഴികളിൽ പ്രയോജനപ്പെട്ടവരും ഇത്തരം ആപത്തിൽ ആണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ മുന്നറിയിപ്പിനായി അത് കുറിക്കട്ടെ. നോഹ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചു. ഉൽപ്പത്തി 9:21. ലോത്ത് വീഞ്ഞ് അഥവാ മുന്തിരിച്ചാരായം കുടിച്ചു. ഉൽപ്പത്തി 19:32-33. വീഞ്ഞ്, മുന്തിരി അഥവാ മുന്തിരിച്ചാരായം മഹാസർപ്പത്തിന്റെയും വിഷവും മൂർഖന്റെ കാളകൂടവുമാകുന്നു. ആവർത്തനം 32:35. വീഞ്ഞ് അഥവാ മുന്തിരിച്ചാരായം പരിഹാസിയാകുന്നു. സദൃശവാക്യം 20:1. രാജാക്കന്മാർ വീഞ്ഞ് അഥവാ മുന്തിരിച്ചാരായം കുടിക്കരുത്. സദൃശവാക്യം 31:4. വീഞ്ഞ് അഥവാ മുന്തിരിച്ചാരായം കുടിച്ച് ലഹരി പിടിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. യെശയ്യാവ് 28:1. ബെൽശസ്സർ വീഞ്ഞു കുടിച്ച് മതിച്ചിരുന്നു. ദാനിയേൽ 5:2. വീഞ്ഞ് അഥവാ മുന്തിരിച്ചാരായം ജനങ്ങളെ ദരിദ്രരാകുന്നു. സദൃശവാക്യം 21:17. വീഞ്ഞ് അഥവാ മുന്തിരിച്ചാരായം കുടിച്ച് മത്തരാകരുതെന്ന് പുതിയ നിയമം കൽപ്പിക്കുന്നു. അതിനാൽ ദുർനടപ്പുണ്ടാകുന്നു. എഫേസ്യർ 5:18. ലഹരി വീഞ്ഞിന് വർജനം ആചരിച്ച് തിക്തഫലങ്ങൾ കൊയ്യാതിരിക്കാം. മുന്തിരിച്ചാരായം തന്നെയാണോ മദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്? അല്ല, മദ്യം അഥവാ സ്ട്രോങ് ഡ്രിങ്ക് എന്നാൽ ലഹരി പിടിപ്പിക്കുന്ന ഒരു പാനീയം എന്നർത്ഥം. മദ്യം എന്നത് വീഞ്ഞല്ല. വീഞ്ഞിൽ നിന്നോ ബാർലി അഥവാ യവം, തേന്, ഈന്തപ്പഴം എന്നിവയിൽ നിന്നോ വാറ്റിയെടുക്കുന്ന ലഹരി പാനീയമാണ്. ബാർലിയിൽ നിന്ന് എടുക്കുന്നതാണ് ബിയർ. ബ്രാൻഡിയും സുലഭമാണിന്ന്. ഇങ്ങനെ പല തരത്തിലുള്ള ലഹരി പാനീയങ്ങൾക്കുള്ള പൊതുപേരാണ് മദ്യം. വീഞ്ഞും മദ്യവും രണ്ട് വ്യത്യസ്ത ദ്രവപദാർത്ഥങ്ങളെന്ന് ബൈബിൾ പറയുന്നു. രസത്തിനു വേണ്ടി തുടങ്ങുന്ന ദുഷ്പരിചയം നമ്മെ ദുരിതത്തീയിൽ ദഹിപ്പിക്കും. മദ്യമയക്കുമരുന്ന് പ്രയോഗത്തിന് കൂട്ടുകൂടാൻ നിന്നെ കിട്ടുകയില്ലെന്ന് ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ തിക്തഫലങ്ങളുടെ കൂട്ടം കൂടെ പോരുമെന്ന് സദൃശവാക്യം 23:29-35 വരെ വാക്യങ്ങളിൽ പറയുന്നു. ലേവ്യർ 10:9, സംഖ്യ 6:3, ആവർത്തനം 14:26, ന്യായാധിപന്മാർ 13:4, 7, 11, 1 ശമൂവേൽ 1:15, സദൃശവാക്യങ്ങൾ
20:1, 31:4, യെശയ്യാവ് 5:11, 22, 24:9, 28:7, 29:9, 56:12, മീഖ 2:11, ലൂക്കോസ് 1:15, 1 പത്രോസ് 4:3. ഈ വാക്യങ്ങൾ കൂടെ പരിശോധിക്കുക. യേശുക്രിസ്തു കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി കൊടുത്തതിന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് മറയായി ചിലർ പറയുന്നതിനെ പറ്റി എന്ത് പറയുന്നു? അസത്യങ്ങളെ പോലെ തന്നെ അർത്ഥസത്യങ്ങളും അപകടകരവും തെറ്റിദ്ധാരണാജനകവുമാണ്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ പ്രധാനമായ ഒന്ന് കുടിച്ച് ഉന്മത്തനാകരുതെന്നാണ്. ലൂക്കോസ് 12:45 കർത്താവ് പറഞ്ഞത്, എന്നാൽ ദാസൻ യജമാനൻ അഥവാ കർത്താവ് താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ ദാസൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. കാനാവിലെ കല്യാണം ഒരു യഹൂദ വിവാഹമായിരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ സന്തോഷത്തിന്റെ അവസരവും. യഹൂദന്മാരുടെ ആചാരപ്രകാരം ഒരു സന്ധ്യയ്ക്ക് വീഞ്ഞ് അത്യാവശ്യ ഘടകമായിരുന്നു. വീഞ്ഞില്ലാതെ സന്തോഷമില്ലെന്നാണ് യഹൂദ റബിമാരുടെ ചൊല്ല്. വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് മദ്യാസക്തരാകുന്ന രീതി യഹൂദ വിവാഹവേളകളിൽ ഇല്ലായിരുന്നു. കിഴക്കൻ രാജ്യങ്ങളിൽ വീഞ്ഞ് വിവാഹവേളകളിലും നൽകുന്ന പതിവനുസരിച്ചാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ വീട്ടുടയവൻ വീഞ്ഞ് കരുതിയത്. എന്നാൽ വീഞ്ഞ് തികയാതെ വന്നു. അത് വിവാഹ വീട്ടുകാർക്ക് വലിയ കുറവും അപമാനവുമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വിവാഹത്തിൽ ക്ഷണിതാവായി വന്ന യേശു പച്ചവെള്ളം വീഞ്ഞാക്കിയത്. അവർക്ക് വീഞ്ഞില്ലെന്ന പരാതി യേശുവിനെ അറിയിച്ചു. അവരുടെ ആവശ്യവേളയിൽ യേശു തക്ക സഹായിയായി. അവരുടെ അപമാനവേളയിൽ യേശു ഉത്തരമായി. നിശ്ചിത സമയം കൊണ്ട് നിശ്ചിത പ്രകൃതി നിയമപ്രകാരം മുന്തിരിവള്ളിയിലെ മുന്തിരിങ്ങയിൽ നടക്കേണ്ട പ്രക്രിയയാണ് ഒറ്റ നിമിഷം കൊണ്ട് യേശുവിന്റെ കൽപ്പനയാൽ സംഭവിച്ചത്. യേശു ദൈവമാണെന്ന് ഇത് തെളിയിക്കുന്നു. പ്രകൃതി നിയമങ്ങൾക്ക് അതീതനാണ് അവൻ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും വിവാഹ വീട്ടുകാരുടെ കുറവ് പരിഹരിക്കാനും ആണ് വെള്ളം വീഞ്ഞാക്കിയത്. അല്ലാതെ മദ്യപാനികൾക്ക് മദ്യം ഉണ്ടാക്കി കൊടുക്കുക അല്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ഷാപ്പിൽ വെച്ച് യേശു അത് ചെയ്യണമായിരുന്നു. ഇന്ന് ചില വിവാഹ പാർട്ടികളിൽ മദ്യം കഴിച്ച് മത്തരാകുന്ന രീതിയും യഹൂദ വിവാഹ പാർട്ടികളിൽ ഇല്ലായിരുന്നു എന്നോർക്കണം. മദ്യപാനം ഒരു അപമാനമായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത്. മാത്രവുമല്ല 2 ഭാഗം വീഞ്ഞിൽ 3 ഭാഗം വെള്ളം ചേർത്ത് വിവാഹ വേളകളിൽ ഉപയോഗിക്കുന്ന രീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ബൈബിൾ ഖണ്ഡിതമായി പറയുന്നു. ഇത് സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ഇതിന് മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. വേദനയുടെ തീച്ചുളയിലായപ്പോഴും മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാതെ ക്രിസ്തു മാതൃക കാട്ടിത്തന്നു. മാനസികവും ശാരീരികവുമായ പീഡനങ്ങളേറ്റ് തളർന്ന വൻഭാരമുള്ള കുരിശുമേന്തി വീണും എഴുന്നേറ്റും പോയപ്പോൾ അസഹനീയ ദാഹം ഭരിച്ചിരുന്നു. കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കർത്താവിന് കൊടുത്തു. അവനോ വാങ്ങിയില്ല. സാധാരണ ക്രൂശിൽ കിടക്കുന്നവരുടെ വേദന ദൈർഘ്യവും ആഴവുമേറിയതാണ്. ദിവസങ്ങളോളം വേദന അനുഭവിച്ചാണ് മരിക്കാറുള്ളത്. യെരുശലേമിലെ ചില കുലീന സ്ത്രീകൾ ചേർന്ന് ക്രൂശിക്കപ്പെടുന്നവർക്ക് വേദന അറിയാതിരിക്കുവാനുള്ള ഒരു പ്രത്യേകതരം ഗാഢ വീഞ്ഞ് നൽകി പോന്നു. യേശു അത് വാങ്ങി കുടിക്കാതിരുന്നാൽ അവർ അവിടുത്തെ പരിഹസിച്ചിരിക്കാം. എന്നാൽ നമുക്ക് അവിടുത്തെ പുകഴ്ത്താം. കാരണം വീഞ്ഞു കുടിച്ച് വേദന അറിയാതെ അല്ല യേശുക്രിസ്തു മാനവ പാപത്തിനു വേണ്ടി മരണം വരിച്ചത്. പ്രശ്ന നൂലാമാലകളുടെ നടുവിൽ ഭീരുവായി മദ്യത്തിന് അടിമയാകാതെ ധൈര്യവാനായി ദൈവാശ്രയത്തിന് ഉടമയാകണം. മർക്കോസ് 15:23, മത്തായി 27:34. ഈ മഹാവിപത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? മയക്കുമരുന്നിന് അടിമകൾ ഒരു ഡോക്ടറുടെ ചികിത്സയ്ക്ക് വിധേയപ്പെടുന്നത് നല്ലതാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കൃത്രിമമായി തലച്ചോറിനെയും മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ മന്ദീഭവിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് പകരമായി മറ്റൊന്ന് ആവശ്യമാണ്. മനുഷ്യന്റെ ശരീരാത്മദേഹികൾക്ക് വ്യത്യാസവും രൂപാന്തരവും നൽകുന്ന അത്ഭുത പുരുഷനാണ് യേശുക്രിസ്തു. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അധ്വാനിക്കുന്നവരും ഭാരപ്പെടുന്നവരും എന്റെ അടുക്കൽ വരിക, ഞാൻ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ യേശു, ഞാൻ എന്റെ സന്തോഷം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നറിയ യേശു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ലെന്ന് പറഞ്ഞ ആ ദിവ്യരക്ഷകൻ താങ്കളെ രക്ഷിക്കും. നിരവധി മയക്കുമരുന്നിന് അടിമകളെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും വാഴുവാനും വസിക്കുവാനും മനസ്സുള്ളവനാണ്. താങ്കൾക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് തരുന്ന സന്തോഷവും സമാധാനവും നിങ്ങളുടെ ലഹരിയായിരിക്കും. ഇപ്പോൾ തന്നെ തെറ്റുകളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുക. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. സമാധാനവും സുബോധവുമുള്ള ജീവിതം തുടങ്ങുക. അതിനാവശ്യമായ ദിവ്യശക്തി യേശുക്രിസ്തുവിൽ ലഭ്യമാണ്. ആ ശക്തിയാൽ സന്തോഷവും സമാധാനവും ലഹരിയാക്കി തീർത്ത ലക്ഷോപലക്ഷങ്ങൾ ഇന്നും ഭൂമുഖത്തുണ്ട്. പുകവലിക്കാർക്ക് ലോകാരോഗ്യ സംഘടനയിൽ ജോലിക്ക് വിലക്ക് എന്നൊരു വാർത്ത വായിക്കാനിടയായി. ന്യൂയോർക്ക്, പുകവലിക്കാർ ജാഗ്രത. യുഎന്നിന്റെ ലോകാരോഗ്യ സംഘടന
അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന പുകവലിക്കാരെ വിലക്കില്ല. പുകവലി നിർത്തുവാൻ പ്രേരണ ചെലുത്തുമെന്ന് മാത്രം. വർഷം തോറും 1/2 കോടി ആളുകളുടെ മരണത്തിന് പുകവലി കാരണമാകുമെന്നാണ് കണക്ക്. $2000 കോടി പുകവലിക്കാരുടെ ചികിത്സയ്ക്കായി ചെലവാക്കുന്നുണ്ടത്രേ. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികളത്രേ എന്ന് ബൈബിൾ പറയുന്നു. സദൃശവാക്യങ്ങൾ 16:25. അടുത്തതായി ആർക്കും അനുഭവിക്കാവുന്ന അത്ഭുതമോ ആത്മരക്ഷ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചരിത്രത്തിലുടനീളം യേശുക്രിസ്തു നിസ്തുല്യനായി നിലകൊള്ളുവാൻ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളാണോ കാരണം? ചരിത്രപുരുഷനായ ക്രിസ്തുവിനെ നിസ്തുല്യനാക്കി തീർക്കുന്ന പല കാര്യങ്ങളും തന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, വീണ്ടും വരവ് എന്നീ സത്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്രിസ്തു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും തന്റെ നിസ്തുല്യതയ്ക്ക് മാറ്റുകൂട്ടുന്നു. 3 യോഹന്നാൻ 2:11. ലോകത്തിൽ എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ നിസ്തുല്യങ്ങളായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുരുടന്മാർക്ക് കാഴ്ച നൽകി, കടലിനു മീതെ പരവതാനിക്ക് മുകളിൽ എന്ന പോലെ നടന്നു നീങ്ങി, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റി, ക്രിസ്തു തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നിങ്ങനെ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അന്നും ഇന്നും ആരെയും അത്ഭുതപ്പെടുത്തുന്നവകളാകുന്നു. അന്ത്യകാലത്ത് സത്യവിശ്വാസത്തിൽ നിന്നും മനുഷ്യരെ അകറ്റുവാൻ പൈശാചിക ശക്തിയാൽ അത്ഭുതങ്ങളുടെ അനുകരണം ഉണ്ടാകുമെന്നും ബൈബിളിൽ മുന്നറിയിപ്പുണ്ട്. ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെല്ലാം പ്രത്യേക ഉദ്ദേശത്തോടെ ചെയ്തതായിരുന്നു. ക്രിസ്തുവിന്റെ ആജ്ഞയാൽ ഏത് അത്ഭുതവും നടക്കുവാനുണ്ടായ കാരണം എന്തായിരുന്നു? ക്രിസ്തുവിന്റെ കൽപ്പന അശുദ്ധാത്മാക്കൾ പോലും അനുസരിക്കുന്നത് കണ്ട അന്നത്തെ ജനം അത്ഭുതപൂർവം പറഞ്ഞു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! ക്രിസ്തു ദൈവമായിരുന്നതിനാലാണ് തന്റെ കൽപ്പനയാൽ ഏത് അത്ഭുതവും നടക്കുവാൻ ഇടയായത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ലോകമഹാന്മാർ എന്നിവർ ദൈവനിയോഗം മൂലമോ അത്ഭുതവരങ്ങൾക്കായുള്ള പ്രാർത്ഥനകൾ മൂലമോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ക്രിസ്തു ആകട്ടെ ദൈവത്തെ പോലെ സ്വന്തം അധികാരത്തോടെ പ്രവർത്തിച്ചു. ക്രിസ്തു അത്ഭുത പ്രവർത്തനത്തിനായി വരം ചോദിച്ചുകൊണ്ട് ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും സ്വന്തം നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവമായിരുന്നതിനാൽ തന്റെ കൽപ്പനയാൽ ക്ഷണനേരത്തിൽ അത്ഭുതങ്ങൾ നടന്നു. ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഏതായിരുന്നു? യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എല്ലാം തന്നെ വലിയ അത്ഭുതങ്ങളായിരുന്നു. ഏത് കാലത്തെയും മനുഷ്യരുടെ വ്യക്തി ജീവിതങ്ങളിൽ ക്രിസ്തു വരുത്തുന്ന രൂപാന്തരമാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി എന്നാണ് ബൈബിൾ പറയുന്നത്. ലോകമതങ്ങൾക്കോ മഹാന്മാർക്കോ ആശയങ്ങൾക്കോ ആചാരങ്ങൾക്കോ അസാധ്യമായ മാനസാന്തരം, മനസ്സമാധാനം, പാപക്ഷമ, മോക്ഷം എല്ലാം ക്രിസ്തുവിൽ അനുഭവിക്കാം. കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്തുമാകട്ടെ, തെറ്റുകൾ എത്രയുമാകട്ടെ, ക്രിസ്തുവിൽ ശരണപ്പെടുക. ക്ഷമയുണ്ട്, വിടുതലുണ്ട്. 2 കൊരിന്ത്യർ 5:17. ഈ അത്ഭുതം എല്ലാവർക്കും അനുഭവിക്കാവുന്നതാണോ? ക്രിസ്തുവിന്റെ ആഹ്വാനം എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ എന്നാണ്. മനുഷ്യന്റെ അഹങ്കാരം ഞാൻ ചെല്ലുകയില്ല, സ്വതന്ത്രമായി ജീവിച്ചുകൊള്ളാം എന്നാണ്. താങ്കളുടെ അഭിലാഷം അത്ഭുത ജീവിതത്തിൽ രൂപാന്തരമാകണമെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയസിംഹാസനത്തിൽ വാഴിക്കുക, വിശ്വസിക്കുക. ഏത് രാജ്യ, ഭാഷ, മത, ജാതി, വർഗത്തിൽപ്പെട്ടവർക്കും ഇത് അനുഭവിക്കുവാൻ കഴിയും. മത്തായി 11:28. ബൈബിൾ സന്ദേശത്തിന് നിസ്തുല്യതയോ ക്രിസ്തീയ രക്ഷാമാർഗം യുക്തിക്ക് ചേരാത്തതോ ക്രിസ്തു വീണ്ടും വരുമോ എന്നീ വിഷയങ്ങളിലുള്ള സംശയങ്ങൾക്ക് ഉള്ള ലഘുവായ മറുപടിയാണ് ഇന്ന് ലഭിക്കുന്നത്. ഒന്നാമതായി ബൈബിൾ സന്ദേശത്തിന് നിസ്തുല്യതയോ എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യന്റെ സദാചാരത്തിനു വേണ്ടി ഭക്തന്മാരായ മനുഷ്യർ എഴുതിയതല്ലേ ബൈബിൾ? ബൈബിൾ ദൈവത്തിന്റെ വെളിപ്പാടുകളാണ്. മനുഷ്യരാണ് ബൈബിൾ എഴുതിയതെങ്കിലും ദൈവമാണ് അവയ്ക്ക് സന്ദേശങ്ങൾ നൽകി തെറ്റുകൂടാതെ എഴുതുവാൻ അവരെ നയിച്ചതും. മനുഷ്യനെ സദാചാര ബോധമുള്ളവനാക്കി തീർക്കുക മാത്രമല്ല ബൈബിളിന്റെ ആത്യന്തിക ലക്ഷ്യം. മനുഷ്യൻ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഭാവി പ്രവർത്തന പരിപാടികളെക്കുറിച്ചും അറിഞ്ഞ് ദൈവിക മാർഗത്തിൽ കൂടി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയായി തീരുകയാണ് ബൈബിളുകൾ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്. ദൈവം എന്ത് ചെയ്തു? മനുഷ്യന്റെ ആദിപിതാവായ ആദത്തിന്റെ അനുസരണക്കേട് മൂലമാണ് തന്റെ സന്തതി പരമ്പരകളായ എല്ലാവരും പാപികളായി പിറക്കുവാനും പാപം ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി തീരുവാനും കാരണമായി തീർന്നത്. പാപത്തിന്റെ ശിക്ഷയായ നരകം ദൈവത്തിൽ നിന്ന് മനുഷ്യരെല്ലാം അനുഭവിക്കണം. എന്നാൽ മനുഷ്യനെ സ്നേഹിച്ച ദൈവം ഈ ശിക്ഷയിൽ നിന്ന് അവരെ ഉദ്ധരിക്കുവാൻ ഒരു മാർഗമൊരുക്കി. മനുഷ്യന്റെ ശിക്ഷ ദൈവം സ്വയം ഏറ്റെടുത്തു. ദൈവം മനുഷ്യനായി തീർന്ന ക്രിസ്തു തന്റെ ക്രൂശുമരണത്തിൽ അതാണ് ചെയ്തത്.
ക്രിസ്തുവിനെ ദൈവമായും അവിടുത്തെ മരണത്തെ തന്റെ പാപപരിഹാര പ്രായശ്ചിത്ത മരണമായും അംഗീകരിച്ചേറ്റു പറയുന്ന ആരെയും ദൈവം രക്ഷിക്കുന്നു. അവരുടെ ശിക്ഷ ഇളച്ചു കൊടുക്കുന്നു. കൂടാതെ അവർ പാപം ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ജീവിക്കുവാൻ വേണ്ട ദൈവിക ശക്തി അവിടുന്ന് പകർന്നു കൊടുക്കുന്നു. ഇതാണ് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്നതായി ബൈബിൾ നൽകുന്ന സന്ദേശം. ക്രിസ്തുവിന്റെ മരണത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാതിരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് യുക്തിക്ക് ചേരുന്നില്ലല്ലോ. കാരണം ഏതെങ്കിലും ആശയത്തെക്കുറിച്ചുള്ള അറിവ് കുറവല്ലല്ലോ പാപം ചെയ്യുവാൻ നമ്മെ ഇടയാക്കുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ അംഗീകരിച്ച് ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ തെറ്റിനെ ജയിച്ച് ജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നു എന്നത് അനേകരുടെ അനുഭവമായി തീർന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം അതൊരു അതിശയമായി ബുദ്ധിയിൽ ഗ്രഹിച്ചതുകൊണ്ട് ഈ അനുഭവം ഉണ്ടാകണം എന്നില്ല. ഹൃദയംഗമായി അതിനെ ദൈവത്തിൽ നിന്ന് അംഗീകരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുകയും വേണം. അപ്പോൾ ദൈവം അവനിൽ പ്രസാദിക്കുകയാണ്. അതോടുകൂടി ദൈവശക്തി അവനിൽ വ്യാപരിക്കുന്നു. പാപത്തിന്റെ പിടിയിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടുന്നു. ഈ വാക്യങ്ങൾ വായിച്ചു നോക്കുക. യോഹന്നാൻ 6:29, റോമർ 1:19, റോമർ 6:22. തെറ്റുകളെ ജയിക്കുവാനുള്ള ദൈവശക്തി അവഗണിക്കുന്ന വിശ്വാസികൾ പാപത്തിൽ വീഴുന്നു. അതിൽ തുടരാതെ തെറ്റേറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുവാൻ കൽപ്പനയുണ്ട്. തെറ്റിൽ തുടരുവാനുള്ള ലൈസൻസ് അല്ല ഏറ്റുപറച്ചിൽ. 1 യോഹന്നാൻ 5:6, 1:9. ക്രിസ്തുവിൽ വിശ്വസിക്കാതെയും ക്രിസ്തുവിനെ കൂടാതെയും ഈ അനുഭവം സാധിക്കയില്ലെന്നാണോ? ക്രിസ്തു അല്ലേ നമ്മുടെ പാപശിക്ഷ ഏറ്റുമരിച്ചത്? ക്രിസ്തു അല്ലേ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും അവരെ തന്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ തന്നെ വാക്കുകൾ ഇതായിരുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6. ക്രിസ്തു ശിഷ്യനായ പൗലോസിന്റെ വാക്കുകൾ ഇതായിരുന്നു: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു യേശു തന്നെ. 1 തിമോത്തിയോസ് 2:5. പ്രിയരെ, നമുക്ക് വേണ്ടി മരിച്ചവൻ ക്രിസ്തുവാണ്. അവിടുന്ന് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിനെയും ക്രൈസ്തവ ദർശനത്തെയും സംബന്ധിച്ച് വ്യക്തമായ ധാരണ സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നു. ആദരപൂർവ്വം അത് അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ക്രൈസ്തവരുടെ അക്രൈസ്തവമായ അവസ്ഥയെ വിമർശിച്ചിട്ടുമുണ്ട്. 1900 കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം ക്രൈസ്റ്റ് ദ മെസ്സഞ്ചർ എന്ന പേരിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു. നസ്രത്തിലെ മഹാപുരുഷനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം പൗരസ്ത്യരുടെ വീക്ഷണകോണിൽ നിന്നായിരിക്കും. നസ്രയക്കാരൻ ഒരു തനി പൗരസ്ത്യനായിരുന്നു എന്ന വസ്തുത നിങ്ങൾ പലപ്പോഴും മറന്നു കളയുന്നു. തനി പൗരസ്ത്യ സന്താനമായ നസ്രത്തിലെ യേശുവിനെ കടുത്ത പ്രായോഗികനായിട്ട് നാം കാണുന്നു. മങ്ങിമറയുന്ന ഈ ലോകത്തിലും ലൗകിക വസ്തുക്കളിലും അവിടുത്തേക്ക് വിശ്വാസമില്ല. ഞാനൊരു പൗരസ്ത്യൻ ക്രിസ്തുദേവനെ ആരാധിക്കുകയാണെങ്കിൽ അതിനൊരു വഴിയേ എനിക്കുള്ളൂ: ഈശ്വരനായിട്ട് അർപ്പിക്കുക, വേറൊന്നുമായിട്ടല്ല. ആ വഴിക്ക് അവിടുത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലെന്ന് നിങ്ങൾ കരുതുന്നുവോ? അവിടുത്തെ നമ്മുടെ നിലയ്ക്ക് വലിച്ചു താഴ്ത്തി ഒരു വലിയ ആളാക്കി കരുതി അല്പം ആദരവ് കാണിക്കാനേ ഭാവമുള്ളൂവെങ്കിൽ നാം ആദരിക്കുന്നത് തന്നെ എന്തിനാണ്? അടുത്തതായി, ക്രിസ്തീയ രക്ഷാമാർഗം യുക്തിക്ക് ചേരാത്തതോ എന്ന വിഷയം സംബന്ധിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. സുഹൃത്തെ, യേശുക്രിസ്തുവിന്റെ മാർഗമാണ് ദൈവിക രക്ഷാമാർഗം എന്നല്ലേ പറയാറ്? എന്നാൽ ഇത് മനുഷ്യരെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ മാർഗമാണ് ദൈവികമായ രക്ഷാമാർഗമെന്ന് ജനകോടികളാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇത് അംഗീകരിക്കാത്ത ബഹുഭൂരിപക്ഷവും ഉണ്ട്. ദൈവമൊരുക്കിയ രക്ഷാമാർഗം ബഹുഭൂരിപക്ഷത്തിനും അപ്രാപ്യവും അംഗീകരിക്കാൻ സാധിക്കാതെ വണ്ണം അത് അത്ര പരിശുദ്ധവും ആണല്ലേ? അല്ല. ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗം ഏതൊരു വിശ്വാസിക്കും അംഗീകരിക്കുവാൻ കഴിയും. അവന് അംഗീകരിച്ച ഒരു ദൈവപൈതലായി തീരുവാനുള്ള വഴിയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശമരണത്തിൽ കൂടെ ഒരുക്കിയിരിക്കുന്നത്. സുവിശേഷം വിശ്വസിക്കുക മാത്രം ചെയ്താൽ യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ രക്ഷ ലഭ്യമാകുമെന്ന് പറയുന്നത് മനുഷ്യന്റെ യുക്തിക്ക് ചേരുന്നില്ല. അതുകൊണ്ടല്ലേ മനുഷ്യൻ അത് വിശ്വസിക്കാത്തത്? മനുഷ്യന്റെ യുക്തിക്ക് ചേരുന്ന ഒരു മാർഗം ഒരുക്കണമായിരുന്നു. മനുഷ്യന്റെ യുക്തിക്ക് ചേരാത്ത ഒരു മാർഗം ഒരുക്കിയത് മൂലം ബഹുഭൂരിപക്ഷം ആളുകളും ആ മാർഗം വിശ്വസിക്കാതിരിക്കുന്നതിൽ ദൈവമാണ് പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രവൃത്തിയും കൂടാതെ ദൈവം ഒരുക്കി രക്ഷാമാർഗം സ്വീകരിക്കുന്ന ആർക്കും അത് അനുഭവവേദ്യമാകും എന്നുള്ളതിന് എന്താണ് യുക്തിഭംഗം ഉള്ളതെന്ന് മനസ്സിലായില്ല. നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ട വായു വിലയുള്ളതല്ലേ? എന്നാൽ ആരെങ്കിലും അതിന് പ്രതിഫലം കൊടുക്കുന്നുണ്ടോ? ആരെങ്കിലും ഇതിന് ദൈവത്തിന് പണമോ പ്രതിഫലമോ നൽകുന്നുണ്ടോ? എല്ലാം ദൈവം സൗജന്യമായി നൽകുന്നു. വേറെങ്ങു നിന്നും വായുവും വെള്ളവും വെളിച്ചവും ആഹാരവും കൊണ്ടുവന്ന് ജീവിക്കുവാൻ യാതൊരു കോടീശ്വരനും സാധിക്കുകയില്ല. എല്ലാവരും ദാനമായി സ്വീകരിച്ചനുഭവിക്കുന്നു. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടിയും ദൈവം ഒരുക്കി, അതും സൗജന്യമായി ദാനമായി സ്വീകരിച്ചനുഭവിക്കുക. വായുവും വെള്ളവും സൂര്യപ്രകാശവും ആഹാരവും ദൈവികമായ ഇതര സമസ്ത അനുഗ്രഹങ്ങളും സൗജന്യമായി അനുഭവിക്കുന്ന മനുഷ്യരിൽ ആർക്കും സൗജന്യമായ ആത്മരക്ഷ യുക്തിക്ക് ചേരുന്നതല്ല എന്ന് പറയാൻ അവകാശമില്ല. ആകട്ടെ, മനുഷ്യനൊരു ആത്മീയ ജീവിതം ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പ് എന്താണ്? മനുഷ്യന് ശരീരം കൂടാതെ ആത്മാവുണ്ടെന്നുള്ളതാണ്
ഭൗതിക ജീവിതം കൂടാതെ ആത്മീയ ജീവിതവും ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പ്. മനുഷ്യന് ആത്മാവുണ്ടെന്നുള്ളതാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് കേൾക്കുക. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. സെക്കരിയാവ് 12:1. മനുഷ്യന് ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തെ കണ്ടെത്തണം തുടങ്ങിയ ആത്മീയ ചിന്തകളുള്ളത്. അത് മനുഷ്യന്റെ മനസാക്ഷിയല്ലേ? അല്ല, മനസാക്ഷി വേറെ, ആത്മാവ് വേറെ. നല്ലത് ചെയ്യണം, മനുഷ്യരെ സ്നേഹിക്കണം എന്നീ ചിന്തകൾ മനുഷ്യന് കൊടുക്കുന്നത് മനസാക്ഷിയാണ്. അടുത്തത് ക്രിസ്തു വീണ്ടും വരുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചുരുക്കമായി നമുക്ക് പരാമർശിക്കാം. ക്രിസ്തു വരുമെന്ന് പറഞ്ഞിട്ട് 2024 വർഷങ്ങളായില്ലേ? ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് ക്രിസ്തു പറഞ്ഞതായിട്ടല്ലേ നാം പ്രസംഗിക്കുന്നത്? ഇത്രയും താമസിച്ചതുകൊണ്ട് ഇനിയും വരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നത് ബുദ്ധിയാണോ? ക്രിസ്തു ഒന്നാമത് വരുമെന്ന് പ്രവചനം നൽകിയ ശേഷം 4000 വർഷത്തിലധികം കഴിഞ്ഞാണ് വന്നത്. രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടും 2024 വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഒന്നാം വരവിന്റെ താമസം വെച്ച് നോക്കിയാൽ ക്രിസ്തു താമസിച്ചില്ലെന്നുള്ളതാണ് സത്യം. ഒന്നാം വരവ് സത്യമായിരുന്നെങ്കിൽ രണ്ടാം വരവും സത്യമാകും. കാരണം ഒന്നാം വരവിനോട് ബന്ധപ്പെട്ട് 300-ലധികം പ്രവചനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട് 1000-ലധികം പ്രവചനങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ വീണ്ടും വരവിന്റെ ഉദ്ദേശം എന്താണ്? സുവിശേഷം കേട്ട് വിശ്വസിച്ച് മരിച്ചുപോയവരെ ഉയർപ്പിക്കുകയും വിശ്വസിച്ച് ജീവിക്കുന്നവരെ തേജസ്കരിക്കുകയും ചെയ്ത് അവരുടെ പ്രയത്നങ്ങളെ പ്രതിഫലം നൽകുകയും അവർക്ക് വേണ്ടി ദൈവരാജ്യം സ്ഥാപിച്ച് നിത്യം അവരോടൊത്ത് വസിക്കുവാനും സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കാത്ത പാപത്തെ സ്നേഹിച്ച് ജീവിച്ചവരെ ന്യായം വിധിക്കുവാനുമാണ് ക്രിസ്തു വീണ്ടും വരുന്നത്. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനോട് ബന്ധപ്പെട്ട സാമൂഹ്യമായ അടയാളങ്ങൾ ഏവയാണ്? വളരെ തരംതാണ സാമൂഹ്യ നിലവാരമുള്ള കാലങ്ങളായിരുന്നു നോഹയുടെയും ലോത്തിന്റെയും കാലം. അന്നത്തെ ജനം ദൈവത്തെ മറക്കുകയും അസാൻമാർഗിക ജീവിതം നയിക്കുകയുമാണ് ഉണ്ടായത്. ന്യായവിധിയെക്കുറിച്ചുള്ള ഭയനിർദ്ദേശം അവർ തെല്ലും പരിഗണിച്ചില്ല. ആ തലമുറകൾ അശേഷം നശിച്ചു പോകുവാനാണ് ദൈവം ഇടയാക്കിയത്. യേശുക്രിസ്തുവിന്റെയും വരവാകുമ്പോഴേക്കും നോഹയുടെയും ലോത്തിന്റെയും കാലത്തെ സാമൂഹിക നിലയ്ക്ക് തുല്യമായ നിലയായിരിക്കും ലോകത്തുണ്ടാകുക എന്നാണ് ക്രിസ്തു പറഞ്ഞത്. എത്രയോ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്നവരാണവർ. ആ കാലത്തെ സാമൂഹിക നിലവാരമായിരിക്കും ഭാവിയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമായിരുന്നുവോ? എന്നാൽ സത്യം അതല്ലേ. മനുഷ്യൻ ശാസ്ത്രീയനും പരിഷ്കാരിയും സംസ്കാരിയും ഒക്കെ ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ധാർമ്മികമായി അനുദിനം അധപതിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ. ശാസ്ത്രീയ നേട്ടങ്ങളുടെ മേൽ ശൂന്യാകാശ യാത്ര നടത്തുന്ന മനുഷ്യൻ ദൈവിക പ്രമാണങ്ങളെ കാറ്റിൽ പറത്തുകയല്ലേ. ആഴിയുടെ അഗാധ തലങ്ങളിൽ ഊളിയിട്ടിറങ്ങി പര്യവേഷണം ചെയ്യുന്ന മനുഷ്യൻ അസാൻമാർഗീയത്വത്തിലും മയക്കുമരുന്നിലും മുങ്ങിത്താഴുകയല്ലേ. ലൈംഗിക അഴിഞ്ഞാട്ടത്തിന്റെ പരിണിത ഫലമല്ലേ മാരകമായ എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾ. ധാർമ്മിക അധപ്പതന നിമിത്തം മനുഷ്യനെ ദൈവം നോഹയുടെ കാലത്തെ പോലെയും ലോത്തിന്റെ കാലത്തെ പോലെയും ന്യായം വിധിക്കുമെന്നുള്ള അതിന്റെ വെറും സൂചനകൾ മാത്രമാണ് ഈ മഹാവ്യാധികളും ഭൂകമ്പങ്ങളും. മനുഷ്യൻ നനച്ചിരിക്കാത്ത സമയത്ത് ക്രിസ്തു വീണ്ടും വരികയും ദൈവത്തെ അറിയാത്തവരെല്ലാം സ്വയം വിധിക്കപ്പെടുകയും ചെയ്യും. നോഹയുടെ കാലത്തെ പോലെ തന്നെ ഭൗതികവാദം പ്രബലപ്പെട്ടിരിക്കുന്ന കാലമാണിത്. പണസമ്പാദനത്തിന് ഇന്ന് മനുഷ്യന് യാതൊരു തത്വദീക്ഷയുമില്ല. മറ്റുള്ളവരെ പണത്തിനു വേണ്ടി ചൂഷണം ചെയ്യുവാനും കവർച്ച ചെയ്യുവാനും വേണ്ടി വന്നാൽ കൊല്ലുവാനും മനുഷ്യന് മടിയില്ല. നിയമങ്ങൾക്കോ ശിക്ഷകൾക്കോ നന്നാക്കുവാൻ പാടില്ലാത്ത വിധം മനുഷ്യർ ആബാലവൃത്തം വഷളായി തീർന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസവും സംസ്കാരവും പരിഷ്കാരവും വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ നല്ലവനായി തീരുകയാണ് വേണ്ടത്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. 2024 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു പറഞ്ഞത് എത്ര സത്യമായിരുന്നുവെന്ന് നോക്കുക. മദ്യവും മയക്കുമരുന്നും കൂടാതെ ജീവിക്കുവാൻ കഴിയുന്നവരുടെ എണ്ണം വിരളമാണ്. ആധുനിക മനുഷ്യൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് അശ്ലീല സാഹിത്യമാണ്. കാണാൻ ഇഷ്ടപ്പെടുന്നത് ലൈംഗിക വൈകൃതങ്ങളാണ്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് മനഃപൂർവമായ ദൈവനിഷേധമാണ്. അവിവാഹിതകളായ അമ്മമാർ വർദ്ധിക്കുന്ന കാലം. പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുന്ന കാലം. മാതാപിതാക്കളെയും ഗുരുക്കളെയും ദൈവദാസന്മാരെയും ആദരിക്കാതിരിക്കുന്ന കാലം. ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്തതിനാൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന കാലം. ഈ ലോകം ന്യായവിധിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. 1985 44 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യം ഇറക്കുമതി ചെയ്ത് റഷ്യ ഒരു ലോക റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചു. കഴിഞ്ഞ 3 വർഷങ്ങളിൽ 27 ദശലക്ഷം ഭക്ഷ്യധാന്യം ഇറക്കുമതി ചെയ്തു. മോസ്കോ ന്യൂസ് ഡിസംബർ 4, 1988. റഷ്യക്ക് അമേരിക്കയേക്കാൾ കൃഷിസ്ഥലമുണ്ട്. 4 ഇരട്ടി ട്രാക്ടറുകളുണ്ട്. അമേരിക്കയേക്കാൾ 50% രാസവളം ഉത്പാദിപ്പിക്കുന്നു. എന്നിട്ടും ഇറക്കുമതി. ക്രിസ്തു മുമ്പുകൂട്ടി പറഞ്ഞു ക്ഷാമവും അവിടെ ഉണ്ടാകും. ക്രിസ്തുവിന്റെ വീണ്ടും വരവിനോട് ബന്ധപ്പെട്ട പ്രകൃതിപരമായ അടയാളങ്ങൾ ഏവയാണ്? ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധികൾ, കടലിലും ആകാശത്തിലും ഉണ്ടാകുന്ന ഇളക്കങ്ങളും ലക്ഷ്യങ്ങളുമാണ് പ്രകൃതിപരമായ അടയാളങ്ങൾ. 16-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങളേക്കാൾ അധികം ഭൂകമ്പങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ മാത്രമുണ്ടായി. പ്രത്യേകിച്ച് 1980-കളിലാണ് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടായത്. പണ്ട് ഭൂകമ്പബാധിത പ്രദേശങ്ങൾ എന്ന പേരിൽ ചില പ്രദേശങ്ങൾ മാറ്റി നിർത്താമായിരുന്നു. ഇന്ന് ഏതവസരത്തിലും ഏത് രാജ്യത്തും ഭൂകമ്പം ഉണ്ടാകുവാനുള്ള സാധ്യതയാണുള്ളതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മനുഷ്യൻ ദൈവത്തെ കൂടാതെ കെട്ടിപ്പൊക്കുന്നവയെ ഒറ്റ നിമിഷം കൊണ്ട് തട്ടി തകർത്തുകൊണ്ട്
ഒരു ദൈവം ജീവിക്കുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ക്രിസ്തുവിന്റെ വീണ്ടും വരവിന്റെ കാര്യം ദൈവം ലോകത്തെ മുന്നറിയിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ആധുനിക യന്ത്രവൽകൃത കാർഷിക സമ്പ്രദായങ്ങളും വളങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും കൃത്രിമാഹാരങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ ദശാബ്ദത്തിൽ തന്നെ എത്ര ആയിരങ്ങളാണ് ക്ഷാമം കൊണ്ട് ദിവസേന മരിക്കുന്നത്. ശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മതത്തിനും ഒന്നും ക്ഷാമത്തെ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഇനിയും കഴിയാത്തത് എന്താണ്? യേശുക്രിസ്തു 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു അന്ത്യകാലത്ത് ക്ഷാമം ഉണ്ടാകുമെന്ന്. വൈദ്യശാസ്ത്രം നേട്ടങ്ങളുടെ കുതിച്ചുചാട്ടം നടത്തുന്ന ഈ കാലത്ത് മാരകമായ പുതിയ പുതിയ രോഗങ്ങൾ അനുദിനമെന്നോണം വർദ്ധിക്കുകയല്ലേ? ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുള്ള ഈ കാലത്ത് രോഗങ്ങൾ കുറയുകയല്ലേ വേണ്ടത്? ക്രിസ്തു പറഞ്ഞു അവിടെ മഹാവ്യാധികൾ ഉണ്ടാകും എന്ന്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ ഊറ്റം കൊള്ളുകയും ശാസ്ത്രത്തെ ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ തിരിഞ്ഞ് ദൈവത്തെ ഓർക്കുവാനുള്ള സൂചനകൾ മാത്രമാണ് ഇന്നത്തെ പുതിയ രോഗങ്ങൾ. ആകാശത്തിലെ ആകർഷണ ശക്തിക്കുണ്ടാകുന്ന ക്ഷയം, കടൽക്ഷോഭം, സുനാമി തുടങ്ങി ശാസ്ത്രജ്ഞന്മാരെ പോലും അമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ വീണ്ടും വരവിന്റെ അടയാളങ്ങളായിരിക്കും. ഭൂകമ്പം. യേശുക്രിസ്തുവിന് ശേഷം ആദ്യ 1000 വർഷങ്ങളിൽ 5 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. 157 ഭൂകമ്പങ്ങൾ 14-ാം നൂറ്റാണ്ടിലും 174 എണ്ണം 15-ാം നൂറ്റാണ്ടിലും 253 എണ്ണം 16-ാം നൂറ്റാണ്ടിലും 278 എണ്ണം 17-ാം നൂറ്റാണ്ടിലും 640 എണ്ണം 18-ാം നൂറ്റാണ്ടിലും 2119 എണ്ണം 19-ാം നൂറ്റാണ്ടിലും ഉണ്ടായി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ മാത്രം 9 ലക്ഷം ഭൂകമ്പങ്ങൾ, ഓരോ മണിക്കൂറിനും ഓരോന്ന്. യേശുക്രിസ്തു പ്രവചിച്ചു, ഭൂകമ്പം അവിടെ ഉണ്ടാകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മത്തായി 24:7-35. പരിണാമവാദത്തിന് ശാസ്ത്രീയ പിന്തുണയോ സൃഷ്ടിവിവരണങ്ങൾ വിശ്വാസയോഗ്യമോ എന്നീ വിഷയങ്ങളിൽ സാധാരണ ഉണ്ടാകാറുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. പ്രാരംഭമായിട്ട് പരിണാമവാദത്തിന് ശാസ്ത്രീയ പിന്തുണയോ എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. വിവിധ തരത്തിലുള്ള ജീവൻ എങ്ങനെ ആവിർഭവിച്ചു എന്നുള്ളതിന് തെളിവുകളില്ല. അതിനാൽ പരിണാമവാദത്തിന്റെ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ചുള്ള ചരിത്രം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് 25/10/1964 പ്രസിദ്ധീകരിച്ച പേപ്പറിൽ നിന്നുള്ള ഉദ്ധരണിയാണ് നാം കേട്ടത്. പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് എന്താണ് ഇതിന്റെ തുടക്കം? ജീവനില്ലാത്ത വസ്തുക്കൾ ക്രമേണയായി പരിണമിച്ച് ജീവനുള്ള പ്രാണികളായും സസ്യങ്ങളായും രൂപപ്പെടുന്നു. തുടർന്ന് ഈ അവസ്ഥയിൽ നിന്നും വിവിധതരം മത്സ്യങ്ങളും പക്ഷികളും രൂപാന്തരപ്പെടുന്നു. അവ തുടർന്ന് ക്രമേണയായി കുരങ്ങുകളായും കുരങ്ങുകളിൽ കൂടി മനുഷ്യനായും രൂപാന്തരപ്പെടുന്നു. 1859 പ്രസിദ്ധീകരിച്ച ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചതാണ് പരിണാമ സിദ്ധാന്തം. ലോകത്തിൽ ഇതൊരു ശാസ്ത്രീയ സത്യം എന്ന പോലെ പഠിപ്പിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? പരിണാമവാദം അവതരിപ്പിച്ച ഡാർവിന്റെ തന്നെ ചില പദപ്രയോഗങ്ങൾ 374 പേജുള്ള ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് അതിൽ ഉള്ളത് ശ്രദ്ധേയമാണ്. ആസ് ഐ ബിലീവ് എന്ന പദപ്രയോഗം 13-ാമത്തെ പേജിലുണ്ട്. 19-ാമത്തെ പേജിൽ ഐ ബിലീവ് എന്ന പ്രയോഗം കാണാം. ശാസ്ത്രീയമായും ആധികാരികമായും തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ ശാഖയ്ക്ക് തികച്ചും അനുചിതമായ പരാമർശങ്ങളല്ലേ ഞാൻ അങ്ങനെ കരുതുന്നു, ഞാൻ ഊഹിക്കുന്നു തുടങ്ങിയ ഡാർവിന്റെ പ്രയോഗങ്ങൾ. മാത്രവുമല്ല, പരിണാമവാദത്തിലൂടെ സൃഷ്ടാവായ ദൈവത്തെ നിഷേധിക്കുവാനോ നിരീശ്വരവാദം തെളിയിക്കുവാനോ ഡാർവിൻ ഒരിക്കലും ഒരിടത്തും ശ്രമിച്ചിട്ടുമില്ലെന്നറിയണം. പരിണാമങ്ങളിലും തുടർമാനമായ മാറ്റങ്ങളിലും മുഖ്യഹേതുവായി ഏതോ ഒരു അദൃശ്യ ശക്തി പരമ്പരാഗതമായി മറിഞ്ഞുകിടക്കുന്നു എന്നത് എനിക്ക് നിഷേധിക്കുവാൻ സാധ്യമല്ല എന്ന് ഡാർവിൻ പറഞ്ഞു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ചില പ്രശ്നങ്ങൾ മൂലം പള്ളിയിൽ നിന്നും വിട്ടുനിന്നതല്ലാതെ ബൈബിളോ ദൈവവിശ്വാസമോ അദ്ദേഹം ത്യജിച്ചിട്ടില്ലെന്നറിയണം. ഒറിജിൻ ഓഫ് സ്പീഷീസ് ഗ്രന്ഥത്തിന്റെ 1963 പതിപ്പിന് ആമുഖം എഴുതിയ അദ്ദേഹവും ദി കോമൺവെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ കൺട്രോളിന്റെ ഡയറക്ടറുമായ പ്രൊഫസർ W.R. തോംസൺ പറയുന്നു, ജൈവ പരിണാമം എന്ന സങ്കല്പം ജീവശാസ്ത്രജ്ഞന്മാർ വളരെയധികമായി വിലമതിക്കുന്ന ഒന്നാണ്. അവരിൽ പലരും പരമോത്കൃഷ്ടമായ ഒരു വ്യാഖ്യാന തത്വമായി അതിനെ ഗണിക്കുന്നതിനാൽ ഏതാണ്ട് മതഭക്തിക്ക് തുല്യമായ ആദരവ് പ്രകടിപ്പിക്കുവാനുള്ള ഒരു വിഷയമായിട്ടാണ് അവർക്ക് അത് അവതരിക്കുന്നത്. ജീവശാസ്ത്രത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള നിശിതമായ സുവ്യയസ്ഥിത നിരൂപണങ്ങൾ ഇതുവരെയും പരിണാമ സങ്കല്പത്തിനെതിരായി ഫലപ്രദമായി ഉപയോഗിക്കാതെ ഇരിക്കുന്നതിനുള്ള കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ഇപ്രകാരമുള്ള നിരൂപണങ്ങൾക്ക് ഇനി അധികകാലം താമസം വേണ്ടി വരികയില്ലെന്നുള്ളതിന്റെ സൂചനകളുണ്ട്. ഡാർവിന്റെ L.M. ഡേവിസ് തന്റെ ഗ്രന്ഥമായ ദ ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, ഡാർവിൻ തന്റെ ഗ്രന്ഥത്തിൽ 800-ലധികം പ്രാവശ്യം നമുക്കങ്ങനെ ചിന്തിക്കാം, നമ്മൾ അംഗീകരിക്കുമെങ്കിൽ, നമ്മൾ അപ്രകാരം വിചാരിക്കുമെങ്കിൽ, അപ്രകാരം ചിന്തിക്കുമെങ്കിൽ എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നാണ്. ഡാർവിന്റെ ഗ്രന്ഥം വാസ്തവമായും അനുമാനം, അഭ്യൂഹം, ഭാവന, വിചാരം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ്. L. മെറേസൺ ഡേവിസ് ദ ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ് 1953 പേജ് 7. സൃഷ്ടിയോ പരിണാമമോ, വെബർ പേജ് 11. പരിണാമവാദം നിരീശ്വരവാദത്തെ വളർത്തുന്ന വളമായി തീർന്നെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയല്ലേ?
ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ നിരീശ്വരവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ മൂലധനം ഡാർവിന് സമർപ്പിക്കുന്നതിന് അനുവാദം തേടിയ കാറൽ മാർക്സിനോട് അദ്ദേഹം വിയോജിച്ച ചരിത്രം പലർക്കും അറിയില്ല. ഡാർവിന്റെ മറുപടി മോസ്കോയിലെ മാക്സ് എംഗൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തോടുള്ള തന്റെ സമീപനം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോസഫ് സ്റ്റാലിന്റെ കാലത്ത് 1928 മുതൽ 1953 വരെയുള്ള കാലഘട്ടത്തിൽ റഷ്യയിൽ ഡാർവിനിസം നിരോധിക്കപ്പെട്ടതിന്റെ കാരണം മറ്റൊന്നായിരുന്നില്ല. നിരീശ്വരവാദിയോ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ അല്ലായിരുന്നു ഡാർവിൻ. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ലല്ലോ. ഡാർവിന്റെ പുസ്തകം അച്ചടിച്ചപ്പോൾ സൃഷ്ടി വിവരണങ്ങളുള്ള ബൈബിളിന്റെ അടിത്തറ ഇളകിയെന്ന് നിരീശ്വരന്മാർ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ബൈബിളിന്റെ സൃഷ്ടി വിവരണത്തെ നിരോധിക്കുന്ന ഒരൊറ്റ ശാസ്ത്രീയ നിലപാടും ഡാർവിന്റെ പരിണാമവാദത്തിലില്ല. ഡാർവിന്റെ പരിണാമവാദം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത സിദ്ധാന്തമായി ഇന്നുവരെ തുടരുന്നു. ഒരു കാലത്ത് പരിണാമ സിദ്ധാന്ത പ്രചാരകരായിരുന്ന ശാസ്ത്രജ്ഞന്മാർ ഇന്ന് സൃഷ്ടിവാദ ശാസ്ത്ര സംഘടനകളിൽ അംഗങ്ങളായിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം പരിണാമവാദികളിൽ പരിഭ്രമം പരത്തിക്കൊണ്ടിരിക്കുന്നു. തെളിവുള്ള തെറ്റ്. പരിശീലനം ലഭിച്ച നിരീക്ഷകന്മാരുണ്ടായിരുന്നിട്ടും ഒരു ജീവി മറ്റൊരു ജീവിയായി പരിണമിച്ചതായിട്ട് ഒരിക്കൽ പോലും രേഖപ്പെടുത്തുവാൻ സാധിച്ചില്ല. ചാൾസ് ഡാർവിൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഹാർവാർഡ് ക്ലാസിക്സ്, 1909, വോളിയം 2. കത്തോലിക്ക സഭയ്ക്ക് പരിണാമവാദത്തോട് കൂടുതൽ അയഞ്ഞ സമീപനം അടുത്ത കാലത്ത് ഉണ്ടായതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? പരിണാമ സിദ്ധാന്തത്തെ അതിന്റെ ആരംഭകാലത്ത് തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകളും കത്തോലിക്ക സഭയും എതിർത്തെങ്കിലും കത്തോലിക്ക സഭ തങ്ങളുടെ സമീപനത്തിൽ അയവ് വരുത്തുവാൻ പല കാരണങ്ങളുണ്ട്. ബ്രൂണോ, കോപ്പർനിക്കസ്, ഗലീലിയോ തുടങ്ങി നിരവധി പേരോടുള്ള സമീപനത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയത് ചരിത്ര സത്യമാണ്. ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ലെന്ന് വരികിലും ബൈബിളിൽ ഏതാണ്ട് 10,000-ൽ പരം ശാസ്ത്രീയ പ്രസ്താവനകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് മറ്റ് ബൈബിൾ പ്രസ്താവനകളും തെറ്റാണെന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് തെളിയിക്കുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുമില്ല. ഗലീലിയോ കണ്ടുപിടിച്ചതും ബൈബിളിൽ ഉണ്ടായിരുന്നു. പക്ഷേ കത്തോലിക്ക സഭ ബൈബിൾ സാധാരണക്കാർക്ക് എത്തിക്കുവാൻ പരാജയപ്പെട്ടു. അത് പഠിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മുൻപറഞ്ഞ പ്രമാദത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ഗലീലിയോ സംഭവത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയെന്ന് ജോൺ പോൾ മാർപ്പാപ്പ 1992 സമ്മതിച്ചു. കത്തോലിക്ക സഭ ശാസ്ത്രത്തിനൊക്കെ എതിരാണെന്ന ചിന്ത പലരും വളർത്തി. അതിനും കൂടെ ഒരു പരിഹാരം എന്നവണ്ണം പലതും തീരുമാനിക്കുന്നു. ബൈബിൾ ദൈവശാസ്ത്രപരമായി വിലയിരുത്തുമ്പോൾ യാതൊരു ന്യായീകരണവും ഈ തീരുമാനത്തിനില്ല. അത് തികച്ചും വ്യക്തിപരമായ നിലപാടെന്നേ വരും. ദൈവിക ഇടപെടലുകളോടുകൂടിയ പരിണാമം എന്ന സിദ്ധാന്തത്തെ പറ്റി ഡോക്ടർ ഫരീദ് അബു റാമയുടെ വാക്കുകൾ ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. ആദ്യകോശം എങ്ങനെയുണ്ടായി എന്നത് വിശദീകരിക്കുവാൻ പരിണാമവാദികൾ ബുദ്ധിമുട്ടി. അപ്പോൾ ക്രിസ്തുവിശ്വാസികൾ പറഞ്ഞു, ആദ്യകോശം ദൈവം സൃഷ്ടിച്ചു, തുടർന്നുള്ള പ്രക്രിയകൾക്കായി ദൈവം പരിണാമത്തെ അനുവദിച്ചു. ഇതിന്റെ കുഴപ്പം വളരെ വ്യക്തമാണ്. പരിണാമവാദികൾ ഈ സഹായം അനുവദിക്കുകയില്ല. കാരണം അവരുടെ ഉദ്ദേശം ദൈവത്തെ ചിത്രത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുക എന്നതാണല്ലോ. മറുവശത്തെ സൃഷ്ടി നടത്തുവാൻ കഴിവില്ലാത്ത നിസ്സഹായനായ ഒരു ദൈവത്തെ എങ്ങനെ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കും? ആദ്യത്തെ കോശം സൃഷ്ടിച്ച ശേഷം ലക്ഷക്കണക്കിന് വർഷങ്ങൾ വ്യതിയാനത്തിലൂടെ പരിണാമം നടക്കുന്നത് കാത്ത് ദൈവം ഇരുന്നു. അപ്പോൾ വരുന്നു ഒരു ട്രൈലോബൈറ്റ്, അതിനുശേഷം 200 ദശലക്ഷം വർഷം കഴിഞ്ഞ് ഒരു തവള. അങ്ങനെ അനേക ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം വലിയ പോരാട്ടങ്ങളും കഷ്ടപ്പാടുകളും മരണവും അർഹതയുള്ളതിന്റെ നിലനിൽപ്പും ഒക്കെ അതിജീവിച്ച് മനുഷ്യൻ രംഗപ്രവേശം ചെയ്യുന്നു. ഇതല്ല നമ്മുടെ ദൈവം. ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള നിസ്സഹായനായ ദൈവത്തെ അല്ല. സർവശക്തനായ സൃഷ്ടിതാവും ശില്പിയുമായ ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. തന്റെ ശക്തിയാൽ ഭൂമിയെ നിർമ്മിച്ച ശക്തനായ ദൈവം, തന്റെ ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ച ജ്ഞാനിയായ ദൈവം, തന്റെ വിവേകത്താൽ ആകാശത്തെ ഉറപ്പിച്ച വിവേകപൂർണനായ ദൈവം. ഇരമ്യാവ് 10:12 നോക്കുക. തന്റെ പ്രത്യേക സാദൃശ്യത്തിൽ നിർമ്മിച്ച മനുഷ്യനെ കൊണ്ട് സകല സൃഷ്ടിയെയും അലങ്കരിക്കുവാനായി സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവം, ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ ദൈവം. സർവശക്തനായ നമ്മുടെ സൃഷ്ടാതാവിന്റെ മഹിമ കുറച്ചു കാണിക്കുന്ന യാതൊരു സിദ്ധാന്തവും അംഗീകരിക്കുവാൻ നാം കടപ്പെട്ടവരല്ല. അടുത്തത്, സൃഷ്ടിപൂർണങ്ങൾ വിശ്വാസയോഗ്യമോ എന്ന വിഷയം നമുക്ക് പരാമർശിക്കാം. പരിണാമത്തെ ബൈബിളുമായി കൂട്ടിയോജിപ്പിച്ച് പ്രശ്നപരിഹാരം കാണുവാൻ ദ്രുതഗതിയിലുള്ള ശ്രമങ്ങളുണ്ടായി. ദൈവവചനത്തിന്റെ സംശുദ്ധിക്ക് കലർപ്പ് ചേർത്താണ് എല്ലായ്പ്പോഴും ഈ യോജിപ്പിക്കൽ സാധിച്ചെടുത്തിരുന്നത്. ഒരു രീതിയിലും ഇത് എനിക്ക് അംഗീകരിക്കുവാൻ ആവുമായിരുന്നില്ല. ഈ വിഷയം സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ട് വർഷങ്ങൾ തന്നെ ഞാൻ ചെലവിട്ടു. പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെപ്പറ്റി ഓരോ തവണയും ഞാൻ വായിക്കുമ്പോൾ ബൈബിൾ പ്രസ്താവനകളുമായി അത് എത്ര അതിശയകരമായി യോജിക്കുന്നു എന്ന് കണ്ട് ഞാൻ അതിരറ്റ് ആഹ്ലാദിക്കാറുണ്ട്. ഈ വാക്കുകൾ ഡോക്ടർ ഫരീദ് അബു റാമെ ബൈബിൾ ആധികാരികമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. GLS മുംബൈ 2005, പേജ് 11-12 ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഒറ്റ ദിവസം കൊണ്ട് സൃഷ്ടികരണം നിർവഹിക്കാതെ 6 ദിവസം കൊണ്ട് നിർവഹിക്കുകയും 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുകയും ചെയ്തത്? ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമവും അതിലുള്ളതൊക്കെയും വരുവാനിരുന്നവയുടെ സാദൃശ്യമാണെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത്. എബ്രായർ 10:1 നോക്കുക. പഴയ സൃഷ്ടികർമ്മവും അങ്ങനെ തന്നെ. അത് പുതിയ സൃഷ്ടിയുടെ നിഴലാണ്. ഒരുവൻ ക്രിസ്തുവിലാകുന്നതാണ് പുതിയ സൃഷ്ടി. 2 കൊരിന്ത്യർ 5:17.
മനുഷ്യന്റെ പുതുജനനത്തിന്റെ സാധന പാഠങ്ങളാണ് 6 ദിവസത്തെ സൃഷ്ടി. 1-ാം ദിവസം വെളിച്ചം. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പാപിയായ മനുഷ്യന് ഒന്നാമത് ദൈവ വെളിച്ചമുണ്ടാകുന്നു. യോഹന്നാൻ 8:12. 2-ാം ദിവസം വേർപാട്. രക്ഷിക്കപ്പെട്ടവൻ പാപത്തോടും അന്ധവിശ്വാസങ്ങളോടും വേർപെടണം. 2 കൊരിന്ത്യർ 6:16. 3-ാം ദിവസം ഫലവൃക്ഷങ്ങൾ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനുണ്ടാകുന്ന ആത്മീയ ഫലങ്ങളെ ഇത് കാണിക്കുന്നു. ഗലാത്യർ 5:22. 4-ാം ദിവസം സൂര്യചന്ദ്ര നക്ഷത്രാദികൾ. ഒരു വിശ്വാസി വാക്കോ സംഭാഷണമോ കൂടാതെ തന്നെ ദൈവിക വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നവനാകണം. ഫിലിപ്പർ 2:14. 5-ാം ദിവസം ആകാശത്തിൽ പറവജാലങ്ങളും വെള്ളത്തിൽ ജലജന്തുക്കളും അവയെ ആകാശത്തിലെ കാറ്റിനെയും കടലിലെ ഒഴുക്കിനെയും തരണം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് പോലെ വിശ്വാസി കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും സന്തോഷിച്ചുകൊണ്ട് ദൈവശക്തി വെളിപ്പെടുത്തണം. റോമർ 5:4. 6-ാം ദിവസം ദൈവസാദൃശ്യത്തിലുള്ള മനുഷ്യൻ. ഇതാണ് സൃഷ്ടികർമ്മത്തിൽ ദൈവ ഹൃദയത്തെ ഏറ്റവും സന്തോഷിപ്പിച്ച വിഷയം. വിശ്വാസി മനസ്സുപുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണം. റോമർ 8:29, 12:2. 7-ാം ദിവസം സ്വസ്ഥത. ഇത് ദൈവജനത്തിന്റെ ഭാവി പ്രത്യാശയാണ്. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുവൻ ശേഷിച്ചിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനം പറയുന്നു. എബ്രായർ 4:9. വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന 7 ഘട്ടങ്ങളെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകുവാനാണ് ദൈവം 6 ദിവസം കൊണ്ട് പടിപടിയായി സൃഷ്ടികർമ്മം നടത്തുകയും 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുകയും ചെയ്തത്. സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം 7-ാം നാൾ സ്വസ്ഥനായിരുന്നു. ദൈവം 7-ാം നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അതുകൊണ്ട് അന്നു മുതൽ മനുഷ്യർ ശബത്ത് ആചരിച്ചു കാണുകയില്ലേ? ദൈവം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിന് പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യന് ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്ന നിത്യസ്വസ്ഥതയുടെ ഒരു നിഴലായിരുന്നു അത്. എബ്രായർ 4:9. എന്നാൽ ദൈവം 7-ാം നാളിനെ ആരാധനയ്ക്കായി അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് ഏദൻ തോട്ടത്തിലല്ല. പൂർവ്വപിതാക്കൾ ആരും ശബത്ത് ആചരിച്ചിട്ടുമില്ല. ആവർത്തനം 5:3. 10 കൽപ്പനയിൽ ഒന്നാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്ക എന്നുള്ളത്. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നത് കൊണ്ടാണ് 10 കൽപ്പനയിൽ ഒരു ദിവസം ആരാധനയ്ക്കായി വേർതിരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അത് ശനിയാഴ്ച ആയിരിക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചത്. 10 കൽപ്പന നൽകപ്പെട്ട ശേഷമാണല്ലോ ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. അതുകൊണ്ട് അത് എഴുതിയപ്പോൾ നിലവിലുള്ള ആചാരത്തിനുണ്ടായ മൂല കാരണം എഴുതിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ദൈവം ചെയ്ത ഒരു കാര്യം എഴുതിയപ്പോൾ അതിന്റെ സ്വാധീനം കൊണ്ടുണ്ടായ ഒരു ആചാരത്തെക്കുറിച്ച് കൂടി എഴുതിയെന്നേ ഉള്ളൂ. ശബത്തോ ന്യായപ്രമാണമോ അതേപടി ആചരിക്കുവാൻ സഭയ്ക്ക് ബാധ്യത ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ശബത്ത് നൽകിയതിന്റെ കാരണം ആവർത്തനം 5:5 പറയുന്നു. നീ ഇസ്രയേൽ അഥവാ മിസ്രയീം ദേശത്തെ അടിമയായിരുന്നുവെന്നും അവിടെ നിന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചുവെന്നും ഓർക്കാം. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ കൽപ്പിച്ചു. എഹെസ്കേൽ 2:10-20 വാക്യങ്ങൾ പറയുന്നത് യഹൂദന്മാർക്കും ദൈവത്തിനും തമ്മിലുള്ള ഒരു അടയാളമായിരിക്കാൻ ശബത്ത് നൽകി എന്നുമാണ്. ശബത്ത് ഉൾപ്പെടെ 10 കൽപ്പനകളും പ്രതാക്കന്മാർക്ക് കൊടുത്തിട്ടില്ലെന്ന് ആവർത്തനം 5:3-5 പറഞ്ഞിട്ടുണ്ട്. ഗലാത്യർ 3:17 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം എന്നാണ് ശബത്ത് ഉൾപ്പെടെയുള്ള ന്യായപ്രമാണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശബത്തോ ന്യായപ്രമാണമോ അതേപടി ആചരിക്കുവാൻ സഭയ്ക്ക് ബാധ്യതയില്ല. നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. റോമർ 7:6. ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളിൽ 9 എണ്ണവും മറ്റ് സാൻമാർഗിക നിയമങ്ങളും ചട്ടങ്ങളും പുതിയ നിയമത്തിൽ ഓരോന്നായി അനുസരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ശബത്ത് നിഴലാണെന്നും അനുസരിച്ചുകൂടുന്നുമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർ 2:16. പൊരുൾ വന്നപ്പോൾ നിഴൽ നീങ്ങിപ്പോയി. ഗലാത്യർ 4:10 ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആചരിക്കുന്നത് തെറ്റെന്ന് പറയുന്നു. അതുകൊണ്ട് 7-ാം ദിന ശബത്ത് ആചരിക്കുന്നത് വചനവിരുദ്ധമാണ്. യഥാർത്ഥ ശബത്തിൽ തീ കത്തിക്കുവാനോ വിറക് പെറുക്കുവാനോ ദൂരയാത്രയ്ക്കോ അനുവാദമില്ല. യോഹന്നാൻ 5:18 അങ്ങനെ കർത്താവ് ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് എന്ന് പറയുന്നു. മർക്കോസ് 2:27-28 പ്രകാരം ശബത്ത് മാറ്റുവാനും അവകാശമുണ്ടെന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് ആത്മീയമായ ശബത്ത് അനുഭവത്തിൽ പ്രവേശിച്ച വിശ്വാസികൾക്ക് നിഴലായ ശബത്ത് പ്രമാണിക്കുവാൻ പാടില്ല. ആദാമിന് ശേഷം ദൈവം ഓരോ മനുഷ്യനിലും ആത്മാവിനെ നൽകുകയാണോ? അല്ല. ആദാമിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട ഹവ്വയിലേക്ക് ദൈവം ആത്മാവിനെ ഊതിയില്ല. കാരണം ആദാമിൽ നിന്നും ദൈവം വാര്യലിനെ മാത്രമല്ല എടുത്തത്, അസ്ഥിയും മാംസവും രക്തവും ഞരമ്പും ത്വക്കും എടുത്ത കൂട്ടത്തിൽ ആത്മാവിനെയും എടുത്തു. ആദാം ഹവ്വാമാരിൽ നിന്നും ആത്മാവും ശരീരവും ലഭിച്ചാണ് പിന്നീട് മക്കളുണ്ടായത്. അന്നു മുതൽ ഇന്ന് വരെ സ്ത്രീ പുരുഷന്മാരിൽ നിന്നും ശരീരവും ആത്മാവും പകർന്നാണ് മനുഷ്യൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗർഭസ്ഥ ശിശുവിലേക്കും ദൈവം ആത്മാവിനെ ഊതുകയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ ചിന്താഗതി ശരിയല്ല. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ശരീരം മാത്രം പാപമുള്ളതും ആത്മാവ് പാപമില്ലാത്തതും ആയേ മതിയാകും. അല്ലെങ്കിൽ ദൈവം പാപമുള്ള ആത്മാവിനെ വേണം മനുഷ്യനിൽ ഊതുവാൻ. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാരിൽ നിന്നുള്ള പാപം നിറഞ്ഞ ശരീരവും പാപം നിറഞ്ഞ ആത്മാവുമാണ് ശിശുവിനുള്ളത്. ദൈവം ഗർഭസ്ഥ ശിശുക്കളിൽ ആത്മാവിനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നൽകുന്ന പക്ഷം സകല അവിഹിത ഗർഭത്തിനും ദൈവം കൂട്ടുനിൽക്കുന്നുവെന്ന് പറയേണ്ടി വരികയില്ലേ? മനുഷ്യനിൽ ശരീരം, ആത്മാവ് എന്നീ 2 ഘടകം മാത്രമാണോ ഉള്ളത്? അതോ ദേഹി എന്ന മൂന്നാമതൊരു ഘടകം കൂടെ ഉണ്ടോ?
1 തെസ്സലോനിക്കർ 5:23 ആത്മാവ്, പ്രാണൻ, ദേഹം എന്നീ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി ഉൽപ്പത്തി 2:7 യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുന്നു. മൂക്കിൽ ജീവശ്വാസം ഊതി ശരീരത്തിൽ ഉള്ളിൽ ആത്മാവിനെയും പ്രാണനെയും സൃഷ്ടിച്ചു. മൃഗങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഉൽപ്പത്തി 1:24. ഉൽപ്പത്തി 2:7 പറയുന്ന മനുഷ്യ സൃഷ്ടിയെപ്പറ്റി സക്കര്യാവ് 12:1 പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത. യെശയ്യാവ് 57:16 മനുഷ്യരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ ദേഹികളും എന്ന് പറഞ്ഞിരിക്കുന്നു. ദേഹത്തെ കൂടാതെ മനുഷ്യന് ആത്മാവും ദേഹിയും കൂടി ദൈവം സൃഷ്ടിച്ച് നൽകി എന്നർത്ഥം. ആത്മാവിന്റെ ഒരു വിശേഷണമാണ് ദേഹി അഥവാ പ്രാണൻ എന്ന് കരുതാനാവില്ല. പ്രാണൻ എന്നുള്ളതിന് ആത്മാവെന്നും തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്നാൽ മുൻ പറഞ്ഞതുപോലെ മനുഷ്യന് ആത്മാവും പ്രാണനും ഉണ്ടെന്ന് തെളിവായി പറഞ്ഞിട്ടുള്ളതുപോലെ മൃഗങ്ങൾക്ക് അത് രണ്ടും ഉണ്ടെന്ന് ഒരിടത്തും ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. അതിന്റെ സാരം മൃഗങ്ങൾക്ക് പ്രാണനുണ്ടെങ്കിലും മനുഷ്യനെ പോലെ പ്രാണനും ആത്മാവും ഇല്ലെന്നാണ്. ആത്മാവും പ്രാണനും രണ്ടും രണ്ട് തന്നെയാണ്. ദൈവത്തിലൊരു തൃത്വമുള്ളതുപോലെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മരണസമയത്തും അതിനുശേഷവും മനുഷ്യന് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വിശ്വാസം മരിക്കുമ്പോൾ ശരീരത്തിന് മരണം സംഭവിക്കുന്നു, ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് പ്രാണനോടുകൂടെ ശരീരം വിട്ട് കർത്താവിന്റെ അടുക്കൽ പോകുന്നു. 2 കൊരിന്ത്യർ 5:8, ഫിലിപ്പിയർ 1:23. എന്നാൽ അവിശ്വാസി മരിക്കുമ്പോൾ അവന്റെ ശരീരം മണ്ണിലേക്ക് പോകുന്നു. ആത്മാവ് ന്യായവിധി ദിവസം വരെ ധനവാന്റെ മരണ സംഭവത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ ലൂക്കോസ് 16 പാതാളത്തിലേക്ക് പോകുന്നു. ഗ്രീക്കിൽ ഹെയ്ഡ്സ് അഥവാ അധമപാതാളം അഥവാ അദൃശ്യസ്ഥലം എന്നർത്ഥം. ന്യായവിധി കഴിഞ്ഞ് ഒടുവിൽ വെളിപ്പാട് 20:10 പറഞ്ഞിരിക്കുന്നത് പോലെ ഗന്ധക തീപ്പൊയിലേക്ക് തള്ളപ്പെടും. വിലക്കപ്പെട്ട കനി തിന്നുന്ന നാളിൽ മനുഷ്യൻ മരിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് അന്ന് ശാരീരികമായി മരിക്കാതിരുന്നത്? മനുഷ്യനു വേണ്ടി ഒരു പ്രായശ്ചിത്തം ഉണ്ടാക്കുവാൻ ദൈവത്തിന് കൃപയുണ്ടായി. പാപിയായ മനുഷ്യന് പകരം ഒരു മൃഗം യാഗമായി. മനുഷ്യന് പകരം മൃഗം രക്തം ചിന്തി മരിച്ചു. അതുകൊണ്ടാണ് മനുഷ്യൻ അന്ന് ശാരീരികമായി മരിക്കാതിരുന്നത്. ഈ മൃഗം കൊല്ലപ്പെട്ടത് യേശുവിന്റെ യാഗമരണത്തിന്റെ നിഴലായിരുന്നു. കൊല്ലപ്പെട്ട മൃഗത്തിന്റെ തോൽ ആദമിനും ഹൗവയ്ക്കും വസ്ത്രമായതുപോലെ ക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീല എബ്രായർ 10:19 നോക്കുക. വിശ്വസിക്കുന്നവർക്ക് വസ്ത്രമായി തീരുകയാണ്. ഗലാത്യർ 3:27. തോൽ ഉടുപ്പ് മൂലം ആദം ഹൗവമാർ ദൈവമുമ്പാകെ നിൽക്കുവാൻ യോഗ്യരായതുപോലെ ക്രിസ്തുവിനെ ധരിക്കുന്നവർ ദൈവമുമ്പാകെ നിൽക്കുവാൻ യോഗ്യതയുള്ള മക്കളായി മാറുകയാണ്. ഏക ദൈവത്വത്തിൽ 3 ആളത്വങ്ങൾ ഉണ്ടെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് വ്യക്തമാക്കാമോ? ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വാക്യത്തിൽ തന്നെ ഈ സത്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മൂലഭാഷയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന ആദ്യ വാക്യത്തിലെ ദൈവം എന്ന വാക്ക് എലോഹീം എന്ന ബഹുവചനവും സൃഷ്ടിച്ചു എന്ന വാക്ക് ബാറ എന്ന ഏകവചനവുമാണ്. ഇതിൽ നിന്നും ഒന്നിലേറെ ആളത്വങ്ങളുള്ള ദൈവം ഏകത്വം ഉള്ളവനാണെന്ന് മനസ്സിലാക്കാം. മനുഷ്യ സൃഷ്ടി വിവരിക്കുന്നിടത്ത് ഈ ഏകത്വത്തിലെ ബഹുത്വം വീണ്ടും കാണാം. ദൈവം നാം നമ്മുടെ രൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഉൽപ്പത്തി 1:26. നാം എന്നത് ബഹുവചനമാണല്ലോ. എന്നാൽ ഇതിന് ചിലർ എതിർന്യായം പറയുന്നത് ഇത് രാജാക്കന്മാർ പറയുന്നത് പോലെയുള്ള പൂജക ബഹുവചനം ആയിക്കൂടെ എന്നാണ്. പാപം ചെയ്ത മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുന്ന ഭാഗം പഠിച്ചാൽ ബഹുവചനമാണ്, പൂജക ബഹുവചനമല്ല എന്ന് കാണാം. ഉൽപ്പത്തി 3:22 നോക്കുക. മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിലൊരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ജലപ്രളയാനന്തരം ബാബേൽ ഗോപുരം പണിയുവാൻ ശ്രമിച്ചവരെ കുറിച്ച് ദൈവം പറഞ്ഞതും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഏക ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ടെന്ന് സംശയലേശമന്യേ ആർക്കും മനസ്സിലാകും. ഉൽപ്പത്തി 11:7 ഇങ്ങനെയാണ്: വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളകാം. ഇവിടെ ഏക ദൈവത്വത്തിലെ ഒരാളത്വം മറ്റാളത്വങ്ങളെ ആഹ്വാനം ചെയ്യുകയല്ലേ? 3 ദൈവങ്ങളുണ്ടെന്നല്ല, 3 തുല്യ ആളത്വമുള്ള ഏക ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഹവ്വയുടെ പാപത്തിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭർത്താവിനെ പാപത്തിന് പ്രേരിപ്പിച്ചു. ദൈവാശ്രയ ബോധം നഷ്ടമായതിനാൽ സ്വപ്രയത്നത്താൽ നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചു. ദൈവത്തോട് സ്നേഹത്തിന് പകരം ഭയമായി. ദൈവത്തോടുള്ള കൂട്ടായ്മ വിട്ട് ഓടി ഒളിച്ചു. തെറ്റ് സമ്മതിക്കുവാൻ മനസ്സില്ലാതെ മറ്റുള്ളവരെ പഴിചാരുവാൻ തുടങ്ങി. കഷ്ടതയോടും വേദനയോടും കൂടിയുള്ള പ്രസവത്തിന് കാരണക്കാരിയായി. ഭരണത്തിലുള്ള തുല്യ പങ്കാളിത്തം നഷ്ടമാവുക മാത്രമല്ല, ഭർത്താവിനാൽ ഭരിക്കപ്പെടുന്നവളുമായി. ഏദൻ തോട്ടം നഷ്ടമായി. പുത്രമരണത്തിന് സാക്ഷിയാകേണ്ടി വന്നു. ആദാമിന്റെ പാപത്തിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം ഭാര്യയെ അനുസരിച്ചതാണ് ആദാമിന്റെ പാപം. തന്മൂലം ഹൗവയ്ക്കുണ്ടായതുപോലെയുള്ള ഭയവും അപകർഷതാബോധവും ദൈവാശ്രയ ബോധക്കുറവും ഉണ്ടായി. കഷ്ടതയോടും വിയർപ്പോടും കൂടെ അഹോവൃത്തി കഴിക്കുവാൻ വിധിക്കപ്പെട്ടു. ഭൂമി ശപിക്കപ്പെടുകയും അതിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കുവാൻ ഇടയാകുകയും ചെയ്തു. ഏദൻ തോട്ടം നഷ്ടമായി. മനുഷ്യരാശിയുടെ ശാപത്തിന് കാരണക്കാരനായി. റോമർ 5:12-19 വരെ നോക്കുക. പാപം മൂലം ആദാമിനും തലമുറകൾക്കും ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ എന്തൊക്കെയാണ്? പാപം മൂലം ആദാമിനും തലമുറയ്ക്കും ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ വിവരിക്കാവുന്നതല്ല. ഏറ്റവും ഭീകരമായത്
ദൈവത്തെ നഷ്ടമായി എന്നുള്ളതാണ്. ദൈവവുമായി വേർപെട്ടു. രണ്ടാമത് തന്നെ തന്നെ നഷ്ടമായി. അതായത് യഥാർത്ഥ മനുഷ്യത്വം. അതാണ് ഭയം ഉണ്ടാകുവാനും ഓടി ഒളിക്കുവാനും കാരണം. മുമ്പേ മനുഷ്യന് ഭയമോ അപകർഷതാബോധമോ ഉണ്ടായിരുന്നില്ല. മൂന്നാമത് മനുഷ്യനും തമ്മിൽ വേർപാടുണ്ടായി. ആദം തന്റെ ഭാര്യ ഹൗവയെ തള്ളി പറഞ്ഞു. കയീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നു. കയീനിൽ നിന്നുള്ള അശുദ്ധ വംശവും ശേത്തിൽ നിന്നുള്ള വിശുദ്ധ വംശവും എന്ന ചേരിത്തിരിവുണ്ടായി. ഭാഷകളുടെ വ്യത്യസ്തതയുണ്ടായി. യഹൂദിനും പുറജാതിയും എന്ന വേർതിരിവുണ്ടായി. മനുഷ്യനും പക്ഷിമൃഗാദികളും തമ്മിൽ അകൽച്ചയുണ്ടായി. പണ്ട് സകല മൃഗങ്ങളും പക്ഷികളും ഇഴജാതിയും മനുഷ്യനെ അനുസരിക്കുമായിരുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വൈര്യമായി. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വെള്ളം ജലപ്രളയത്തിലൂടെ മനുഷ്യന്റെ നാശത്തിനായി പരിണമിച്ചു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ചെറുതും വലുതുമായ വേർപാടുകളും കഷ്ടങ്ങളും മനുഷ്യനെ വേട്ടയാടുവാൻ തുടങ്ങി. അവസാനം അവർ മരണത്തോട് ശരീരത്തോടും ലോകത്തോടും വേർപെടുവാൻ തുടങ്ങി. യേശുവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടോ? സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ മൊത്തത്തിൽ ഉദ്ദേശിച്ചുള്ളതാകരുത്. അവൻ നിന്റെ തല തകർക്കുമെന്നുള്ളത് മനുഷ്യർ പാമ്പുകളെ കൊല്ലുന്ന കാര്യമായിക്കൂടെ? ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി എന്നുള്ളത് യേശുവിന്റെ കന്യകാ ജനനത്തിന്റെ പ്രവചനമാണെന്നുള്ളത് വെറുതെ സങ്കല്പിച്ച് പറയുന്നതല്ല. പുതിയ നിയമത്തിൽ വ്യക്തമായി തെളിയിച്ചു തന്നിട്ടുണ്ട്. ഗലാത്യർ 4:4 പറയുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്നാണ്. ലോകത്തിൽ 4 നിലയിലാണ് മനുഷ്യജന്മം സാധിച്ചിട്ടുള്ളത്. ഒന്നാമത് മണ്ണുകൊണ്ട് ആദാം, രണ്ടാമത് ആദാമിന്റെ ശരീരഭാഗം കൊണ്ട് ഹൗവ, മൂന്നാമത് സ്ത്രീയുടെയും പുരുഷന്റെയും ഭാഗങ്ങൾ ചേർന്ന് അന്ന് തുടങ്ങി മനുഷ്യവർഗം, നാലാമത് പുരുഷബന്ധം കൂടാതെ ദൈവാത്മാവ് ഒരു സ്ത്രീയെ മാത്രം ഉപാധിയാക്കി. ക്രിസ്തു ഒഴിച്ച് ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും പുരുഷന്മാരിൽ നിന്നാണ്, ക്രിസ്തു മാത്രം സ്ത്രീയിൽ നിന്ന്. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതികൾ എന്നല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ അവൻ നിന്റെ തല തകർക്കും എന്നാണ്, അവർ തല തകർക്കും എന്നല്ല. സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നത് തന്റെ ക്രൂശുമരണത്താൽ സാത്താനെ നീവരുമായി തോൽപ്പിക്കുന്ന കാര്യമാണ്. പഴം തിന്നാൽ നീ മരിക്കും എന്നുള്ള വിധി ആദാമിന് പകരം ക്രിസ്തുവിൽ നിവർത്തിയായതോടെ സാത്താന് മനുഷ്യന്റെ മേലുള്ള അധികാരം നഷ്ടമാവുകയും സാത്താൻ തോൽക്കുകയും ചെയ്തു. അഥവാ അവന്റെ തല തകർക്കപ്പെട്ടു. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു എന്ന് കാണുന്നു. ഇതിലെ ദൈവത്തിന്റെ പുത്രന്മാർ ദൂതന്മാരാണെന്നൊരു പഠിപ്പിക്കലുണ്ടല്ലോ, അതേക്കുറിച്ച് എന്ത് പറയുന്നു? ദൂതന്മാർ ആത്മശരീരികളാണ്. മനുഷ്യന് ഗോചരീഭവിക്കുവാൻ, മനുഷ്യരെന്ന് തോന്നുന്ന വിധം പ്രത്യക്ഷപ്പെടുവാൻ സാധിക്കും. അവർക്ക് വിവാഹമില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എത്രയാകുന്നു. മത്തായി 20:30. ദൂതന്മാരിൽ സ്ത്രീകളില്ല. ദൂതന്മാർക്ക് ജനനത്താൽ വർധനവില്ല, മരണത്താൽ കുറവുമില്ല. അതുകൊണ്ട് ദൈവപുത്രന്മാർ ദൂതന്മാരാണെന്ന് ചിന്തിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഹാബേലിൽ ആരംഭിച്ച് ശേത്ത്, ഏനോശ്, ഹാനോക്ക് തുടങ്ങിയ ആരാധനക്കാരുടെ വംശവും കയീനിൽ ആരംഭിച്ച് അവന്റെ സന്തതി പരമ്പരകളുടെ ആരാധനയില്ലാത്ത മറ്റൊരു വംശവുമായി 2 വംശങ്ങൾ അന്ന് ഉണ്ടായിരുന്നതായാണ് ഉൽപ്പത്തി 4-5 അധ്യായങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൽ ആരാധനയുള്ള വംശത്തെ ദൈവത്തിന്റെ മക്കളെന്ന് കരുതുന്നത് തികച്ചും യുക്തിപരമാണ്. യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടുന്നവരെ ഇന്ന് ദൈവമക്കൾ എന്നാണല്ലോ വിളിക്കുന്നത്. ദൈവമക്കളുമായി മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് വ്യക്തമായ കൽപ്പനയുണ്ട്. 1 കൊരിന്ത്യർ 7:39, 2 കൊരിന്ത്യർ 6:14. ദശാംശത്തെക്കുറിച്ച് കൽപ്പന നൽകുന്നതിന് മുമ്പ് അബ്രഹാം ദശാംശം നൽകുകയും യാക്കോബ് ദശാംശം നൽകുമെന്ന് നേർച്ച നേരുകയും ചെയ്തതുപോലെയും ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ പക്ഷികളും മൃഗങ്ങളും ഏതേതെന്ന് ലേവ്യ പുസ്തകത്തിൽ എഴുതുന്നതിന് മുമ്പേ നോഹയ്ക്ക് മനസാക്ഷിയിലൂടെ അറിവ് ലഭിച്ചതുപോലെയും ആരാധനയുള്ള വംശം ആരാധനയുള്ളവരുമായി മാത്രമേ, അഥവാ ദൈവമക്കളുമായി മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നുള്ള അറിവ് ദൈവ മനസാക്ഷിയിലൂടെ അന്നുള്ളവർക്ക് നൽകിയിരുന്നു. അതിനെ ദൈവമക്കൾ ലംഘിച്ചു. അതാണ് ജലപ്രളയത്തിലൂടെ ലോകത്തെ നശിപ്പിക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത്. ജലപ്രളയത്തിന് ഉള്ള പാപം ദൂതന്മാർ ചെയ്തതായിരുന്നുവെങ്കിൽ ഞാൻ ദൂതന്മാരെ ഉണ്ടാക്കിയതുകൊണ്ട് അനുദപിക്കുന്നു എന്ന് ദൈവം പറയുമായിരുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് അനുദപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉൽപ്പത്തി 6:6. ഞാൻ സ്വർഗത്തിലെ ദൂതന്മാരെ നശിപ്പിക്കുമെന്നല്ല പറഞ്ഞത്, ഭൂമിയിലെ മനുഷ്യനെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഉൽപ്പത്തി 6:7. ഇതിൽ നിന്നും ദൈവപുത്രന്മാർ ഭൂമിയിലെ മനുഷ്യരിൽ ഒരു കൂട്ടമാണെന്ന് വ്യക്തമാണ്. ജലപ്രളയത്തിന് മുമ്പ് നോഹയെ കൊണ്ട് പെട്ടകം ഉണ്ടാക്കുക മാത്രമല്ല, മാനസാന്തര പ്രസംഗം നടത്തിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രസംഗം ദൂതന്മാർ മാനസാന്തരപ്പെടേണ്ടതിനായിരുന്നില്ല. അന്നത്തെ മനുഷ്യർ, അതായത് ആരാധനയില്ലാത്ത വംശക്കാരും ആരാധനയുള്ള വംശക്കാരും മാനസാന്തരപ്പെടുവാനായിരുന്നു. ജലപ്രളയത്തിന് കാരണമായ പാപത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞത് ദൂതന്മാർ വിവാഹം കഴിച്ചു എന്നല്ല, മനുഷ്യർ വിവാഹം കഴിച്ചു എന്നാണ്. ലൂക്കോസ് 17:27. അന്ന് മനുഷ്യൻ വിറ്റും നട്ടും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളഞ്ഞു. പാപം ചെയ്ത പിശാചായി തീർന്ന ദൂതസൈന്യത്തെ ഇന്ന് മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. യൂദ 6-ാം വാക്യം, 2 പത്രോസ് 2:4. അവരെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുമ്പോൾ അവർ മനുഷ്യരെ വിവാഹം കഴിക്കുവാൻ ശ്രമിക്കുകയല്ല,
ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. വെളിപ്പാട് 20:8. ഇതിൽ നിന്നും പാപം ചെയ്ത ദൂതന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നോഹയുടെ കാലത്ത് പാപം ചെയ്ത ദൈവപുത്രന്മാരെ ഉദ്ദേശിച്ചല്ല എന്ന് വ്യക്തമാണ്. അവർ ദൈവത്തോട് മത്സരിച്ച ദൂതന്മാരാണ്. ഇനി ഭാവിയിലുള്ള സാത്താന്യ സൈന്യം ആണെന്നിരിക്കട്ടെ, അവർ നോഹയുടെ കാലത്ത് മാത്രം എന്തുകൊണ്ട് മനുഷ്യന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചെന്ന് ചോദ്യമുണ്ടാകാം. സാത്താന്യ സൈന്യം എന്നും ഭൂമിയിലുണ്ടല്ലോ. അവരെ ഉദ്ദേശിച്ചാണ് ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവർ പിന്നീടും ഇതേ പാപം ചെയ്യുമായിരുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു എന്നാണ് വാക്യം. ദൂതന്മാർക്ക് അന്ന് മനുഷ്യ സ്ത്രീകളെ വഷളാക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്നും സാധിക്കും. കാരണം ദൂതന്റെ ശക്തി അപാരമാണ്. ഒരു ദൂതൻ ഒരു രാത്രി അശൂർ പാളയത്തിൽ 1,85,000 ആളുകളെ കൊന്നു. 2 രാജാക്കന്മാർ 19:35. ദൂതന്മാരിൽ നിന്നും എന്ത് സുരക്ഷിതത്വമാണ് ബലഹീനരായ സ്ത്രീകൾക്ക് ലഭിക്കുക? ദൂതന്മാർ രക്ഷിക്കപ്പെട്ട സ്ത്രീപുരുഷന്മാരുടെ കാവൽക്കാരാണ്. കള്ളനെ ദൈവം കാവലേൽപ്പിക്കുമോ? ദൂതന്മാർ നിമിത്തം വിശ്വാസിനികൾക്ക് തലയിൽ അധീനതാലക്ഷ്യമായി മൂടുപടം വേണം എന്നുള്ളത് 1 കൊരിന്ത്യർ 10:1 ദൂതന്മാരാൽ വശീകരിക്കപ്പെടാതിരിക്കാനാണെന്നും ഈ വാക്യം ദൈവദൂതന്മാർ ആണെന്നുള്ള ചിന്താഗതിക്ക് ഉപോദ്ബലകമാണെന്നും പഠിപ്പിക്കുന്നവരുണ്ട്. തലയിലിടുന്ന ഒരു തുണി കൊണ്ട് എന്ത് സംരക്ഷണം? വാദത്തിനായി സമ്മതിച്ചാൽ തന്നെ സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ മാത്രമല്ലേ സ്ത്രീകൾക്ക് മൂടുപടമുള്ളത്. പുറത്തു വരുമ്പോൾ മൂടുപടം ഇല്ലല്ലോ. അതുപോലെ രക്ഷിക്കപ്പെടാത്ത സ്ത്രീകൾക്ക് മൂടുപടം ഇല്ലല്ലോ. ദൈവപുത്രന്മാർ പണ്ട് ഭക്തിയുള്ള സ്ത്രീകളെ അഥവാ രക്ഷിക്കപ്പെട്ട സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നല്ലല്ലോ. ദൂതന്മാരാണ് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്നും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുമായ സ്ത്രീകളെ ചെയ്യാം. കൊരിന്ത്യ ലേഖനത്തിൽ ദൂതന്മാർ നിമിത്തം എന്നുള്ളത് മാലാഖമാർ എന്ന അർത്ഥത്തിലല്ല, ദൂതുവാഹികളായ പുരുഷന്മാർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുരുഷന്മാർ ദൈവവചന സന്ദേശം നൽകുമ്പോൾ സ്ത്രീകൾ അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും ഭാവത്തിൽ തലയിൽ മൂടുപടം ഇട്ടിരിക്കണം. ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരെ ബലാത്കാരം ചെയ്തു എന്നല്ല, വിവാഹം കഴിച്ചു എന്നാണ്. വിവാഹം കഴിക്കണമെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചുറപ്പിക്കണം. വിവാഹം എന്ന വാക്കിൽ നിന്ന് തന്നെ ഇത് ദൂതന്മാരോ പിശാചുക്കളോ അല്ല, മനുഷ്യൻ തന്നെയാണെന്ന് വ്യക്തമാണ്. ദൂതന്മാരോ പിശാചുക്കളോ ആണെന്നുള്ളതിന്റെ മറ്റൊരു ന്യായം ഈ വിവാഹബന്ധത്താൽ മല്ലന്മാർ ഉണ്ടായി എന്നാണ്. മല്ലന്മാർ രാക്ഷസന്മാരാണ് പോലും. മല്ലന്മാരെ കുറിച്ച് കീർത്തിപ്പെട്ട പുരുഷന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മനുഷ്യരാണെന്നാണ് തെളിയുന്നത്. മല്ലൻ എന്ന് കേട്ടാൽ മനുഷ്യരല്ലെന്നും ഏതോ സമ്മിശ്ര ജീവിയാണെന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം ദാവീദുമായി ഏറ്റുമുട്ടിയ ഗോല്യാത്ത് എന്ന മനുഷ്യൻ മല്ലനായിരുന്നുവല്ലോ. മനുഷ്യനായിരുന്നുവല്ലോ. അനാഖ്യ മല്ലന്മാർ അനാഖിന്റെ പുത്രന്മാരായിരുന്നു, അല്ലാതെ ദൂതന്മാരുടെയോ പിശാചുക്കളുടെയോ പുത്രന്മാർ ആയിരുന്നില്ലല്ലോ. സംഖ്യാപുസ്തകം 13:28-33 വാക്യങ്ങൾ. അങ്ങനെ വ്യക്തമായ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദേശം പഠിക്കുവാൻ ശ്രമിച്ചാൽ നോഹയുടെ കാലത്തെ മല്ലന്മാർ വിശുദ്ധ വംശവും അശുദ്ധ വംശവും ചേർന്നുള്ള വിവാഹത്തിൽ നിന്നുള്ളവായ അനാത്മീയരും ദൈവദ്വേഷികളുമായ മനുഷ്യരാണെന്ന് മനസ്സിലാക്കാം. ദൈവം ഭൂമിയെ നോക്കി സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയെന്ന് കണ്ടു. 26:12. സകല ജഡവും എന്നത് ഭൂമിയിലുള്ള വിശുദ്ധ വംശവും അശുദ്ധ വംശവുമാണെന്ന് ഗ്രഹിക്കാം. ദൈവത്തിന്റെ പുത്രന്മാർ ദൂതന്മാരോ പിശാചുക്കളോ ആയിരുന്നെങ്കിൽ പ്രതികളായ അവരെയല്ലേ ശിക്ഷിക്കേണ്ടിയിരുന്നത്? വാദികളെ ശിക്ഷിക്കുമായിരുന്നില്ലല്ലോ. മനുഷ്യരെ ശിക്ഷിച്ചതിനാൽ അവരായിരുന്നു പ്രതികളെന്ന് തെളിയുന്നു. പണ്ട് തന്നെ ആരാധനയില്ലാത്ത വംശം ശിക്ഷായോഗ്യരായിരുന്നു. ഈ വിവാഹബന്ധത്തിൽ ആരാധനയുള്ളവരും ശിക്ഷായോഗ്യരായി എന്ന് ചുരുക്കം. ദൈവം സംവിധാനം ചെയ്ത വിവാഹ നിയമങ്ങളെ അവഗണിക്കുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടും. അത് ക്രൈസ്തവ രാജ്യങ്ങളോ സഭകളോ കുടുംബങ്ങളോ അതല്ല, മറ്റാരായാലും അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കില്ല. സ്വർഗവും നരകവും ഇവിടെ തന്നെയല്ലേ എന്നുള്ള വിഷയം സംബന്ധിച്ച ചോദ്യങ്ങളും അതിന്റെ മറുപടിയുമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. സ്വർഗ നരകങ്ങൾ സമർത്ഥരായ മനുഷ്യരുടെയും മതങ്ങളുടെയും കണ്ടുപിടുത്തമല്ലേ? സ്വർഗ നരകങ്ങൾ മാനുഷിക സങ്കല്പങ്ങളാണെന്ന് പ്രചരിപ്പിക്കുന്നത് സമർത്ഥന്മാരെന്ന് അഭിമാനിക്കുന്ന മനുഷ്യരും ഇസങ്ങളുമാണെന്നത് പരമാർത്ഥമാണ്. യേശുക്രിസ്തുവും ശിഷ്യരും അവരുടെ പഠിപ്പിക്കലുകളിൽ 2 സ്ഥലത്തെ പറ്റിയും പറഞ്ഞിട്ടുള്ളതിനാൽ അത് യാഥാർത്ഥ്യമാണ്. സ്വർഗവും നരകവും എന്നത് സുഖ ദുഃഖാനുഭവങ്ങളെ കാണിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളായിക്കൂടെ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്നും സ്വർഗത്തിലേക്ക് പോവുകയാണെന്നും ഇനി വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്യങ്ങളിൽ ജീവിക്കുന്നവർ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നും നരകത്തിൽ വീഴുന്നതിനെ കുറിച്ചും നരകത്തിൽ പോകുന്നതിനെ കുറിച്ചും ഒക്കെ കർത്താവ് മുന്നറിയിച്ചിട്ടുണ്ട്. ഇതൊന്നും ആലങ്കാരിക പ്രയോഗങ്ങളല്ല. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിലും അധികം തവണ നരകത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നാം ആരും അവിടെ പോകാതിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. നരകത്തെപ്പറ്റി നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. സ്വർഗ നരക തുല്യമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതിനൊക്കെ കാരണക്കാർ അവരവരും ചിലപ്പോൾ അന്യരുമാണ്. ചിലരുടെ ദുരിതാനുഭവങ്ങൾക്ക് കാരണങ്ങൾ നമുക്ക് അജ്ഞാതമാണ്. കാരണമൊന്നുമില്ലാതെ ഒരു കഷ്ടവും ഒരു കാര്യവുമില്ല. കർത്താവിന് സകലവും അറിയാം. അന്ന്, അതായത് കർത്താവും
തന്നിൽ വിശ്വസിച്ചവരും തമ്മിൽ കാണുന്ന നാളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ലെന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ്. യോഹന്നാൻ 16:23 നോക്കുക. നല്ലവർക്കും ഭക്തന്മാർക്കും കഷ്ടാനുഭവം അനുവദിക്കുമ്പോൾ ചിന്താക്കുഴപ്പത്തിലാകുക സ്വാഭാവികം. അതിനും കാരണങ്ങൾ ഇല്ലെന്ന് വരില്ല. ദുഷ്ടന്മാർക്ക് പ്രതിവാദമില്ലാതാവാൻ ഭക്തർക്ക് കഷ്ടം അനുവദിക്കുകയും കഷ്ടത്തിൽ നിലനിർത്തുകയും ചെയ്യുന്ന ദൈവിക കാര്യപരിപാടിയാണ് സങ്കീർത്തനം 94:12 മുതൽ 13 വരെ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയത്. യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കോളം അനർത്ഥ ദിവസങ്ങളിൽ നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്വർഗനരകങ്ങൾ മനുഷ്യന്റെ സാങ്കല്പികമായ ഭാവനയാണെന്നാണ് എന്റെ ചിന്ത. പിന്നെ ഇതൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണെന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. നമ്മുടെ ചിന്തയ്ക്കും കണക്കുകൂട്ടലുകൾക്കും തെറ്റുപറ്റാം. 19-ാം നൂറ്റാണ്ട് വരെ ആറ്റത്തെ വിഭജിക്കുവാൻ പറ്റുകയില്ലെന്നല്ലേ ഭൂരിപക്ഷവും വിശ്വസിച്ചിരുന്നത്. ആ ചിന്താഗതിയും തെറ്റി. ബൈബിൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന സത്യം രേഖയാക്കിയിരുന്നു. പത്രോസ് 3:10. മനുഷ്യന്റെ ചിന്താഗതികൾക്ക് ദൈവത്തിന്റെ സത്യത്തെ മാറ്റുവാൻ പറ്റില്ല. സ്വർഗവും നരകവും എല്ലായിടത്തും ഉണ്ടെന്നും ഒരിടത്തും ഇല്ലെന്നും പറയാറുണ്ട്. അതും തെറ്റാണ്. ജ്ഞാനിയായ ശലോമോന്റെ പ്രാർത്ഥനാ വാചകം ശ്രദ്ധിക്കുക. അടിയന്റെ പ്രാർത്ഥന നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. 1 രാജാക്കന്മാർ 8:30. വരുവാനുള്ള ലോകമെന്ന് ക്രിസ്തു പറഞ്ഞതും സ്വർഗത്തെ പറ്റിയാണ്. നരകത്തെപ്പറ്റി തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പായി പറഞ്ഞത് ശ്രദ്ധേയമാണ്. എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുകയും. മത്തായി 12:32, ലൂക്കോസ് 18:30. പല സ്വർഗങ്ങളുണ്ടോ? ബൈബിളിൽ 3-ാം സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നതോ? സ്വർഗം എന്ന പദം 600 പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ച് കാണുന്നു. 3 പ്രത്യേക പദങ്ങൾ എബ്രായ ഭാഷയിൽ സ്വർഗത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഗാൽ, ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ കുറിക്കുന്ന പദമാണിത്. ഇത് വായുസഞ്ചാരമുള്ള സ്ഥാനം. 2-ാമത്തെ പദം ഷമയീം, സാധാരണ സ്വർഗം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണിത്. 3-ാമത്തെ പദം ഷാഖാഖ്, ദൈവം വസിക്കുന്ന 3-ാം സ്വർഗത്തെയാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലും 3 പദങ്ങൾ കാണാം. ഔറാനോസ്, ഭൂമിക്ക് ചുറ്റുമുള്ള വായുമണ്ഡലം. മിസൗറാനേമ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുള്ള ആകാശത്തെ സൂചിപ്പിക്കുന്നു. ഇതിനെ വേണമെങ്കിൽ 2-ാം സ്വർഗമെന്ന് പറയാം. എബോറാനിയോസ്, ദൈവനിവാസസ്ഥാനമായ 3-ാം സ്വർഗത്തെ കാണിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പിതാവിന്റെ ഭവനത്തിന് ഈ വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത്. 2 കൊരിന്ത്യർ 12:2 ഈ വാക്ക് കാണാം. അപ്പോൾ ഭൂമിയെ വലയം ചെയ്യുന്ന വായുമണ്ഡലം 1-ാം സ്വർഗം. ഈ സ്വർഗം അഥവാ ആകാശം അഗ്നിയിൽ ചുട്ടഴിക്കുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു. 2 പത്രോസ് 3:10. ഈ ആകാശത്തിന്റെ താത്കാലിക അധിപതി സാത്താനാണ്. എഫേസ്യർ 2:2. 1-2 സ്വർഗങ്ങളിൽ പിശാചും അവന്റെ ദൂതന്മാരും സ്വൈര വിഹാരം നടത്തുന്നുണ്ട്. ഈ 2 ഭാഗങ്ങളും ചുട്ടഴിച്ച് പുതുതാക്കുന്ന കാര്യം ബൈബിൾ പ്രവചിക്കുന്നു. 2 പത്രോസ് 3:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. 3-ാം സ്വർഗമായ ദൈവാദി സ്ഥാനത്തിന് മാറ്റമില്ല. 1 പത്രോസ് 1:4-5 വാക്യങ്ങൾ. സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? ആർക്കൊക്കെ പോകാം? അതിന് മാർഗം എന്ത്? എബ്രായർ 12:22 മുതൽ 24 വരെ ഭാഗത്ത് സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം, സർവ്വസഭകളിൽ നിന്നും ലോകത്തിലെവിടെയുമുള്ള സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനവും ആത്മരക്ഷയും കണ്ടെത്തിയവരുടെ കൂട്ടമായ സഭ. ന്യായാധിപതിയായ ദൈവം സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവും ദൈവസിംഹാസനവും 6 ചിറവുള്ള ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ജീവികളും 24 മൂപ്പന്മാരും എല്ലാം സ്വർഗത്തിലുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 11:4, യെശയ്യാവ് 66:1, വെളിപ്പാട് 4:8-5 വാക്യങ്ങൾ. സ്വർഗത്തിൽ പോകാൻ ആർക്കു വേണമെങ്കിലും കഴിയും. അതിനുള്ള മാർഗം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച യേശുക്രിസ്തുവാണ്. മതം, കർമ്മം, കൂദാശകൾ, ഭക്തിജീവിതം, സഹനം, സന്യാസം, സൽക്രിയകൾ, സഭാമാറ്റം, മതം മാറ്റം തുടങ്ങി മാനുഷികമായ ഒരു പരിശ്രമത്താലും സ്വർഗപ്രാപ്തി സാധ്യമല്ല. കാരണം ദൈവകൽപ്പന ലംഘനത്താൽ വന്ന പാപത്തിന് ശിക്ഷ മരണമാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവം മനുഷ്യനായി പാപപരിഹാരത്തിനായി മരിച്ചുയർത്തെഴുന്നേറ്റു. പാപമോചനവും പുതുജീവിതവും നിത്യജീവനും സ്വർഗപ്രാപ്തിയും തന്നിലൂടെയാണെന്ന് ക്രിസ്തു അവകാശപ്പെട്ടു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗം. അവർ നന്മയും നീതിപ്രവൃത്തികളും നീതിജീവിതവും നയിക്കേണ്ടവരാണ്. സ്വർഗത്തിൽ പോകുവാനുള്ള കർമ്മങ്ങളല്ല ഇതൊന്നും.
പോകുമെന്നതിന് തെളിവായി വിശ്വാസികളിൽ സ്വാഭാവികമായും സംഭവിക്കേണ്ട ജീവിത ശൈലിയുടെ ഭാഗമാണ്. സ്വർഗത്തിൽ ഞാൻ പോകുമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആധികാരികമായി പറയുവാൻ കഴിയുമോ? യേശുക്രിസ്തു പഠിപ്പിച്ചത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, ഞാൻ നിത്യജീവൻ കൊടുക്കുന്നു, അവർ ഒരു നാൾ നശിച്ചു പോകുകയില്ല എന്ന് ഉറപ്പായിട്ടാണ്. ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കള എന്ന പദവിയിലേക്ക് ഉയരുന്നുവെന്ന് ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ ഉറപ്പു തരുന്നു. മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവമക്കളായ ഏവർക്കും സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പായി പറയാം. അത് അവരുടെ അവകാശമാണ്. മരിച്ചാൽ സ്വർഗത്തിലായിരിക്കുമെന്ന ഉറപ്പുള്ളവരായിരുന്നു ശിഷ്യന്മാർ. ഏത് നൂറ്റാണ്ടിലെയും യഥാർത്ഥ ക്രിസ്തു വിശ്വാസികളും അങ്ങനെയായിരുന്നു. കർത്താവ് അരുളി ചെയ്തു, നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്ര ഇത് പറയുന്നത്, താങ്കൾ ഇന്ന് മരിച്ചാൽ എവിടെ എന്ന ഉറപ്പുണ്ടോ? യോഹന്നാൻ 11:25, 10:26, 10:26 മുതൽ 28 വരെ, യോഹന്നാൻ 1:12, റോമർ 8:17, യോഹന്നാൻ 5:34. ഞാൻ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു, നിങ്ങളോ അറിയുന്നില്ല എന്ന് ജനത്തോട് പറഞ്ഞിട്ട് കർത്താവ് തുടർന്ന് പറഞ്ഞു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് സ്വർഗത്തിലേക്ക് തന്നെ പോയി. സ്വർഗപ്രവേശനത്തിന് തടസ്സമായിരുന്ന പാപത്തിന് തന്റെ പ്രായശ്ചിത്ത മരണത്താൽ പരിഹാരം വരുത്തിയിട്ടാണ് പോയത്. പാപക്ഷമയ്ക്കായി വിശ്വസിക്കുകയും അവിടുത്തെ കർത്താവും രക്ഷകനും ദൈവവുമായി സ്വീകരിക്കുന്ന ഏവർക്കും സ്വർഗപ്രവേശനത്തിന് വഴി തുറക്കപ്പെടുന്നു. അതിന് പണച്ചിലവോ കർമാനുഷ്ഠാനങ്ങളോ തീർത്ഥയാത്രകളോ പുണ്യപ്രവർത്തികളോ ആവശ്യമില്ല. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. വില ദൈവം കൊടുത്തു തീർത്തു. മനുഷ്യന്റെ പ്രവർത്തികളാൽ ലഭ്യമാകുന്ന ആത്മരക്ഷയെ പറ്റിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാൽ അഥവാ ക്രിസ്തുമരണം മുഖാന്തരം സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയ സൗജന്യ രക്ഷയെപ്പറ്റി വിവരിക്കുന്നത് ബൈബിളിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. യോഹന്നാൻ 8:14, മത്തായി 26:28, 1 യോഹന്നാൻ 2:2, എഫേസ്യർ 2:8, യോഹന്നാൻ 8:24, യോഹന്നാൻ 6:28, 29 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പാപം ചെയ്ത ദൂതന്മാർക്ക് എന്തുകൊണ്ട് രക്ഷയൊരുക്കിയില്ല? എന്തുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യന് രക്ഷയൊരുക്കി? ദൂതന്മാരെ മനുഷ്യരെക്കാൾ അതിശ്രേഷ്ഠമായ പദവിയിലായിരുന്നു ദൈവം ആക്കിയിരുന്നത്. അവർ പാപം ചെയ്യുവാൻ അവരെ ആരും പ്രേരിപ്പിച്ചില്ല. അതുകൊണ്ട് അവർക്ക് രക്ഷ ഒരുക്കാതിരുന്ന ദൈവം നീതിമാനാണ്. മനുഷ്യൻ സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു. മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം സൗജന്യ രക്ഷാമാർഗം ഒരുക്കിക്കൊണ്ട് സ്നേഹവും നീതിയും വെളിപ്പെടുത്തി. സ്നേഹിതരെ, സ്വർഗവും നരകവും നിത്യ യാഥാർത്ഥ്യങ്ങളാണ്. രണ്ടും രണ്ട് സ്ഥലങ്ങളാണ്. നരകം സാത്താനു വേണ്ടി ഒരുക്കിയതാണ്, എന്നാൽ സ്വർഗം സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സ്വർഗവാതിലും വഴിയുമായി വന്ന യേശുക്രിസ്തുവിനെ ശരണപ്പെടുക. അവിടെ നിന്ന് അരുളി ചെയ്യുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നേട്ടങ്ങളും നഷ്ടങ്ങളും നിർണയിക്കുന്ന നിർണായക നിമിഷങ്ങളോട് നാം അതിവേഗം അടുക്കുകയാണ്. യോഹന്നാൻ 14:6, സങ്കീർത്തനം 2:12, മത്തായി 16:26. തൃത്വോപദേശം വചനാനുസരണമോ എന്ന വിഷയം സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് തുടർന്ന് കേൾക്കുന്നത്. തൃത്വോപദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൂന്നായിരിക്കുന്ന അവസ്ഥയെന്നാണ് തൃത്വം എന്ന വാക്കിന് ഭാഷാ നിഘണ്ടുക്കളിൽ അർത്ഥം കാണുന്നത്. ഏകത്വം എന്നാൽ ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ത്രിയേകത്വം എന്നാൽ മൂന്ന് ഒന്നായിരിക്കുന്ന അവസ്ഥ. ഏകദൈവം മൂന്നാളത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, അല്ലാതെ മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്നല്ല. ബൈബിളിൽ തൃത്വം എന്നും ത്രിയേക ദൈവമെന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത്? ബൈബിളിൽ ഈ സാങ്കേതിക പദങ്ങൾ കാണുന്നില്ല, പക്ഷേ അത് അർത്ഥമാക്കുന്ന ഉപദേശം വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു. സർവസൃഷ്ടാവായ ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്ന് നാം പറയാറുണ്ടല്ലോ. വേദപുസ്തകത്തിലെങ്ങും പദാനുപദം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ആ വാചകത്തിന് പിന്നിലെ ഉപദേശം ബൈബിളിലുണ്ട്. ദൈവം ഏകനല്ലേ? ആ ദൈവം മൂന്നാളത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സാരാംശത്തിൽ ഒന്നാണ്, വൺ ഇൻ എസൻസ്. അതായത് തുല്യമായി ദൈവത്തിന്റെ ആളത്വത്തിൽ ഉൾപ്പെട്ടവരാണ്. ആ ദൈവിക ഏകത്വം ദൈവസത്തയിലും ദൈവപ്രകൃതിയിലും ദൈവരൂപത്തിലുമുള്ള ഏകത്വമാണ്. അത് ആളത്വപരമായ ഏകത്വമല്ല. പിന്നെയോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായി മൂന്നാളുകളാണ്, പക്ഷെ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളല്ല. അതിന് ഒരു നല്ല തെളിവ് യേശുക്രിസ്തു തന്നെ നൽകി. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ എന്ന് ശിഷ്യന്മാർക്ക് കൽപ്പന നൽകി.
ഇതിൽ ശ്രദ്ധേയമായ ഒരു ഭാഷാപ്രയോഗമുണ്ട്. 3 പേരുടെ പേരുകൾ പറഞ്ഞിട്ട് അവരുടെ നാമങ്ങളിൽ എന്നാണ് ഭാഷാശാസ്ത്രപരമായി പറയേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം നാമത്തിൽ എന്ന ഏകവചന പ്രയോഗമാണ് കർത്താവ് ഉപയോഗിച്ചത്. പ്രത്യേകാൽ 3 ആളത്വമാകുന്ന തൃത്വവും സാരാംശപരമായ ഏകത്വവും ഉള്ളവനാണ് ദൈവമെന്ന് ക്രിസ്തു വ്യക്തമാക്കുകയായിരുന്നു. തൃത്വോപദേശം മനസ്സിലാക്കാൻ പ്രയാസമാണല്ലോ, അതുകൊണ്ടാവാം അത് അവിശ്വസിക്കുവാൻ കാരണം. നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതെന്ന് തോന്നിയാലും ദൈവിക വെളിപ്പാടായതുകൊണ്ട് വിശ്വസിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സകലവും സൃഷ്ടിച്ചെന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യ മസ്തിഷ്കത്തിന് കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ അത് ദൈവിക വെളിപ്പാടായതിനാൽ വിശ്വസിക്കേണ്ടതാണ്. ദൈവം ആത്മാവും അദൃശ്യനും അപ്രമേയനും അപരിമിതനും നിത്യനുമാണ്. ആ ദൈവത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയില്ല. ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം എന്ന് ബൈബിൾ പറയുന്നു. യെശയ്യാവ് 45:5. ആ ദൈവമാണ് മനുഷ്യാവതാരം എടുത്തു വന്ന യേശുക്രിസ്തു. കർത്താവ് പറഞ്ഞു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. മത്തായി 11:27. ദൈവം വെളിപ്പെടുത്തി തന്ന വചനസത്യങ്ങളെ വികലമാക്കുവാനോ വളച്ചൊടിക്കുവാനോ ഉള്ളതല്ല, പിന്നെയോ വിശ്വസിക്കുവാനുള്ളതാണ്. ദൈവരാജ്യത്തിന് അവകാശിയാകുവാൻ പുതുതായി ജനിക്കണമെന്ന് ക്രിസ്തു ഇസ്രായേലിലെ ഉപദേഷ്ടാവിനോട് പറഞ്ഞു. അതെങ്ങനെയെന്ന് ചോദിച്ച് അവിശ്വസിച്ചു നിന്ന നിക്കോദേമോസിന് കർത്താവ് മറുപടി നൽകി. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? യോഹന്നാൻ 3:1-12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവവചനം സത്യവും വിശ്വാസയോഗ്യവുമാണെന്ന് യേശു പറഞ്ഞു. മനുഷ്യർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് മനുഷ്യഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു എന്ന മുന്നറിയിപ്പ് നൽകി. യോഹന്നാൻ 17:8-17 വാക്യങ്ങൾ, ലൂക്കോസ് 8:12. ഈ ആപത്തിന് അടിമപ്പെടുന്നവർ അന്ത്യകാലത്ത് കൂടുമെന്ന് വചനം പറയുന്നു. 1 തിമോത്തിയോസ് 5:6-16, 2 തിമോത്തിയോസ് 2:18, 3:8 എന്നീ വാക്കുകൾ പ്രത്യേകം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക.